പറഞ്ഞില്ല, നോമ്പ് വിൽക്കാൻ പറഞ്ഞില്ല, സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. അള്ളാഹ് നായനോട് പറഞ്ഞ നേരത്തിന് കുറയ്ക്കാനോ തിന്നാനോ ആയിരിക്കണം. കാരണം നായ അത് ചെയ്യാറുണ്ട്. നായയോട് ചില പ്രത്യേക ഭക്ഷണങ്ങൾ കഴിക്കണം എന്നുള്ള ഇൽഹാം നൽകിയിട്ടുണ്ട്. ചില പ്രത്യേക കൊര മണത്ത് പിടിക്കുക, അങ്ങനെ ചില കാര്യങ്ങൾ. ഇതാണ് ഇപ്പൊ നായക്ക് കൊടുത്ത നിർദ്ദേശം. യാതൊരു തെക്ലീഫും അള്ള ഏൽപ്പിക്കാത്തൊരു നായ അള്ളാഹു ഏൽപ്പിച്ച ഒരു ബാധ്യതയെ നിർവഹിക്കാൻ അങ്ങനെ ഒരു ബാധ്യത അള്ള ഏൽപ്പിച്ചിട്ടില്ല ജന്തുവിന്. അത് സ്വർഗത്തിലോ നരകത്തിലോ എവിടെ വേണമെങ്കിലും പോട്ടെ. അതാ അവസ്ഥ മനുഷ്യന്റെ. ജനിച്ച് പ്രായപൂർത്തിയായ സമയം മുതൽ അള്ളാഹു ഒരുപാട് തെക്ലീഫുകൾ ഏൽപ്പിച്ചൊരു മനുഷ്യൻ ഈ നായയെ പോലെ തെക്ലീഫില്ലാത്തവനാ? വിവരക്കടല്ലേ ഈ പറയുന്നത്? അടുത്തല്ലത്. നായയും മനുഷ്യനും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇനി ബുദ്ധിയുള്ള മനുഷ്യന്മാരെ ഈ നായനോടാ ഓമിക്കുന്നത്. എന്നിട്ട് മനുഷ്യനൊരു സമാധാനിക്കേ. നിങ്ങളൊക്കെ ആരെ മാതിരിയാ? ഞങ്ങളെ സ്റ്റാഫിലെ പിന്നെ നായ്ക്കളെ മാതിരി. പിന്നെ മനുഷ്യന്മാർക്ക് ഭയങ്കര റാഹത്ത്, എന്തോ ഒരു സമാധാനമായിട്ട് വേല കെട്ടി പിരിഞ്ഞു പോവുക. നിങ്ങളൊക്കെ എന്തായിട്ടാ പോണത്? ഞങ്ങളെ സ്റ്റാഫിൽ പിന്നെ നായ്ക്കളായിട്ട് പോകുന്നു. ഇതാ കഥ. മൗലിദിന്റെ കഥ പറയുന്ന സമയത്ത് പിന്നെ അബൂലഹബ് ഒരു അടിമയെ മോചിപ്പിച്ച കഥ പറഞ്ഞ് പറയാറുണ്ട് സാധാരണ. അബൂലഹബ് പിന്നെ അടിമയെ മോചിപ്പിച്ചല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച സന്തോഷത്തില്. അബൂലഹബിന് പോലും അത്ര സ്നേഹമുണ്ടായി, നിങ്ങൾക്കാർക്കും സ്നേഹമില്ലേ എന്നാണ് സാധാരണ ചോദിക്കാറുള്ളത്. പക്ഷെ നിങ്ങളതിൽ ആ വിവരക്കട ആലോചിക്കുന്നുണ്ടോ? ബുദ്ധിഹീനത. ഖുർആൻ ശപിച്ചൊരു മനുഷ്യൻ അബൂലഹബ്. ശപിച്ചൊരു മനുഷ്യൻ. ആ മനുഷ്യന്റെ പ്രവർത്തനമാണ് മാപ്പിളമാർക്കൊരു പ്രവർത്തനത്തിന് ദീനിൽ തെളിവായിട്ട് എടുത്ത് പറയുന്നത്. എന്തൊരു ഗതികേടായത്. ഖുർആൻ ഒരൊറ്റ മനുഷ്യനെ ശപിച്ച് സംസാരിച്ച് തബ്ബത്ത്. എത്ര മനുഷ്യന്മാരുടെ ആ കാലത്ത് ശപിച്ച് പറഞ്ഞില്ലല്ലോ. ഒരാളെ പേരെടുത്ത് ഖുർആൻ ശപിച്ച ഒരു മനുഷ്യന്റെ പ്രവർത്തനം മുസ്ലിങ്ങൾക്ക് ഒരു പുണ്യകർമ്മം ചെയ്യാൻ തെളിവായി മാറുക എന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിന്റെ ബുദ്ധി എവിടെ പോയി? അത്ഭുതപ്പെടണ്ട. തൗഹീദ് നിന്ന് വിട്ടുപോയാൽ മനുഷ്യന്റെ ബുദ്ധി തകരാറാവുന്ന ഖുർആനിലുണ്ട്, ചരിത്രമുണ്ട്. അബൂതാലിബിന്റെ അടുത്ത് വന്ന വിവരം കേട്ട മനുഷ്യന്മാർ പറഞ്ഞ ഓർമ്മല്ലേ? മുഹമ്മദിനെ കൊല്ലാൻ കൊണ്ട പകരം ഒരു ചെറുപ്പക്കാരൻ, നല്ലൊരു ചെറുപ്പക്കാരൻ തറയ്ക്ക് പോറ്റിക്കോന്നു. ഓർമ്മല്ല നിങ്ങൾക്കത്? ഖുറൈശി പ്രമുഖന്മാർ, പ്രമാണിമാർ ഒരിക്കൽ അബൂതാലിബിന്റെ അരികിൽ ഒന്ന് പറഞ്ഞ വാക്കാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞങ്ങൾക്ക് താ, ഞങ്ങൾ അവനെ കൊല്ലട്ടെ. നിനക്കൊരു മോനെ പോറ്റിന് വേണ്ടി സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ ഞങ്ങൾ നിനക്ക് പകരം തരാ, നീ പോറ്റിക്കോന്നു. ഇതാരാ പറഞ്ഞത്? ഇത് കുട്ടിക്ക് ഒരു എന്ത് വിവരക്കടയിൽ പറഞ്ഞത്? അവനാന്റെ മോനെ കൊല്ലാൻ കൊടുത്തിട്ട് പകരം വേറൊരു മോനെ പോറ്റി. ഇത് കാര്യപ്പെട്ട് കാരണവന്മാര് പറഞ്ഞതാ അബൂതാലിബിനോട്. എന്താ ഈ ചിത്രം ഈ ചരിത്രം എന്താ പഠിപ്പിച്ചിരുന്നത്? തൗഹീദിന്റെ അടുത്ത് നിന്ന് പോയാല്, ആ തലേന്ന് അതിന്റെ ഉറപ്പണ്ട് പോയാല് മനുഷ്യന്റെ ബുദ്ധി ഈ ജാതി വിവരക്കേട് പറയും. അത് വിവരക്കേടാന്ന് പറഞ്ഞവനോട് തോന്നൂല. ആ വലിയ ഗതികേട്. അബൂതാലിബിന്റെ അടുത്ത് വന്ന് പറഞ്ഞ ഇവർക്ക് ഞങ്ങളൊരു വിവരക്കേട് പറയാൻ തോന്നിയില്ല. അത് വളരെ ആലോചിച്ചറിയില്ലേ? നിങ്ങളെ മോനക്ക് കൊണ്ടാഞ്ചിര കൊല്ലാൻ, എന്നിട്ട് ഞങ്ങളുടെ മോനേക്ക് പോറ്റിക്കോ. ബുദ്ധിയുള്ള മനുഷ്യൻ പറയത് ആരെ പറയാൻ ധൈര്യപ്പെടും. അത് പറഞ്ഞു അവരാ നാട്ടുകാരോട്. ഇതേ അവസ്ഥയാണ് തൗഹീദിൽ നഷ്ടപ്പെടുമ്പോഴുണ്ടാവുന്നത്. അതാണ് ആ തൗഹീദിന്റെ ഉറപ്പ് നഷ്ടപ്പെടുന്ന നമ്മളെ സമൂഹത്തിലെ ആളുകൾക്ക്. മൗലിദ് ആഘോഷിക്കണം, എന്താ തെളിവ്? അബൂലഹബ് പോലും അടിമയെ മോചിപ്പിച്ചില്ലേ? ഏതാടോ ഈ അബൂലഹബ്? ഖുർആൻ ശപിച്ച ഏക മനുഷ്യൻ. ഖുർആൻ നബിയുടെ കാലഘട്ടത്തിലെ ചരിത്രം പറഞ്ഞ ശപിച്ച മനുഷ്യൻ. ആ മനുഷ്യന്റെ പ്രവർത്തനം മുസ്ലിങ്ങൾക്ക് ഒരു പുണ്യകർമ്മം ചെയ്തതിന് രേഖയായി മാറുകയോ? എന്ത് ഗതികേടായി പറയുന്നത്? മുസ്ലിങ്ങൾക്ക് സമാധാനപരമായി ജീവിക്കാൻ ആ ആളുകൾ അസ്ഹാബുൽ കഹ്ഫിന്റെ നായ്ക്കളാണെന്ന് വരുത്തി തീർക്കുകയോ? വിവരക്കേടിന്റെ ഊക്കാണ്. അത് അങ്ങോട്ട് ചിന്ത വരില്ല വിവരക്കേടാന്നുള്ളതിന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഒരു കാര്യം ഉറപ്പിച്ചു വെക്കുക. അസ്ഹാബുൽ കഹ്ഫിന്റെ ആ ബന്ധത്തിൽപ്പെട്ട ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു നായയെ പറ്റി ഖുർആൻ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. ആ നായ ആ ഗുഹാമുഖത്ത് കാലു നീട്ടി കിടന്നിരുന്നു. എന്തിനാണിത് പടച്ചു തമ്പുരാൻ ആ ഖുർആനിൽ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കാര്യങ്ങൾ പറയുന്നത്, ഗുഹാവാസികളുടെ ഈ സംഭവം പറയുന്നത് നാട്ടിൽ ഉമ്മാമ്മമാര് പറയുന്നത് കേട്ട് പറയുന്നതല്ല, ആരെങ്കിലും കാരണവന്മാര് പറയുന്നത് കേട്ട് പറയുന്നില്ല. ഇത് അറിയാവുന്ന ഒരു സത്യമായ കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ വഹി അനുസരിച്ച് പറയുകയാണെന്ന് ആ കേട്ട് നിൽക്കുന്ന ആളുകൾക്ക് ബോധ്യപ്പെടണം. അവരൊരു കുട്ടി ചോദ്യം ചെയ്ത് വന്നില്ലല്ലോ പ്രവാചകനെ, നീ എന്താ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചിട്ട് ഈ കഥ പറഞ്ഞപ്പോ. കാരണം അവർക്കാർക്കും അറിയില്ല, കേട്ടുകൾക്കനുസരിച്ച് പറഞ്ഞതാ. ഖുർആന്റെ സംസാര രീതി വളരെ കണിശമായിട്ടാണ്. അപ്പൊ ഇത് സത്യമായി ഉറപ്പിക്കാൻ വേണ്ടിയായി പറയുന്നത്. അതിനുവേണ്ടി ആ ഖുർആൻ ആ നായയുടെ കഥ പറഞ്ഞത്, സംഭവം പറഞ്ഞത്. അല്ലാതെ അതിൽ മറ്റൊരു തെളിവും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടല്ല. ആ നായയെ പറ്റിയുള്ള സംസാരവും വേണ്ട, ആ നായയുടെ പേരേതാണെന്നുള്ളത് അന്വേഷിക്കേണ്ട, ആ പേര് പറയുക പോലും വേണ്ട. കാരണം ഒരു അടിസ്ഥാനമില്ലേന്ന് തഫ്സീറുകളിൽ എഴുതി വെച്ച് കാണും. ശരിയാ, അവരൊരു ദീനാന്ന് പറഞ്ഞ് എഴുതി വെച്ചതല്ല. ആ കാലഘട്ടത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്ന സംഭവങ്ങൾ രേഖപ്പെടുത്തി വെച്ചു. ഇനി ഒരു കള്ളക്കഥകൾ ഇതിന്റെ പേരിൽ കൂട്ടിച്ചേർക്കേണ്ട, ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഹദീസല്ല ആയത്തുമല്ല എന്ന് അവർ കൂടെ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആളുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ടെന്ന് മാത്രം. മനസ്സിലായ പറഞ്ഞ വാക്ക്? തഫ്സീറുകളിൽ ചിലതില് ഈ നായയുടെ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും.
അതിന്റെ അർത്ഥം ആ ഖുർആൻ വ്യാഖ്യാനം എഴുതിയ ആ പണ്ഡിതൻ ഈ വാചകം അംഗീകരിച്ചിരിക്കുന്നു എന്നല്ല. അവരെഴുതുന്ന കാലഘട്ടത്തിൽ ഓരോ ആയത്തിന്റെയും പശ്ചാത്തലത്തിൽ പ്രചരിച്ചിരിക്കുന്ന കള്ളവും നല്ലതുമായ എല്ലാ കഥകളും സംഭവങ്ങളും അവർ തഫ്സീറിൽ രേഖപ്പെടുത്തും. എന്തിനാണെന്നറിയോ? ഇത് ഞങ്ങൾ രേഖപ്പെടുത്തിക്കാൻ ഇനി വേറൊരു കഥ ഇതിന്റെ പിന്നാലെ ഉണ്ടാക്കണ്ടെങ്കിൽ ഇത് കള്ളക്കഥയെന്ന് മനസ്സിലാക്കി ഞാൻ ഒഴിവാക്കും ചെയ്യാലോ ഇതിനു വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ ആൾക്കാർ വേറെ കഥ ഉണ്ടാക്കൂലേ? അതിനുവേണ്ടി ചെയ്തുവെച്ചാ. അപ്പൊ തഫ്സീറിലുണ്ട് എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ ബേജാറാണ്ട. തഫ്സീറിലുണ്ട്, പക്ഷെ അവർ പറഞ്ഞിട്ടുണ്ട് ഇത് ആയത്തല്ല ഹദീസല്ല, ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട് കാണുന്നുണ്ട്, ശരിയല്ല എന്ന് അവരതിന്റെ കൂടെ പറയുകയും ചെയ്തു. അപ്പൊ ആ നായ നമ്മുടെ ജീവിതവുമായി യാതൊരു നിലക്കും ബന്ധപ്പെടുന്ന കാര്യമല്ലെന്ന് പറഞ്ഞു വിട്ടേക്കുക. വകദാലിക, ഇപ്രകാരം ബാസ്നാഹും, നാം അവരെ എഴുന്നേൽപ്പിച്ചു, ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. ബാസ്ന പുനർജനിക്കുക എന്നതിന് ബാസ ഉപയോഗിക്കാറുണ്ട് ഖുർആനിൽ. ബാസ രണ്ടാമത് ജീവിപ്പിക്കുന്നതിന് ബാസ പറയും. എഴുന്നേൽപ്പിക്കുക, ബാസ്നാഹും, നാം അവർ രണ്ടാമത് എഴുന്നേൽപ്പിച്ചു. ലിയതസാഅലു, അങ്ങനെ അവർ പരസ്പരം ചോദിക്കാൻ തുടങ്ങി. തസാല എന്ന് പറഞ്ഞാല് സഅലന്റെ തസാല, തമ്മിൽ ചോദിക്കാൻ തുടങ്ങി. ആ ലീനെ പറ്റി ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിരുന്നു. ചോദിക്കാൻ വേണ്ടിന്നല്ല, പിന്നെന്തുണ്ടായി എന്ന് പറയുന്ന ലാമാണെന്ന്. ലിയതസാഅലു, അങ്ങനെ അവർ പരസ്പരം ചോദിക്കാൻ തുടങ്ങി. എന്താ ചോദിക്കാൻ തുടങ്ങി? ബൈനവും, തമ്മിൽ. ഖാല, പറഞ്ഞു. ഖായിലുൻ, പറയുന്ന ഒരാൾ. മിന്നും, അവരുടെ കൂട്ടത്തിൽ പറയുന്ന ഒരാൾ പറഞ്ഞു. കം ലബിസ്തും, എത്ര സമയം കഴിച്ചുകൂട്ടി? ഖാലു, അവർ പറഞ്ഞു. ലബിസ്ന, നാം കഴിച്ചുകൂട്ടിയത് യൗമൻ, ഒരു ദിവസമാണ്. ഔ, അല്ലെങ്കിൽ ബഅലയും, ഒരു ദിവസത്തിന്റെ ചില ഭാഗമാണ്. ഏതാനും മണിക്കൂറുകളാണ്. ബഅലയും എന്ന് പറഞ്ഞാൽ ചില ദിവസങ്ങളാണെന്നല്ല, ദിവസത്തിന്റെ ചിലതാണ്, ഏതാനും മണിക്കൂറുകളാണ്. ഒരു ദിവസമോ അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകളോ. യൗമിന്റെ ബഅല്, ഒരു ദിവസത്തിന്റെ ഏതാനും ഭാഗം. ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം തന്നെ ആയില്ല, ദിവസത്തിന്റെ ഏതാനും ഭാഗം, ഏതാനും മണിക്കൂറുകൾ മാത്രമാണ്. ഖാലു, അവരെന്ന് പറഞ്ഞു. റബ്ബുക്കും ആലം, പടച്ചോൻക്കറിയാം. ബിമാ ലബിസ്തും, നിങ്ങളൊക്കെ കഴിഞ്ഞുകൂടിയതിനെ പറ്റി പടച്ചോൻക്കേ അറിയുള്ളൂ. അതുകൊണ്ട് ഫബഅസു, അയക്കൂ, അഹദക്കും, നിങ്ങളെ കൂട്ടത്തിൽ ഒരാളെ, ബിവരിഖിക്കും, ഈ വെള്ളി വെള്ളിയുമായി, ആദി, ഈ വെള്ളി നാണയവുമായി മദീന, പട്ടണത്തിലേക്ക് പറഞ്ഞേക്കൂ. ഫൽ യൻദുർ, അയാൾ നോക്കട്ടെ. അയ്യുഹ അസ്കാ താമൻ, എവിടെയാണ് നല്ല ഭക്ഷണമുള്ളതെന്ന്. അസ്കാ താമൻ. ഫൽ ഏത്തിക്കും, എന്നിട്ട് കൊണ്ടുവരട്ടെ. ഫൽ ഏത്തിക്കും ബിരിസ്കി മിന്നു, അതിൽ നിന്നുള്ള ആഹാരം കൊണ്ടുവരട്ടെ. വൽ യതലത്തഫ്, നാള് ശരിക്കും സൂക്ഷിക്കണം. വലായുസ്വരന്ന, ആരോടും പറയരുത്. ഇക്കും നിങ്ങളെപ്പറ്റി ആയതാ, ആരോടും മിണ്ടിപ്പോവുകയും ചെയ്യരുത് എന്നവർ പറഞ്ഞു. ഇന്നഹും, ഈ നാട്ടുകാര്, ഈ യദ്ഹറു അലൈക്കും, നിങ്ങളെപ്പറ്റി അറിയാൻ ഇടവന്നാൽ എറിജുമൂക്കും, നിങ്ങൾ എറിഞ്ഞു കൊല്ലും. അവ അല്ലെങ്കിൽ യുഈദുക്കും, തിരിച്ചു കൊണ്ടുവരും. ഈ മില്ലത്തെയും, അവരെ മതത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകും. ഫലൻ തുഫ്ലിഹു അബദ, പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയില്ലല്ലോ എന്നവർ പറഞ്ഞു. എന്താ പറഞ്ഞത്? അപ്രകാരം നാം അവരെ ഉറക്കിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. അപ്രകാരം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? നീണ്ട വർഷങ്ങളാണ്. ഖുർആൻ താഴെ പറയുന്നത് 300 വർഷങ്ങളാണ്. അതുകൊണ്ട് 300 വർഷം എന്ന് പറയാം. ആ 300 വർഷങ്ങൾ അവരങ്ങനെ ഉറങ്ങിക്കിടന്നിട്ട്, ഇങ്ങനെ ഉറക്കിക്കിടത്താൻ സാധിച്ച റബ്ബിന് അപ്രകാരം അവരെ ഉണർത്താനും സാധിച്ചു. ചുരുക്കാണ്. പിന്നെന്തുണ്ടായെന്ന് പറയുന്നില്ല, നാട്ടിലെന്ത് മാറ്റം ഉണ്ടായെന്ന് പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. ആ ഗുഹയിൽ 300 വർഷങ്ങൾക്ക് ശേഷം അവർ ഉണർന്നു, എഴുന്നേറ്റു. എന്ത് ചോദിക്കാൻ തുടങ്ങി? സ്വാഭാവികമാണ്, നമ്മളാണെങ്കിലും ചോദിക്കും, എത്ര നേരമായിട്ട് നമ്മൾ ഈ ഗുഹക്കൂടെ ഉറങ്ങാൻ? കുറെ നേരമായല്ലോ ഉറങ്ങുന്നത്. അപ്പൊ അവര് പറഞ്ഞു, ചിലര് പറഞ്ഞു, ഒരു ദിവസമായി ഉണ്ടാവില്ലേ നമ്മൾ ഉറങ്ങിയിട്ട്? ഒരു ദിവസം തന്നെ ആയില്ല, ഏതാനും മണിക്കൂറേ ആയിരുന്നു എന്ന് പറഞ്ഞു. ഏതായാലും ഇപ്പൊ നമ്മളേത് ഇറക്കി കണ്ട പടച്ചോൻക്കറിയാം എത്ര നേരം. ഏതായാലും വിശക്കുന്നുണ്ട്, പോയിട്ട് ആരെങ്കിലും പോയിട്ട് ഭക്ഷണം വാങ്ങിക്കൊണ്ട. നാണയതാ, വെള്ളി നാണയതാ, പോയി ഭക്ഷണം വാങ്ങിക്കൊണ്ടാകും. പോകുമ്പോ അവര് പറഞ്ഞു, സൂക്ഷിക്കണം, വളരെ സൂക്ഷിക്കണം. നമ്മളെപ്പറ്റി ആരോടും പറയരുത്. ആർക്കാ ഭക്ഷണം എന്ന് ചോദിച്ചാൽ ഗുഹയിൽ 4 ആളുടെ അങ്ങനെ പറഞ്ഞു പോരുത്, ആരോടും പറയരുത്. നമ്മളെപ്പറ്റി നാട്ടുകാർ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ എറിയവര് നമ്മളെ എറിഞ്ഞു കൊല്ലും. നമ്മൾ അവരടുത്ത് നിന്ന് വിട്ടുപോകുന്നതാ തൗഹീദിന് വേണ്ടിയിട്ട്, അതുകൊണ്ട് എറിഞ്ഞു കൊല്ലും. അല്ലെങ്കിൽ അവരെ മതത്തിലേക്ക് അവർ നമ്മളെ തിരിച്ചു കൊണ്ടുപോയി കളയും. അതുകൊണ്ട് സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം എന്ന് പറയുകയും ചെയ്തു. എന്താ ആയത്തുകൊണ്ട് കിട്ടാനുള്ളത്? ആ ഗുഹാവാസികളുടെ ചരിത്രത്തെപ്പറ്റി നമ്മുടെ കയ്യിൽ കുറെ കഥകളുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പടച്ചോൻ ഇത്രേ പറയുന്നുള്ളൂ, നമ്മളത്ര അനുസരിച്ച് സ്വീകരിച്ചാൽ മതി. അവരാ ഗുഹക്കുള്ളിൽ പോയി എന്ന് ഖുർആൻ പറഞ്ഞു. അങ്ങനെ അള്ളാഹു അവരെ ഉറക്കിയെന്ന് പറഞ്ഞു. അവർക്ക് കുറെ വർഷങ്ങളോടെ ഉറങ്ങിക്കിടക്കാൻ സാധിച്ചു. റുഖൂദ് എന്ന് ഖുർആൻ പറയുന്നത്, മരിച്ചിട്ടില്ല, ഉറങ്ങിക്കിടക്കാണെന്ന്.
അങ്ങനെ ഉറങ്ങാൻ സാധിച്ചു, അതിന് സംവിധാനം അള്ള ഒരുക്കിയിരുന്നു, അങ്ങനെ അവർക്ക് സുരക്ഷിതമായി അവിടെ കഴിയാൻ സാധിച്ചു. എന്നിട്ട് എന്തുണ്ടായി? പിന്നെ അവർ ഉണർന്നു. ഉണർന്നാലുണ്ടാകുന്ന ഭാവമാണ്. ആ എത്ര സമയം ഉറങ്ങി? അത് അല്പനേരമാണ്. അത് നമുക്കറിയാം. നന്നായി ഒരു 3-4 ദിവസം ഉറങ്ങി നിൽക്കുക, എന്നിട്ടാലും തോന്നുന്നു എപ്പം കിടന്ന മാതിരി തോന്നുള്ളൂ. ഉറക്കമില്ലാതെ കിടന്നാലോ രാത്രി നീണ്ടതായി തോന്നും ചെയ്യും. നല്ല ഉറക്കാണെങ്കിൽ ഇപ്പൊ അങ്ങ് കിടന്നിട്ടല്ലുള്ളൂ, അപ്പോഴേക്ക് നേരം വെളുത്തോന്ന് തോന്നും. ഇത് സ്വാഭാവികമാണ്. അതവർക്ക് തോന്നി. എത്ര ദിവസം? ഒരു ദിവസം ഇല്ലടോ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അവരൊരാളെ ഭക്ഷണം വാങ്ങിക്കാൻ വേണ്ടി പിന്നെ നഗരത്തിലേക്ക് പറഞ്ഞു. ഏതാണ് ഈ നഗരം? ഇവിടെ ആ നഗരത്തിന്റെ പട്ടണത്തിന്റെ പേര് കൂടാൻ പറഞ്ഞില്ല. നാണയം എന്നർത്ഥം വരുന്ന വരിപ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നാണയങ്ങളൊക്കെ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിന്റേതാണ് ഈ ചരിത്രം എന്ന് മനസ്സിലാക്കാം. ആ കാലഘട്ടത്തിൽ ഒരു സൂചനയും കൂടെ നൽകിയിട്ടില്ല ഇവിടെ ഇതുവരെ. കാലഘട്ടത്തിന്റെ മൂസാ നബി അലൈഹി സ്വലാമിന്റെ ജനതയിലാണോ ഈസാ നബി അലൈഹി സ്വലാമിന്റെ ജനതയിലാണോ ഒരു പരാമർശവും ഖുർആൻ നടത്തിയിട്ടില്ല. ഒന്നും പറഞ്ഞില്ല. നമുക്കോട്ട് മനസ്സിലാക്കാനും കഴിയില്ല. ഒരു നിവൃത്തിയില്ല. വൈബാണ്. പക്ഷെ ഖുർആന്റെ ഈ സൂചന കൊണ്ട് ഈ നാണയവുമായി പോകൂ എന്ന് പറഞ്ഞപ്പോൾ നാണയങ്ങളൊക്കെ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിന്റേതാണ് എന്ന് മനസ്സിലാകുന്നുണ്ട്. അപ്പൊ അതിനു മുമ്പുള്ളൊരു കാലഘട്ടത്തിലല്ല എന്ന് ഊഹിക്കാൻ പറ്റും. അത്ര മാത്രമേ ഉള്ളൂ. എന്നിട്ട് അയ്യുഹ അസ്കാ താമ, നല്ല ഭക്ഷണം എന്താണെന്ന് തെരഞ്ഞു നോക്കാൻ വേണ്ടി പറഞ്ഞു. അയാളെ പറഞ്ഞയക്കുകയും ചെയ്തു. എന്താ ആയത്തിൽ വേറെ കൂടുതൽ കിട്ടാനുള്ളത്? വേറെ കൂടുതലൊന്നും പറയാനില്ല. ഈ 300 വർഷങ്ങൾക്ക് ശേഷം, 300 എന്ന് പറയാൻ കാരണം അടുത്ത ആയത്തിലുണ്ട്, അതുകൊണ്ടാണ്. 300 വർഷങ്ങൾക്ക് ശേഷം അവർ ഉണർന്നു. ഉണർന്നപ്പോൾ അവർക്ക് ഭക്ഷണത്തിന് ആഗ്രഹമുണ്ടായി. ഭക്ഷണം വാങ്ങിക്കാൻ വേണ്ടി ഒരാളെ അവർ പട്ടണത്തിലേക്ക് പറഞ്ഞയച്ചു. പോകുന്നവരോട് പറഞ്ഞു, സൂക്ഷിക്കണം, ആരോടും പറയരുത്. അവർക്ക് മനസ്സിൽ അപ്പോഴും പേടിയുണ്ട്, തിരിച്ചാ പഴയ ശിർക്കിലേക്ക്, ജാഹിലിയത്തിലേക്ക് പോകേണ്ടി വരുമോ എന്ന ഭയം. ആ നാട്ടുകാർ കണ്ടാൽ തങ്ങളെ ദ്രോഹിക്കുമോ എന്ന ഭയം അവർക്കുണ്ടായിരുന്നു. ഇത്രമാത്രം ഖുർആൻ പറഞ്ഞു, അത്രമാത്രം നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുക. അതേ കാര്യത്തിലുള്ളൂ. ബാക്കി എന്തെങ്കിലും പറയുന്നുണ്ടോ? അടുത്ത ആയത്തിൽ നോക്കാം. അതിന് മുമ്പ് ഈ ആയത്തിൽ ആ വാക്കുകളിൽ ഏതാള് ബാസ എന്ന് പറഞ്ഞാല് ഉണർന്ന് എഴുന്നേൽപ്പിക്കുക എന്നാണ്. തസാല എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിച്ചു. ലബിസ എന്ന് പറഞ്ഞാൽ കഴിച്ചുകൂട്ടി, സമയം ചെലവഴിച്ചു നോക്കാം. ലബിസ് എന്ന് പറഞ്ഞാൽ എത്ര സമയം കഴിച്ചുകൂട്ടി എന്നാണ്. ലബിസ്ന യൗമൻ, ഒരു ദിവസം അല്ലെങ്കിൽ ദിവസത്തിൽ നിന്ന് അല്പം. എന്നിട്ട് അവർ പറഞ്ഞു റബ്ബുക്കും മാതും വിമാ ലബിസ്തും, നിങ്ങളെ രക്ഷിതാവ് എന്നൊക്കെ പറഞ്ഞാൽ തമ്മിൽ തന്നെയാണ് അവർ പറയുന്നത്. നിങ്ങൾ കഴിച്ചു കൂട്ടിയതിനെ പറ്റി റബ്ബിനെ അറിയാന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ അത് താഴെയും മേലെയും പറയും തർക്കിക്കണ്ടോ, പടച്ചോൻക്കറിയാം എത്ര നേരാണ്. ഏതായിരുന്നാലും വിശക്കുന്നുണ്ട്. അതാണ് സംസാരം. ഫബേസു അയക്കു അഹദക്കും, നിങ്ങളിത് ആളെ വരിക്കും. വരിക്ക് വെള്ളി നാണയമാണ്, വെള്ളിക്കാണ് പറയാം. ആദിഹി ഇലൽ മദീന ഫൽ എല്ലൂർ, അയാൾ നോക്കട്ടെ അയ്യുഹ അസ്കാ തആമൻ, നല്ല ആഹാരം ഏതാണെന്ന്. അസ്കാ തആം, സക്കിയായ ഭക്ഷണം, നല്ല ഭക്ഷണം ഏതാണെന്ന് അയാൾ നോക്കട്ടെ. എന്നിട്ട് ഫൽ യേത്തിക്കും ബിരിസ്കി മിന്നു, അതിൽ നിന്ന് ആഹാരം കൊണ്ടുവരട്ടെ അയാള്. ഒരാൾ പോയിട്ട് ഭക്ഷണം വാങ്ങിക്കൊണ്ട് വാ. വല്യ തലത്തഫ എന്ന് പറഞ്ഞാൽ കരുതലോടെ ഇരിക്കുക, സൂക്ഷ്മത കാണിക്കുക, ശ്രദ്ധിക്കുക എന്നൊക്കെയാണ്. അപ്പൊ നമുക്ക് ആ രംഗം മനസ്സിലായാൽ തന്നെ ആ വാക്കിന്റെ അർത്ഥം കിട്ടും. പോകുമ്പോ ശ്രദ്ധിക്കണേ, കരുതണേ, സൂക്ഷിക്കണേ എന്നൊക്കെ പറയുന്ന ആ ശൈലി. അതാണ് വല്യ തലത്തഫ്, സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. വലാ യുസ്ഇറന്ന, അവൻ പറഞ്ഞു കൊടുക്കരുത്, ഈ പോകുന്ന ആള് പറഞ്ഞു കൊടുക്കരുത്, ബിക്കും നിങ്ങളെപ്പറ്റി, അഹദ ആരോടും. സൂക്ഷിക്കണം, നമ്മെപ്പറ്റി ആരോടും പറയരുതേ എന്ന്. ഇന്നഹും, അവർ, ആ നാട്ടുകാർ, ഈ എൽഹറു അലൈക്കും, നിങ്ങളെപ്പറ്റി അവർക്ക് മനസ്സിലായാൽ, വെളിവായാൽ, ലഹറ മനസ്സിലായാൽ, എർജുമൂക്കും, റജമ എന്ന് പറഞ്ഞാൽ എറിയാന്ന, എറിഞ്ഞു കൊല്ല, അവർ നിങ്ങളെ എറിഞ്ഞു കൊല്ലും. അല്ലെങ്കിൽ യുഈദൂക്കും, നിങ്ങളെ തിരിച്ചു കൊണ്ടുവരും, ഫീ മില്ലത്തിഹിം, അവരുടെ മതത്തിലേക്ക്. അങ്ങനെയാണെങ്കിൽ വലം തുഫ്ലിഹു, നിങ്ങൾ ഒരിക്കലും വിജയിക്കില്ലല്ലോ ഇതൻ, എങ്കിൽ അബദ, ഒരിക്കലും വിജയിക്കാൻ കഴിയില്ലല്ലോ. വീണ്ടും നമ്മൾ ശിർക്ക് ചെയ്യാൻ തുടങ്ങിയ പിന്നെ നമ്മളെന്തിനാ ഇവരെ കഷ്ടപ്പെട്ടത് എന്നവർ പറയുകയും ചെയ്തു. അപ്പൊ ആ കഥയുടെ ഒഴുക്കിൽ അത്രയേ ഉള്ളൂ. അങ്ങനെ അവർ കഥ ചുരുക്കാണ്. ഖുർആൻ എന്തുണ്ടായെന്ന് വെച്ചാൽ ഉണർന്നു. നമുക്കതിൽ പഠിക്കാനുള്ള പാഠം എന്താ, മനസ്സിലാക്കാനുള്ള ഭാഗം എന്താ? നേരത്തെ പറഞ്ഞ മാതിരി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യം സംസാരിക്കുന്ന രീതി കണിശമാണ്, വ്യക്തമാണ്. ഒരു സംശയമുള്ള രീതിയിലല്ല, അള്ളാന്റെ വഹിയാണെന്നുള്ള വ്യക്തമാണ് ആ രീതി. പിന്നെ നമ്മളെ ശ്രദ്ധ പോയി നിൽക്കേണ്ട ഭാഗം ഇവിടെയാണ്. എവിടെ? വൽയതലത്തഫ് വലാ യുസ്ഇറന്ന ബിക്കും അഹദാണ്. സൂക്ഷിക്കണം, ആരും നിങ്ങളെപ്പറ്റി നമ്മെപ്പറ്റി നിങ്ങൾ ആരോടും പറയാൻ ഇടവരരുത്. ഇത്
വിശ്വാസികൾക്കുണ്ടാവേണ്ട സ്വഭാവ രീതികളും ശ്രദ്ധകളെ പറ്റിയാണല്ലോ മക്കയിലെ ആ ജനങ്ങൾക്ക് ഈ ആയത്തുകൊണ്ട് പഠിപ്പിക്കാനുള്ള ആയത്തിറങ്ങുന്ന കാലത്ത്. ഒരു കഥ കേട്ട് രസിപ്പിക്കാനല്ലല്ലോ, കഥ കേട്ട് ആവേശം നൽകാനും കഥ നൽകിയിട്ട് സ്ഥിരപ്പെടുത്തി നിർത്താനുമാണ്. സംഭവം സാഹചര്യം മറക്കരുത്. ഹിജ്റക്ക് തൊട്ട് മുമ്പുള്ള ഏതാനും വർഷങ്ങൾക്കുള്ളിലെ സമയത്ത് അബൂ താലിബും ഖദീജ റളിയല്ലാഹു അൻഹയും കൂടി മരണപ്പെട്ട് കഴിഞ്ഞൊരു സാഹചര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും സ്വന്തം സുരക്ഷിതത്വം പോലും ഇല്ലാതിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ആയത്തുകൾ അവതരിക്കുന്നത്. അപ്പോ ആ വിശ്വാസികൾക്ക് മനസ്സിന് ഉറപ്പ് കിട്ടണം, ആവേശം ലഭിക്കണം, മടുപ്പ് തോന്നരുതായിരിക്കും. അതിനുവേണ്ടിയായി ആയത്തിറങ്ങുന്നത്. അത് ഇതുകൊണ്ട് ലഭിച്ചു. അതിന് ആ ചരിത്രം പറഞ്ഞതിനാ. അവിടെ ഈ പാഠങ്ങൾ ശ്രദ്ധിക്കുക. ഏത്? തലത്തഫ്, സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം, ആരോടും പറയരുത്. ഇത് ഖുർആൻ പഠിപ്പിച്ചൊരു പാഠമാണ്. ഈ ഒരു ജാഗ്രത, ഈ ഒരു ശ്രദ്ധ, അതിന്റെ പത്രം നിങ്ങൾ പറയാനും നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾ വെറുതെ ആലോചിച്ച് നോക്കൂ. നമുക്ക് പലപ്പോഴും ഇല്ലാത്തൊരു കാര്യമാണ്. ഒരു സമൂഹമായി ജീവിക്കുന്ന മുസ്ലിങ്ങളായ നമുക്ക് ഒരു സൂക്ഷ്മതയും ശ്രദ്ധയും നമ്മുടെ കാര്യത്തിൽ വേണം എന്ന് പറഞ്ഞാൽ അത് പഠിപ്പിച്ചുണ്ടാക്കിയിട്ട് വേണമല്ലോ. നമ്മൾ പറയാറ് നമ്മൾ മുസ്ലിങ്ങളല്ലേ, പിന്നെന്താ എല്ലാവരും പറഞ്ഞാല് അങ്ങനെയല്ല ഉമർ ഖത്താബ് ചെയ്തത് എന്നാ. വേഗം ഉമർ ഖത്താബിനെ കൂടെ കൂട്ടും ചെയ്യും നമ്മളത് പറയാൻ. എന്നാ ഉമർ ഖത്താബിന്റെ ധൈര്യം തന്നെയുടെ ബാക്കി കാര്യത്തിലുണ്ടോ? അതിന് വേറെ ആരെയും നോക്കും വേണം. ഇവിടെ ഉമർ ഖത്താബിനെ കൂട്ടുന്ന ആ ഉമർ ഖത്താബ് കാണിച്ചത് ബാക്കി എല്ലായിടത്തും കാണിക്കാൻ പറ്റുമോ? അവിടെ കാണിക്കാനില്ല എന്ന് നമ്മൾ പറയുകയും ചെയ്യും. ഇത് വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ രീതി സ്വീകരിച്ചിട്ടുണ്ട്. പരസ്യപ്പെടുത്തുന്ന ചില സന്ദർഭങ്ങളുണ്ട്, അത് പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. സൂക്ഷിക്കേണ്ട സന്ദർഭങ്ങളുണ്ട്, ആ നേരം ജാഗ്രത കാണിച്ചിട്ടുമുണ്ട്. വഹി വന്നു ആദ്യകാലത്ത്. അന്ന് സഫാ കുന്നിന്റെ മുകളിൽ കയറിയില്ലല്ലോ, കയറിയില്ല. ഇഖ്റ ബിസ്മി വന്ന് നേരെ പോയിട്ട് സഫാ കുന്നിന്റെ മുകളിൽ കയറിയത് തനിക്ക് ഏറ്റവും വിശ്വസ്തരായ ആളുകളടുത്ത് പോയിട്ട് പറഞ്ഞു, അബൂബക്കർ ഒരു കാര്യം പറയാനാ ഞാൻ വന്നത്. ഞാനിങ്ങനെ ഹിറയിലിരിക്കുമ്പോ എന്റെ അടുത്ത് മലക്ക് വന്നിട്ട് നിനക്ക് ചൊല്ലിത്തന്നു. പിന്നെ ഞാൻ ഇറങ്ങിപ്പോരുമ്പോ മലക്കിനെ ഞാൻ അങ്ങനെ മേലെ എന്നോട് പറഞ്ഞു, നീ റസൂലാണ്, ഈ എഴുതാനും വായിക്കാനും അറിയാത്ത ജനതയിലേക്ക് അയക്കപ്പെട്ട ദൂതനാണ് താൻ എന്നൊക്കെ പറയും ചെയ്തു. എനിക്കത് ഉറപ്പാ. നിങ്ങളെന്ത് പറയുന്നു? ഞാനത് അംഗീകരിക്കുന്നു. കാരണം ഈ മനുഷ്യന്റെ ആകെയുള്ള കൂട്ടുകാരനാ അബൂബക്കർ സിദ്ദീഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബിക്ക് ഏറ്റവും വിശ്വസ്തനായ കൂട്ടുകാരൻ. അതുകൊണ്ടാണ് നബി അദ്ദേഹത്തിന്റെ അടുത്ത് പോയി പറഞ്ഞത്, സമാധാനം, താങ്കളത് അംഗീകരിക്കുന്നില്ലേ? ആ, ഞാനത് അംഗീകരിക്കും, എനിക്ക് ആ ഒരു സംശയമില്ല. എങ്കിൽ നിങ്ങൾ അടുത്ത കൂട്ടുകാരോട് നിങ്ങളിത് പറയാം. ഇതാ രീതി. ആ മക്ക ഉറങ്ങുക, മക്കയിൽ സാധാരണ ജീവിതം സുഖമായി നടക്കുന്നു. ഒരു കുട്ടി അറിയുന്നില്ല വഹി വന്ന വിവരം, ഒരു കുട്ടി അറിയുന്നില്ല ജിബ്രീൽ വന്ന വിവരം, ഒരു കുട്ടി അറിയുന്നില്ല ഒരു പ്രവാചകന്റെ രംഗപ്രവേശം. എത്ര സമയമെടുത്തു അത് കണിശമായി പറയാൻ വയ്യ. ഏതായിരുന്നാലും കുറെ മാസങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങൾ കാത്തിരുന്നിട്ടുണ്ട്. സഫയുടെ കുന്നിൻ മുകളിൽ കയറിയിട്ട് ഞാൻ പ്രവാചകനാണെന്ന് പ്രഖ്യാപിക്കും. അപ്പോഴേക്ക് തബ്ബല്ലക്കൻ അബൂലഹബ് പറഞ്ഞെങ്കിലും ഈ പ്രവാചകന്റെ അനുയായികളായ ഒരു ഗ്രൂപ്പ് അവിടെ ഉണ്ട്, പുറത്തേക്ക് പറയാത്ത. അത് ഉണ്ടാക്കിയതിന്റെ ശേഷം പറഞ്ഞത്. ഞാൻ കുറ്റപ്പെടുത്തില്ല. നമ്മുടെ നാട്ടിൽ കാണുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. നമുക്ക് ഏതെങ്കിലും ഖുർആൻ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന വിശ്വാസങ്ങളോ ആചാരങ്ങളോ തെറ്റാന്ന് ബോധ്യപ്പെട്ട നമുക്കത് വേഗം പരസ്യപ്പെടുത്തണമെന്നാണ് നമ്മുടെ പ്രവണത ഉണ്ടാവാറ്. നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ വേണ്ടപ്പെട്ടവരിൽ, നമ്മുടെ ബന്ധുക്കളിൽ ആ കാര്യം പറഞ്ഞവരെ ബോധ്യപ്പെടുത്തിയിട്ട് ഇതാണ് നേര്, നമ്മളെ നാട്ടുകാരെ ചെയ്യുന്ന ഇതൊക്കെ ശിർക്കാണ്, ഇത് ദീനിന് യോജിക്കുന്നതല്ല എന്ന് നമ്മളെ അംഗീകരിക്കുന്ന, നാം പറഞ്ഞാൽ വിശ്വസിക്കുന്ന ഒരു ഗ്രൂപ്പ് ആളുകൾ ഉണ്ടാവില്ല അവിടെ. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ട് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണ്ടേ? ഇത് സംഭവിക്കുന്നത് എന്താ? നാട്ടുകാരെ മുഴുവൻ നമ്മൾ പറഞ്ഞു മാറ്റും. നമ്മളെ വെട്ടിയോളും കുട്ടിയോളും ബാക്കിയുള്ളവരൊക്കെ വേറെ കൊലത്തിലുണ്ടാവും അല്ലേ? എന്താ ഇത് വരുന്നത്? ഈ പഠിപ്പിക്കപ്പെട്ട ജാഗ്രത, സൂക്ഷ്മത പാലിക്കപ്പെടാതെ പോകുന്നുണ്ടാണ്. ഒരു പ്രദേശം ഒരാൾക്കാരെ കുറ്റപ്പെടുത്തിയതല്ല ഞാൻ, നമ്മളിങ്ങനെ പൊതുവെ വിലയിരുത്തിയാൽ കാണുന്ന പലരോടും പറയാറുണ്ട്, പരസ്യപ്പെടുത്താറായില്ല. ഒരു മൗലവിയെ കൊണ്ടുവന്ന് പ്രസംഗിക്കുക, നാട്ടുകാരോട് വിവരം പറയാൻ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, അതൊരു പ്രയാസമുള്ള കാര്യമല്ല. നമ്മൾ ഈ കാര്യം മനസ്സിലാക്കിയാൽ അത് സാവധാനത്തിൽ ആളുകൾക്ക് ചിന്തിക്കാവുന്ന പിരിമുറുക്കം വന്നു കഴിഞ്ഞാൽ നടക്കൂല, പരസ്പരം വാശി വന്നാൽ നടക്കൂല. അതിനു മുമ്പ് സാവകാശത്തിൽ ആളുകളെ തലയിൽ ഇത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. എപ്പോഴും സത്യം വിജയിക്കാനുള്ള ഒരു മാർഗം അതാണ്. നിങ്ങളറിയും, പല സഹാബികളോടും അവർ സഹാബികളാണെന്നുള്ള കാര്യം പുറത്തു പറയേണ്ടെന്ന പ്രവാചകന്റെ നിർദ്ദേശം. ആ മഹാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാത്തൊരു ബുദ്ധിയാണ്. നിങ്ങളറിയോ, അർക്കമിനോട് ഒരിക്കലും, അർക്കം ഒരു മുസ്ലിമാണെന്ന് ആളുകൾക്ക് അറിയില്ലല്ലോ. അർക്കമിന്റെ വീടാ സഹാബികളുടെ കേന്ദ്രം, ആദ്യത്തെ നബിയുടെ കേന്ദ്രം. പക്ഷെ അർക്കം ഒരു സഹാബിയാണെന്ന കാര്യം മക്കക്കാർക്ക് അറിയില്ല. അറിഞ്ഞിരുന്നെങ്കിൽ അവർ ആ വീട് തല്ലിപ്പൊളിക്കുമായിരുന്നു.
യാസിറിന്റെ കുടുംബം വീട് നശിപ്പിച്ച ഇവർക്ക് അർക്കമിന്റെ വീട് നശിപ്പിക്കാത്ര ബുദ്ധിമുട്ട്. പക്ഷെ എന്തേ അർക്കമിന്റെ വീട് അവർക്ക് ബാക്കിയായി കിട്ടിയത്? അർക്കം പുറത്തേക്ക് മുസ്ലിമേ അല്ല. അർക്കം പുറത്തേക്ക് മുസ്ലിം എന്ന അർക്കമിനോട് ഈ മുസ്ലിമാന്ന് പുറത്ത് പറയാനും പറഞ്ഞില്ല. അങ്ങനെ അടക്കാൻ പറഞ്ഞു. ഇയാൾ പുറത്തേക്ക് സാധാരണ അർക്കം ആ വീട്, ഇയാൾ മുസ്ലിമാണ്, ആ വീട്ടിലാണ് ഈ സഹാബികളും കൂടി രാത്രി എത്തിപ്പെടുന്നത്, സമ്മേളിക്കുന്നത് ആ വീടാ. ആർക്കം ഒരിക്കലും പരസ്യമായിട്ട് പറഞ്ഞില്ല. മാത്രമല്ല ആർക്കം ഒരു പാവപ്പെട്ട ഒരു മനുഷ്യന് 10-16 വയസ്സേ അന്ന് ആ മനുഷ്യനുള്ളൂ. ആർക്കം അള്ളാഹുവിന് അന്ന് അത്രേ വയസ്സുള്ളൂ. അദ്ദേഹത്തിന് അത്രേ വയസ്സുള്ളൂല്ലോ. ഒരു കാര്യപ്പെട്ട പ്രമാണിയുടെയും പ്രധാനിയുടെ വീടുമല്ല തെരഞ്ഞെടുത്തത്. അതാണ് ഈ ആൾക്കാർ നോക്കും. ഇവർക്ക് എന്താ അയാളെ വീട്ടിൽ എന്നും ഇങ്ങനെ നോക്കും. ആർക്കമിന് ആർക്കും വേണ്ടാത്ത ഒരാൾ, ആരും പരിഗണിക്കാത്തൊരു പയ്യൻ, അതിന്റെ ചെറിയ കുടിലുണ്ട് സഫാ കുന്നിന്റെ മറവില്. അവിടേക്ക് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ എത്തിപ്പെട്ടാൽ മതി. ആ കോലത്തിലാ അതാ വീട് തെരഞ്ഞെടുത്തത്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ വേണ്ടി വാളെടുത്ത് പോയ സന്ദർഭമുണ്ടല്ലോ. നമ്മൾ എവിടെയെന്ന് ചോദിച്ചിട്ട് ഞാൻ കൊല്ലുന്നൊക്കെ പറഞ്ഞു പോയ ഒന്നുണ്ടല്ലോ മുസ്ലിം സമയത്ത്. അദ്ദേഹത്തെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടുന്ന അംർ ബിൻ ഉയൈനാണെന്ന് തോന്നുന്നു, സാഹിബിന്റെ പേര് ഓർക്കുന്നില്ല. ആ സഹാബി അദ്ദേഹം ഉമറിനോട് പറയുന്നുണ്ടല്ലോ, എവിടുക്കാ പോണിരിക്കുന്നത്. അപ്പൊ അയാൾ പറയുന്നത്, ഞാൻ മുഹമ്മദിനെ കൊല്ലം എവിടെ എനിക്ക് മുഹമ്മദിനെ കാണിച്ചിട്ടുണ്ടാകും. അപ്പൊ ഈ സഹാബി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറയുന്നുണ്ടല്ലോ, മുഹമ്മദിനെ കൊല്ലാൻ നിൽക്കട്ടെ, സ്വന്തം പെങ്ങളെ കാര്യമായിക്കോട്ടെ. ഈ സഹാബി പെങ്ങളെ കൊല്ലാൻ വേണ്ടി പറഞ്ഞെടുത്തതാ. ഈ മനുഷ്യന്റെ പോക്ക് നേരെ നബിന്റെ അടുത്തേക്കാണെങ്കിൽ അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തിരിച്ചുവിട്ടത് അയാൾ ഇങ്ങോട്ട്. ഇയാൾ സഹാബി റളിയല്ലാഹു അൻഹു, അയാൾ സഹാബിയായിരുന്നു, വിശ്വാസം പരസ്യപ്പെടുത്താത്ത സഹാബിയാ. അയാൾ വഴി പോയി പിടിച്ചതാ ഉമറിനെ, തന്ത്രപരമായി പിടിച്ചതാ. പിടിക്കാന്ന് പറഞ്ഞാൽ ഉമറിന്റെ ഈ ദേഷ്യം പിടിച്ച പോക്കിന്റെ ഇടയിൽ ഈ പോക്ക് നേരെ നബിന്റെ അടുത്തേക്ക് എത്തിയാൽ എന്തായിരിക്കുമെന്ന് ആലോചിച്ചിട്ട് ആ മനുഷ്യനാളെ ശ്രദ്ധ തിരിച്ചു വിട്ടതാ. ഇത് നിൽക്കൂല, ചൂട് തണുക്കൂല, ഇങ്ങോട്ട് പോയിക്കോട്ടെ എന്നറിയാ. അങ്ങോട്ട് തിരിച്ചു വിട്ടു. അയാൾ സഹാബിയാണെന്ന്, പക്ഷെ അയാൾ സഹാബിയാണെന്ന് ഉമറിന് അറിയില്ല. അറിയെങ്കിൽ അയാളെ വർത്താനോട്ട് ഉമർ കേൾക്കൂല. അയാൾ സഹാബിയാന്ന് ഉമറിന് അറിയാമെങ്കിൽ അയാൾ വർത്താനം ഉമർ കേൾക്കൂല. അയാൾ ഒടുക്കാവുമെന്ന്. പക്ഷെ അത് അയാളെ പരസ്യപ്പെടുത്തിയില്ലായിരുന്നു. ഇങ്ങനെ നടക്കും മക്കയില് അയാൾ സഹാബിയെന്ന് ആർക്കും അറിയില്ല. അയാൾ പറഞ്ഞു, എവിടുക്കാ ഈ പോണ്? അപ്പൊ ഇതൊരു കാഫറ പറഞ്ഞാൽ ഇയാളെ വിചാരം. അതുകൊണ്ട് ഉമറെ സ്വീകരിച്ചത്. അന്റെ പെങ്ങളെ നോക്കണ്ടേ ഈ ആ വീട്ടിൽ ചെന്നപ്പോ അവസ്ഥ അറിയോ? ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ഈ അവരെ വീട്ടിൽ ഖുർആൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അതാണ് നബി എടുത്തൊരു തീരുമാനം. സഹാബികളെ രഹസ്യമായിട്ട് ആൾക്കാരെ വീട്ടിലേക്ക് പറഞ്ഞേക്കും, ഒരു ഖുർആൻ ഓതി പഠിപ്പിക്കുക. വീട്ടിൽ പോരുന്നത് ആരും അറിയില്ല. അത് രഹസ്യമായ വിപ്ലവം. അതാണ് ആ സമയത്ത് ഖബ്ബാബ് ഉമറിന്റെ ഈ ദേഷ്യം പിടിച്ച വരവിലും കൂടി കണ്ടപ്പോ ഖബ്ബാബ് ഒളിച്ചു. ഹബ്ബാബ് അവിടെ അങ്ങനെ നേരെ നിൽക്കുകയാണ്. ഈ മനുഷ്യന്റെ വികാരം അപ്പൊ ഹബ്ബാബിന് നേരാവും. അതുകൊണ്ട് ഇയാൾ ഒളിച്ചു. ഒരു രസകരമായിട്ട് ഒളിച്ചു. ഒളിച്ചിട്ട് ഇവരെ അടിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്ത് അവസാനം ഖുർആൻ കേട്ടപ്പോൾ ഖുർആൻ കേൾക്കാൻ വേണ്ടി എല്ലാം കൂടി വന്നതിന് ശേഷമാണ് ഹബ്ബാബ് പുറത്തു. ഈ ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഇനി എവിടെ മുഹമ്മദ്? അപ്പോഴും അറിയില്ല നബിന്റെ സങ്കേതം എവിടെയാണെന്ന് ഇവർക്ക്. രഹസ്യമാണ്. തലത്തുഫ്. വളരെ ചുരുക്കം ആളുകൾക്കേ അറിയോ ഇവർ അർക്കമിന്റെ വീട്ടിൽ സമ്മേളിക്കുന്നുണ്ട്. അതാരോടും പരസ്യമാക്കാതെ ചെയ്തിരിക്കുന്നത്. ഞാൻ ഇതിങ്ങനെ പറഞ്ഞെന്തിനാന്ന് ചോദിച്ചാൽ, ഇത് നമ്മുടെ തലയിൽ ഉണ്ടാവേണ്ട ഒരു ബോധമാണ്. എന്ന്, എപ്പോഴേ, എവിടെ, അത് നിങ്ങൾ ആലോചിക്കുക. സൂക്ഷിക്കുകയും ശ്രദ്ധ കാണിക്കുകയും ചെയ്യേണ്ട ഒരുപാട് സമയങ്ങൾ നമ്മുടെ നാട്ടിൽ, നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. വിശ്വാസികളാണ് നമ്മൾ. ആ നിലക്ക് ആ ഒരു ബോധവും ശ്രദ്ധയും നമ്മുടെ ഭാഗത്തുണ്ടാവണം. അപ്പോ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ആ പരസ്യ പ്രസ്താവനയൊക്കെ നമ്മൾ പ്രകീർത്തിക്കാറുണ്ടല്ലോ. അതിനൊരു സമയമുണ്ട്. ഇത് രണ്ടും തിരിച്ചറിയാതെ പോകുന്നതാ ബുദ്ധിമുട്ട്. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു നിർബന്ധിതനായ ഒരു സമയത്ത് കുഫറിന്റെ കലിമത്ത് ചൊല്ലിയില്ലേ? അതുകൊണ്ട് രക്ഷപ്പെട്ടത് അല്ലേ? അതുകൊണ്ട് രക്ഷപ്പെട്ടു. അത് പ്രകീർത്തിക്കപ്പെട്ടില്ലേ ഖുർആനിൽ? ഇല്ലാ മൻ ഉക്രിഹ ഖൽബുഹു മുത്മഇന്നുൻ ബിൽ ഈമാൻ. വിശ്വാസം ഉറച്ചുകൊണ്ട് നിർബന്ധിതനായി കുഫറിന്റെ കലിമത്ത് ചൊല്ലിയാൽ ഭയപ്പെടണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ ആയത്തിറക്കിയിട്ട് ഖുർആൻ അംഗീകരിച്ചു. ഇപ്പുറത്തെ ചിത്രം മിണ്ടിയിൽ അഹദെന്നല്ലാതെ ബിലാൽ റളിയല്ലാഹു അൻഹു, അത് വേറെ ചിത്രം. രണ്ടിനെയും പ്രകീർത്തിച്ചിരിക്കുന്നു. ബിലാൽ കഫറിന്റെ കലിമത്ത് പറഞ്ഞേ ഇല്ല. അത് അതിന്റെ സന്ദർഭം അതാണ്. അതുകൊണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞേ ഇല്ല. അമ്മാർ ബിൻ യാസിറിന് ജീവൻ ബാക്കി ലഭിക്കേണ്ടത് ആവശ്യമുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യം അവിടെ നടക്കുന്നത്. ആ നേരം കുഫറിന്റെ കലിമത്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടണം. അതുകൊണ്ട് അദ്ദേഹം കുഫറിന്റെ കലിമത്ത് പറഞ്ഞത് ശ്ലാഘിക്കുകയും ചെയ്തു. ഇത് രണ്ടും ശരിയാ. ഒരു സമയത്ത് ബിലാൽ ചെയ്ത പോലെ ചെയ്തുവിടൂ എന്ന് പറഞ്ഞ് മരിക്കാൻ കിടന്നു കൊടുക്കരുത്. എന്നാൽ അമ്മാർ ബിൻ യാസിർ കുഫറിന്റെ കലിമത്ത് പറഞ്ഞില്ല, ഞാൻ വേഗം പറഞ്ഞോളാന്ന് വിചാരിച്ചിട്ട് നാരായണ പറയാൻ മെനക്കെടും ചെയ്യരുത്. രണ്ടിന്റെ സന്ദർഭം വിവേചിച്ചറിയാനുള്ള ബുദ്ധിയും തന്റേടവും ഖുർആനിലൂടെ വിശ്വാസത്തിലൂടെ ആർജിക്കണം. അതാ വേണ്ടത്. ദാനധർമ്മങ്ങൾ പരസ്യപ്പെടുത്താൻ പാടുണ്ടോ? ദാനധർമ്മങ്ങൾ രഹസ്യമായി ചെയ്യാനായിട്ടും പോരിച്ച സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗം. ദാനധർമ്മങ്ങൾ പരസ്യമായി ചെയ്താൽ എത്ര നല്ലതാണിത്. ആളുകൾ പരമായിട്ട് പറയും, ഇതിനെ കൊടുത്തേ പറഞ്ഞേ എന്തോ മഹാപരാധം ചെയ്ത മാതിരിയാ. ഖുർആൻ വൈൻ തുബ്ദു സദഖാത്തി ഫനിഅമാഹിയ,
ദാനങ്ങൾ നിങ്ങൾ പരസ്യമാക്കിക്കോളൂ, അതെത്ര നല്ലതാണ്. അത് പരസ്യമാക്കി സാധുക്കൾക്ക് കൊടുക്കുകയാണെങ്കിൽ അത് നല്ലതാ. എന്താ ഈ രണ്ടും നല്ലതാ? ചിലപ്പോഴിതൊരു പരസ്യപ്പെടുത്തൽ ആവശ്യമുണ്ടാവും. കൊടുക്കണം എന്ന് പറയില്ലാതെ ഒന്നും കൊടുക്കാത്ത ജാതിയാ ഇവന് എന്ന് പറയും ആളുകള്. എടോ ഞാൻ അത്ര കൊടുത്തിട്ടുണ്ട്, എന്നിട്ടാണ് എന്നോട് കൊടുക്കാൻ പറയുന്നത്. അത് പറയണം. ഇയാൾ കൊടുത്താൽ ബാക്കിയുള്ളവർ കൊടുക്കും, അതാണ്. എങ്കിൽ പരസ്യമായി കൊടുക്കണം. ഈ കൊടുക്കപ്പെടുന്ന വ്യക്തിക്ക് ഈ പരസ്യം വിഷമകരവും പ്രയാസകരവുമായി തീരുന്നുവെങ്കിൽ അത് രഹസ്യമാക്കി കൊടുക്കണം. വേറെ വരണ്ട. ഇത് രണ്ടുമുണ്ട്. ഒരാൾ മുസ്ലിമായി വന്നാൽ ഈ എവിടുന്നാണ് മുസ്ലിമായി അതിന്റെ ഷഹാദ കൊണ്ടാ എന്ന് പറയേണ്ട ആവശ്യമില്ല. അയാൾ നമ്മൾ അംഗീകരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹാദത്തിന് വേണ്ടി വന്നാൽ ഈ മുസ്ലിമായത് എപ്പോഴാണ് എന്തിനാന്ന് ചോദ്യം ചെയ്യലൊന്നുമില്ല. എന്നാൽ സൂറത്തുൽ മുംതഹിനയിൽ കാണാം, ഹിജറയ്ക്ക് ശേഷം അക്രമത്തിന് ശേഷം ഇനി ആരെങ്കിലും മുസ്ലിങ്ങളായി വന്നാൽ പരീക്ഷിക്കണം. ഫംതഹിനുഹുന്ന, അല്ല പെണ്ണുങ്ങൾ ഹിജറ ചെയ്ത് വന്നാൽ പെണ്ണുങ്ങൾ ഇസ്ലാമിക്ക് വന്നല്ലേ ഞാൻ സ്വീകരിക്കരുത്, പരീക്ഷിക്കണം, ചോദിക്കണോ. അതാ പറഞ്ഞിരിക്കുന്നത്. എല്ലാം ഇങ്ങനെ തന്നെ. ഏത് കാര്യവും രണ്ടും ഉണ്ട്. ഏത് ഇപ്പൊ ഒരു മുസ്ലിമായ ഒരാൾ വന്ന അയാളെ പരീക്ഷിക്കണോ? അയാൾ പറഞ്ഞു വിശ്വസിക്കണം. എന്നാല് ചില സമയത്ത് ചില ആളുകൾ കടന്നു വന്നിട്ട് ഇസ്ലാം ഞാൻ മുസ്ലിമായിട്ടുണ്ട്, നമ്മളെന്തൊരു പ്രധാനപ്പെട്ട കാര്യം മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടൊരു വിഷയം നാട്ടിൽ നിന്ന് നടക്കുക. ആ സമയത്ത് ഒരാളെ ഞാൻ ഇസ്ലാമിക്ക് വന്നത് ഞാൻ ഓലൊക്കെ വെറുത്തിട്ട് എനിക്ക് പോലെ വെറുപ്പാവില്ല, എന്ത് ജാതിയാണ് അവർ അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും കൂടി പറഞ്ഞിട്ട് ആണ് ജാതിക്കാരനോ മേലെ ജാതിക്കാരനോ മുസ്ലിം സമൂഹത്തിലേക്ക് കൂട്ടത്തിലേക്ക് വന്നാൽ പള്ളിയിൽ വന്നാൽ സൂക്ഷിക്കണം മനുഷ്യനെ, ശ്രദ്ധിക്കണം മനുഷ്യനെ, സ്ഥലത്ത് ശ്രദ്ധിക്കണോ. ഓന്റെ കൽബൊന്നും പൊളിച്ചു നോക്കാൻ എന്നോട് പറഞ്ഞിട്ടില്ല, ശരിയാ. പക്ഷെ കൽബ് പൊളിച്ചു നോക്കാൻ പറഞ്ഞില്ലെങ്കിലും അവരെ പറ്റി ശ്രദ്ധിക്കണത് ഖുർആൻ ആയത്തുണ്ട്. അതിന് ആ സമയത്ത് ശ്രദ്ധിക്കണത്. സാധാരണ മരങ്ങളൊന്നും മുറിക്കാൻ പാടില്ല, യുദ്ധമാണെങ്കിൽ പോലും. മറ്റേ യഹൂദികളുമായുള്ള യുദ്ധത്തിന്റെ സമയത്ത് സൂറത്തുൽ ഹശ്റിന്റെ ഭാഗത്ത് ഹശ്റത്താണല്ലോ, അത് മുറിക്കാൻ വേണ്ടി കൽപ്പിച്ചു. രണ്ട് സന്ദർഭം. ഇത് തെറ്റിദ്ധരിക്കരുത്. തജസ്സുസ്, ഒരാളെ പറ്റി ഗൂഢാന്വേഷണം നടത്തുക, ഒരാളുടെ രഹസ്യങ്ങൾ എന്താ അന്വേഷിക്കുക, അത് പാടില്ലാത്ത കാര്യമാണ്. അള്ളാഹ് തൗക്കലാക്കി വിടണം. എന്നാല് നമ്മൾ ഏതൊരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, ശത്രുക്കളായ ആളുകൾ, അവരുടെ നീക്കങ്ങളും സന്ദർഭങ്ങളും എന്താണെന്ന് അറിയണം. അതിന് തജസ്സുസ് പാടില്ലേ? തജസ്സുസ് അല്ല, അത് ചെയ്യേണ്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ആളുകളെ മക്കയിൽ വിവരങ്ങൾ അറിയാൻ പറഞ്ഞയച്ചത്? നിങ്ങൾ അവിടെ അങ്ങനെ മരുഭൂമിയിൽ ആടിനെ നോക്കണം, ഒരു ഒട്ടകത്തെ നോക്കണം, അവരൊക്കെ നടക്കണം. മക്കയിൽ വല്ല സംഭവം ഉണ്ടെങ്കിൽ വിവരം അറിയിച്ചുകൊണ്ടിരണം. നമ്മളെ നാട്ടിൽ അങ്ങനെ ആരെയും പറഞ്ഞേച്ച് നോക്കൂ. എന്തിനാങ്ങൾ അള്ളാഹ് തവക്കുലാക്കി ഇങ്ങനെ മലയിരുന്നാ പോരെന്ന്, അല്ലേ? പ്രകടനങ്ങൾ, ശക്തി പ്രകടനങ്ങൾ സാധാരണഗതിയിൽ ആവശ്യമില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കാണിക്കേണ്ട സമയത്ത് കാണിച്ചില്ലേ? നിങ്ങൾക്കറിയാം, മക്ക ഫതഹിന്റെ സമയത്ത് മക്ക ജയിച്ചെടുക്കാൻ വേണ്ടി പോയ സമയത്ത് രാത്രി സമയത്ത് ഭക്ഷണം ഉണ്ടാക്കാൻ നേരത്തെ സഹാബിനോട് പറഞ്ഞു, എല്ലാവരും കൂടി റൊട്ടി ചൂടാൻ വേണ്ടി ഒരു സ്ഥലത്ത് അടുപ്പുണ്ടാക്കല്ലേ, നീണ്ടുണ്ടാക്കുക അടുപ്പ് പല ഭാഗത്തയച്ച്. എല്ലാവരും കൂടി ഒരു വട്ടത്തിൽ അടുപ്പിടുണ്ടാക്കിയിട്ടിരിക്കരുത്. രാത്രി തീ ചൂടുന്നത് റൊട്ടി ഉണ്ടാക്കാൻ വേണ്ടി തീ ഉണ്ടാക്കുന്നത് നീണ്ട ഭാഗത്തായിരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ചെയ്തോളൂ, അവരങ്ങനെ ചെയ്തു. അബൂ സുഫിയാനും കൂട്ടരും കൂടി രാത്രി വന്നിട്ട് ഇങ്ങനെ പാളി നോക്കിയിട്ട് ഇവരെത്ര ആളുണ്ട് നോക്കാൻ വേണ്ടി വന്നപ്പം നന്നായിട്ട് തീയ ഒരുപാട്. അപ്പോൾ പറഞ്ഞു, ഒരു തീയിന്റെ അടുത്ത് 10 ആൾ കണക്കൂട്ടിയാൽ ഏതാണ്ട് ഇത്ര ആളുണ്ട്, വലിയൊരു സൈന്യമായിട്ടാ വന്നിരിക്കുന്നത്. നബിന്റെ അടുത്ത് ആകത്തിരി സൈന്യമുള്ളൂ. നബി മക്കൾ യുദ്ധം നടക്കരുതെന്നാണ് വിചാരിക്കുന്നത്. അത് തന്ത്രമാണത്. നമ്മളൊരു കൗമിനോട് ഇങ്ങനെ പോയി നോക്ക്, ഇങ്ങനെ പറഞ്ഞു നോക്ക്, ആ അള്ളാന്റെ വിധി പോലെ വരും, നമ്മൾ ഇവിടെ തന്നെ ഇരിക്കാന്ന് അറിയില്ലേ? ഇതാണ് ഈ വിവേചേതനമാണ് ഖുർആന്റെ പാഠങ്ങൾ കൊണ്ട് ലഭിക്കേണ്ടത്. ഇത് രണ്ടും പറഞ്ഞ സന്ദർഭങ്ങളുണ്ട്. എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെയുണ്ട്. ആ എല്ലാ കാര്യങ്ങളും ചീത്ത വിളിക്കാൻ പാടില്ല. സാധാരണ ശത്രുക്കളായ ആളുകളെ ചീത്ത വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ ഖുർആൻ അബൂലഹബിനെ ചീത്ത വിളിച്ചിട്ടുണ്ട്. നന്ന സുന്ദരമായിട്ട് ചീത്ത വിളിച്ചു. തബ്ബത് യദാ അബീ ലഹബിൻ. കൊടുക്കേണ്ടവന് കൊടുത്തു, എല്ലാത്തവരും ഒട്ടും ചെയ്തു. രണ്ടും ഖുർആനല്ലേ? അബൂലഹബിനെ പിടിച്ചിട്ട് ശരിക്കൊന്ന് കശക്കി വേറെ ആർക്കും പിന്നെ ലഹബ് പറയാൻ തോന്നിയിട്ടുമില്ല, തബ്ബത്ത് പറയാൻ തോന്നില്ലല്ലോ. ആ കൊടുക്കേണ്ടവനത് കൊടുത്തപ്പോ ഇത് വർഷവന്റെ കലാമയെ തേണേനും ഇവരെല്ലാം കൂടി ഓടി നടക്കുകയും ചെയ്ത് ആകെ നാണക്കേടാണല്ലോ. വേറെ ആർക്കും ഒന്നും പറയാൻ തോന്നില്ല. ഞാൻ ആ ജാതി പിതൊരിക്കലും പറഞ്ഞില്ല. രഹസ്യമായിട്ട് ദ്രോഹങ്ങളും മറ്റ് ശല്യങ്ങളൊക്കെ ഉണ്ടാക്കിയപ്പോഴും അബൂലഹബിനെ പോലത്തെ ഒരു പ്രതികരണം നടത്താൻ വേറെ ആരും തയ്യാറായില്ലല്ലോ. പേടിച്ചു. അവർ തബ്ബത്ത് കേട്ടപ്പോഴേക്ക് പേടിച്ചു. കൊടുക്കേണ്ടവർ കൊടുത്തു. പറയുന്നതുകൊണ്ടുള്ള പ്രയോജനം ഈ കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ചെയ്യേണ്ടതാണ്. ഇനി നമ്മൾ പറഞ്ഞത് തലത്തുഫ്, ഇതാവശ്യമാണ്. ഇപ്പോ നമ്മുടെ സ്ഥലത്ത് ഒരു പള്ളി ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചു നിൽക്കാം. നമ്മളെ നാട്ടില് അത് വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ്. പലർക്കും അത് പല നിലക്കും ഉടക്കുണ്ടാക്കാം, പല നിലക്കും പ്രയാസങ്ങൾ ഉണ്ടാക്കാം. ഞങ്ങൾ പള്ളി ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. മുസ്ലിങ്ങളെ ഞാൻ പറഞ്ഞു, വിഭാഗം നടത്തണം. മുസ്ലിങ്ങൾ ഒന്നായിരം പരസ്യപ്പെടുത്തി ചണ്ടൊട്ടി പാടേണ്ടതല്ല. അതിന്റെ പണികളൊക്കെ അത് രഹസ്യമായി നടക്കണം. വളരെ ജാഗ്രതയോടുകൂടി, വളരെ സൂക്ഷ്മതയോടുകൂടി നടക്കണം. എല്ലാ പേപ്പർ വർക്കുകളും ബാക്കിയൊക്കെ റെഡിയായതിനു ശേഷം മാത്രം ഇത് അന്ന സ്ഥലത്ത് പള്ളി വരുന്നു. അത്രേ വരാൻ പാടുള്ളൂ, അത്രേ ഉണ്ടാവാൻ പാടുള്ളൂ. നമ്മളൊരു പള്ളിക്ക് വേണ്ടി സ്ഥലം ചോദിച്ചാൽ ചിലപ്പോൾ ചില വർഗീയവാദികളായ സ്ഥലങ്ങൾ 1 ഇഞ്ച് സ്ഥലം പോലും തരില്ല. അന്നേരം ഇതിനാ പള്ളിക്ക ഹക്കേ ഞാൻ പറയുള്ളൂ, പള്ളിക്ക അങ്ങനല്ല. തലത്തുഫ
പല ആവശ്യങ്ങളുണ്ട്, പല കാര്യങ്ങളുണ്ട്. അതിന് അത്ര നമ്മൾ പറയണം, കള്ളം പറയണമെന്നല്ല, സൂക്ഷ്മതയോടുകൂടി ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ തലത്വഫ് ജീവിതത്തിൽ ആവശ്യമാണ് എന്ന് പഠിക്കുക. ഇവർക്കതുണ്ടായിരുന്നു. ഇനി ചിലപ്പോഴൊക്കെ വിശ്വാസത്തിന്റെ ഭാഗങ്ങൾ മറച്ചുവെക്കാൻ വരെ തയ്യാറായി കൊടുത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിനെ ഞാൻ ആവശ്യമൊക്കെ നബി വെറുതെ പറഞ്ഞൊന്നുമല്ല. ആ സൂക്ഷ്മതയും ശ്രദ്ധയും ആവശ്യമായതുകൊണ്ടാണ്, ആ സൂക്ഷ്മതയും ശ്രദ്ധയും ജീവിതത്തിൽ കാണിച്ചുകൊണ്ടാണ് ആപത്തുകൾ അധികം വരാതെ, പരാജയം വരാതെ, പിന്നോക്കം വന്നില്ലല്ലോ. സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തൊരു തീരുമാനം പരാജയപ്പെട്ടിട്ട് 5 കൊല്ലം വിശ്രമിക്കേണ്ടി വന്നൊരു സന്ദർഭം നബിക്കുണ്ടായില്ലല്ലോ. ഓരോ തീരുമാനവും മെച്ചമായിരുന്നു, മുന്നോട്ട് പോകാനും കഴിഞ്ഞത് ഈ സൂക്ഷ്മത കൊണ്ടായിരുന്നു. അതാണ് ഇവരെ പറഞ്ഞത്. വളരെ സൂക്ഷ്മമായിട്ടാണ് അവരെ കാര്യങ്ങൾ ചെയ്തത്, ആ നീക്കങ്ങൾ ചെയ്തത്. ഇത് നമ്മളെ സ്ത്രീകളെ പഠിപ്പിക്കണം. പിന്നെ നിങ്ങൾ എവിടുന്നാ വരുന്നത്? ഞാനൊരു കാര്യത്തിന് പോയതാ, 37 ആരെയും അറിയിക്കോ? എല്ലാ നാട്ടുകാരും അറിയാൻ പാടില്ലാത്തവരെ. കുട്ടികൾക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞ കുട്ടികളെല്ലാവരും നമ്മളൊരു ഒരു പ്രത്യേക സമൂഹത്തിന്റെ ആളുകളാണ്. നമുക്ക് നമ്മളുടേതായ രഹസ്യങ്ങളും ശ്രദ്ധകളും ഉണ്ടാവണം, സൂക്ഷ്മത ഉണ്ടാവണം. മറ്റുള്ളവരെ പോലെയല്ല. അതുകൊണ്ട് കേട്ടതൊക്കെ പുറത്ത് പറയാൻ പാടില്ല, സൂക്ഷ്മതയും ശ്രദ്ധയും ഉണ്ടാവണം എന്നൊരു ബോധം ഈ സമൂഹത്തിൽ ഒന്നായിട്ട് വളർത്തിണ്ടാക്കി നോക്കൂ. പറ്റിക്കാൻ കഴിയില്ല, ചതിക്കാൻ കഴിയില്ല, ദ്രോഹിക്കാനും കഴിയില്ല. ഇവരൊക്കെ ആ ബോധത്തിൽ ശ്രദ്ധാലുക്കളുമായിരിക്കുകയും ചെയ്യും, കാര്യങ്ങൾ അറിയിച്ചു തരികയും ചെയ്യും. ബാക്കി അവരെ പേടി നോക്കൂ. യർജുമുക്കും യോയുദുക്കും ഫി മില്ലത്തിഹിം വലം തുഫ്ലിഹു ഇദൻ അബദാ. എറിഞ്ഞു കൊല്ലാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അവരെ ദീനിലേക്ക് തിരിച്ചു കൊണ്ടുപോകും. പിന്നെ നമ്മൾ രക്ഷപ്പെടില്ലല്ലോ, വിജയിക്കൂലല്ലോ. തൗഹീദിൽ നിന്ന് രക്ഷപ്പെട്ട മനുഷ്യന്മാര് ജീവിതാന്ത്യം വരെ തീരുമാനിക്കേണ്ട ഒരു തീരുമാനമാണ് എന്ത്? യോയുദുക്കും ഫി മില്ലത്തിഹിം എന്ന് പറഞ്ഞ ഈ ആശയം. നമ്മുടെ നാട്ടിലുള്ള മുസ്ലിങ്ങളായ മറ്റാളുകൾ വേറെ മില്ലത്തിലാണ് എന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്, വേറെ മില്ലത്തിലാണ് അർത്ഥമില്ല. പക്ഷേ നമുക്കൊരു സമയത്ത് തൗഹീദ് എന്താന്ന് മനസ്സിലായി, ശിർക്ക് എന്താന്ന് മനസ്സിലായി, മുമ്പ് ചെയ്തിരുന്ന പലതും ശിർക്കാന്ന് മനസ്സിലായി. നമ്മൾ തിരിച്ചു വന്നാൽ പിന്നെയും നാം ആ ശിർക്കിന്റെ സമ്മർദ്ദത്തിലേക്ക് വെളിപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങോട്ട് തലവെച്ച് കൊടുക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഇത് ഓർമ്മിക്കണം നമ്മൾ. സലാസത്തുൻ വജദ ഹലാവത്തിൽ ഈമാൻ എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 ആളുകളെ പറ്റി വിശ്വാസത്തിന്റെ മാധുര്യം നുകർന്നവരാണെന്ന് പറഞ്ഞു. ഈമാന്റെ മധുരം നുകർന്നവരാണ്. അതൊരു ആധാരം എന്നറിയോ? ഇനി ഒരിക്കലെങ്കിലും ശിർക്ക് ചെയ്തതിനെ പറ്റി ഭയപ്പെടുക. ഞാൻ ശിർക്ക് ചെയ്ത ഒരാളായി മാറുമോ പടച്ച തമ്പുരാനെ എന്ന് ഭയപ്പെടുക. ആ ഒരു ഭയപ്പാടുള്ള മനുഷ്യന്മാരില്ലേ, അവർ ഈമാന്റെ വിശ്വാസത്തിന്റെ മാധുര്യം നുകർന്നവരാണ്. അപ്പോ എപ്പോഴും നമ്മളിഞ്ഞ് വന്നില്ലേ, ഇനി നമ്മളങ്ങോട്ട് പോകില്ലെന്നല്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥന എന്താ അറിയോ? വജ്ദുബിന്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. എന്നെയും എന്റെ സന്തതികളെയും വിഗ്രഹാരാധനയിൽ നിന്ന് മാറ്റി നിർത്തണേ. ഞാൻ ഈ ഇബ്രാഹിം ജീവിതാന്ത്യം വരെ ഒരു വിഗ്രഹത്തിന് തലകുനിക്കുന്ന ഒരു ഘട്ടം സംഭവിക്കരുത്. പ്രവാചകന്റെ പ്രാർത്ഥന ഇത്. എന്റെ മക്കളും അത്തരമൊരു ഗതികേടിൽ ഉണ്ടാവരുത്. ഇതൊരു വലിയ പാടാണ്. പടച്ചോനെ മരിക്കുന്നതിനിടയ്ക്ക് ഞാൻ ശിർക്ക് ചെയ്തു പോകുന്നൊരു സന്ദർഭം ഉണ്ടാവരുതേ റബ്ബേ, എന്റെ സന്തതികളും അങ്ങനെ ചെയ്യുന്നൊരു ഘട്ടം വരരുത് എന്ന സൂക്ഷ്മത. ഇവരെ സൂക്ഷ്മം നോക്കൂ നിങ്ങൾ. അതാണ് ആ സമൂഹത്തിന് നൽകിയ പാഠം. ബാക്കി വകദാലിക, അപ്രകാരം അഅ്സർന അലൈഹിം, അവരെ നാം കാണിച്ചു കൊടുത്തു. അഅ്സർന, കാണിച്ചു കൊടുക്കുക, വിവരം കൊടുക്കുക എന്നൊക്കെയാണ് അഅ്സറ. പല സാധനങ്ങൾ എവിടെയെങ്കിലൊക്കെ പോയി വീണ് കിട്ടിയ സൂറ് കണ്ടു കിട്ടുക, കണ്ടിട്ട് അതിനൊക്കെ പറയും. വീണ് കിട്ടിയ സാധനത്തിൽ ഇഷ്ടാന്ന് പറയും. പെട്ടെന്ന് യാദൃശ്യമൊക്കെ കാണുന്നതിന് അസ്റ എന്ന് പറയാം. വകദാലിക, അപ്രകാരം അഅ്സർന അലൈഹിം, നാം അവരെ കാണിച്ചു കൊടുത്തു. അത്ര കഴിഞ്ഞു, അവിടെ കഴിഞ്ഞു ആ സംഭവം. ഇരിക്കട്ടെ, അവിടെ ഇരിക്കട്ടെ. ഖുർആൻ ആ ചരിത്ര വിശദീകരണം അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ അവരെക്കുറിച്ച് ആ നാട്ടുകാരറിഞ്ഞു. എങ്ങനെ? നേരത്തെ പറഞ്ഞു നിർത്തിയത് ഒരാളെ വെള്ളി നാണയവുമായി ഭക്ഷണ സാധനം വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞയക്കുന്ന രംഗം വരെ പറഞ്ഞു നിർത്തിയിട്ട് പിന്നെ ഖുർആൻ പറയുന്നത് ഇങ്ങനെ അവരെ ആ നാട്ടുകാർക്ക് കാണിച്ചു കൊടുത്തു. അത്ര പറഞ്ഞാൽ ഏതാൾക്കും മനസ്സിലാവും ഈ മനുഷ്യൻ ഈ നാണയവുമായി പുറത്തു പോയിട്ടുണ്ടാവണം. വളരെ കാലം പഴക്കമുള്ളൊരു നാണയമാണ് ഇയാളുടെ കയ്യിലുണ്ടാവുക. അതിപ്പോ ഖുർആൻ പറയേണ്ടയില്ല. അത് കള്ളവുമല്ല, ഊഹം തെറ്റാവില്ല. ഇയാളുടെ കയ്യിലുള്ളത് 300 കൊല്ലം മുമ്പത്തൊരു നാണയമാണ്. ആ നാണയമായിട്ട് ആ നാട്ടിൽ അങ്ങാടി പോയിട്ട് ഇയാൾ ഭക്ഷണസാധനം വാങ്ങിച്ചിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ട് ആളുകൾ അത്ഭുതപ്പെട്ടിട്ടുണ്ടാവും. ഇയാൾ വളരെ ശാന്തനായിട്ട് നോക്കും, നിങ്ങൾ എന്തിനാ എന്നെ കളിയാക്കണത്? കാരണം ഞാൻ ശരിക്കുള്ള നാണയമാണ് ഇയാൾ കൊടുക്കുന്നത്. ഇയാൾക്ക് 300 കൊല്ലം ഉറങ്ങിയ ഓർമ്മയില്ലല്ലോ. അപ്പോ നാട്ടുകാർ ഇയാളെ കളിയാക്കുന്നുണ്ടാവും. ഇയാൾ ഏത് നാട്ടുകാരനാ പഴയ നാണയറ്റ് വന്നിരിക്കുന്നു?
പഴയ നാണയോ, ഞാൻ ഇന്നലെയും കൂടി ഇതുകൊണ്ട് സാധനം വാങ്ങിയതല്ലേ എന്ന് അയാൾ പറഞ്ഞിട്ടുണ്ടാവും. ഖുർആന്റെ അപ്പുറം കിടക്കല്ല ഞാൻ, സാധ്യതകൾ, ആ ഊഹം തെറ്റല്ല. അയാൾ പറഞ്ഞിട്ടുണ്ടാവും ഞാൻ ഇന്നലെയും കൂടി ഇത് വാങ്ങിച്ചതാണല്ലോ. ഇന്നലെയോ, ആരെ കടയിൽ നിന്ന്, എവിടുന്ന്? ആ സംസാരം അവസാനം രഹസ്യം വെളിപ്പെടുന്ന എത്തിയിട്ടുണ്ടാവും. അത് ഏത് മനുഷ്യനും തെറ്റാതെ ഊഹിക്കാൻ കഴിയുന്ന മനസ്സിലാക്കാവുന്ന ഒരു കാര്യം. അതുകൊണ്ട് റബ്ബ് ഈ ഒരു 3 പദം കൊണ്ട് ആ സംഭവം എന്നായിരിക്കും. അക്കദാലിക്ക, ഇപ്രകാരം അസർനാന്, ഇവരുടെ കാര്യം വിളിച്ചിട്ടായി. ഇനി ഇവർക്ക് എന്ത് സംഭവിച്ചു? ഇവരെപ്പോഴാണ് മരിച്ചത്? ഇവർ എത്ര കാലം ജീവിച്ചു? ഖുർആൻ മൗനമാണ്, ഒന്നും പറയുന്നില്ല. ഇവർ അപ്പൊ തന്നെ മരിച്ചോ? ഈ ആളുകൾ ഇവരെ തെരഞ്ഞ് ഇവിടെ കടയിൽ പിന്നെ ഗുഹയിൽ വന്നിരുന്നോ? അവർക്ക് തമ്മിൽ കാണാൻ കഴിഞ്ഞിരുന്നോ? ബാക്കി ഒരു സംഭവങ്ങളും ഒരു വിശദീകരണങ്ങളും ഖുർആനിലില്ല. ശ്രദ്ധിച്ചു നിങ്ങള്? അതായത് ഈ ആളുകൾക്ക് പിന്നീട് എന്ത് സംഭവിച്ചു? നിങ്ങളെന്താ കേട്ടത്? നേരത്തെ ആ ആളുകള് അധികം താമസിക്കുന്നതിന് മുമ്പ് തന്നെ മരിച്ചുപോയി എന്നെല്ലാം കൂടിയാണ്. എപ്പോഴാണ് അവർ മരിച്ചതെന്ന് ഖുർആൻ പറയുന്നില്ല. ആ ആളുകൾ പിന്നീട് ഇവരുമായി സംസാരിച്ചിരുന്നോ എന്ന് വ്യക്തമല്ല, എന്തുണ്ടായി എന്ന് വ്യക്തമല്ല, ഒന്നും ഖുർആൻ പറഞ്ഞില്ല. നമ്മൾ എന്ത് ചെയ്യാനാ? നമുക്കൊന്നും ഏറെ പറയാൻ നിവൃത്തിയില്ല. ആ പറഞ്ഞെടുത്ത് നിർത്തുക, അത്ര തന്നെ. കാരണം നിങ്ങൾ താഴേക്ക് ഓതാത്ത എന്താന്ന് വെച്ചാൽ താഴെ എവിടെയത് പറയുന്നില്ല, അതുകൊണ്ടാ. കദാലിക അസർന അലൈഹി എന്ന് പറയുന്ന അവിടെ കൊണ്ടത് അവസാനിച്ചിരിക്കുന്നു, ഇനിയൊന്നും പറയുന്നില്ല. അതെന്താ അങ്ങനെ അള്ളാഹു അവിടെ കൊണ്ടേ നിർത്തിയത്? അതാണല്ലോ അതിന്റെ രസവും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ചരിത്രത്തിന്റെ പാഠങ്ങൾ മുഴുവൻ, ഒരു കഥയുടെ പാഠങ്ങൾ മുഴുവൻ ഉൾക്കൊള്ളാൻ കഴിയുക, എന്നിട്ട് വല്ലാത്തൊരു അനുഭവത്തിൽ കൊണ്ടുപോയി ആ ആളുകളെ കൊണ്ടുപോയി നിർത്തുക, അവിടെ നിർത്താൻ വേണ്ടി പറയുകയും ചെയ്ത അതാ വർണ്ണനയുടെ സുഖം അതാണ്. അതെന്നെ ഖുർആൻ ചെയ്ത്. എന്നിട്ട് ഒരാൾ ആ നാണയമായി അങ്ങ് പറഞ്ഞയച്ചു. അങ്ങനെ അവരെപ്പറ്റി ആ നാട്ടുകാർക്ക് അറിയിച്ചു കൊടുത്തു. ഹലാസ്, ഇത്രയേ ഉള്ളൂ ഗുഹാവാസികളെ സംഭവം, ഇതിനപ്പുറമൊന്നുമില്ല. ബാക്കി നമ്മൾ കേട്ടതൊക്കെ ക്രിസ്ത്യാനികളായ ആളുകളും മറ്റുള്ളവരും പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്ന കഥകൾ നമ്മുടെ പൂർവികന്മാരായ പലരും ഗ്രന്ഥങ്ങളിൽ പകർത്തി എഴുതുകയും പ്രചരിപ്പിക്കുകയും ചെയ്തപ്പോൾ ഉണ്ടായ ധാരണകൾ മാത്രമാണ്. ഒന്നിനും വേറെ അടിസ്ഥാനപരമായിട്ട് ഖുർആനോ ഹദീസോ കാണിക്കാനില്ല. നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ? ഈ ഖുർആൻ പറഞ്ഞ് ഈ നിർത്തിയതിനപ്പുറമായി നാം കേട്ടതൊക്കെ ഖുർആനല്ല, ഹദീസല്ല, സഹാബികളുടെ അഭിപ്രായങ്ങളാണോ? അതുപോലുമല്ല. പിന്നെ മറ്റ് സമൂഹങ്ങളിൽ പ്രചാരത്തിലുണ്ടായിരുന്ന പലതും പകർത്തി എഴുതിയ കൂട്ടത്തിൽ ഈ സംഭവങ്ങളും ഗ്രന്ഥങ്ങളിൽ പകർത്തി എഴുതി. ചില തഫ്സീറുകളിലൊക്കെ അതങ്ങനെ ആവർത്തിക്കപ്പെട്ടു വന്നതാണ്. വ്യക്തമുണ്ടല്ലോ? അതായത് ആ ആളുകൾ അവർക്ക് തിരിച്ചറിഞ്ഞു, അത് മനസ്സിലായി. പിന്നീട് എന്തുണ്ടായി, ആളുകൾക്ക് എത്ര കാലം ഇവർ ജീവിച്ചു, എപ്പോഴാണ് മരിച്ചത്, അവ്യക്തമാണ്. ഒരു കാര്യം കൂടി, ആ ഉണർന്നു വന്ന 300 കൊല്ലത്തിന് ശേഷമുള്ള സമയം ആ നാട്ടിലെ ഭരണാധികാരികൾ ഏത് വിധത്തിലുള്ളതായിരുന്നു? ഖുർആനൊന്നും പറയുന്നില്ല. ഞാൻ അങ്ങനെ നിർത്തിപ്പോകുന്നെന്താണെന്നറിയോ? നിങ്ങൾ കേട്ടിട്ടുള്ളത്, പറഞ്ഞു വരാറുള്ളത്, അപ്പോഴേക്ക് ആ നാട്ടിൽ ഒരു തൗഹീദിന്റെ ഭരണാധികാരി വന്നിരുന്നു, യഥാർത്ഥ വിശ്വാസികളായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഖുർആൻ അങ്ങനെ യാതൊന്നും നടത്തുന്നില്ല. ഞാനെന്ത് ചെയ്യാനാ? അതിനപ്പുറം പറയാൻ നിർത്തില്ല. ഖുർആൻ ആ കാലഘട്ടത്തിൽ ഇവർ ഉണർന്നു വന്ന 300 വർഷങ്ങൾക്ക് ശേഷം അവർ ഉണർന്നു വന്നപ്പോ ആ നാട്ടിലെ ഭരണാധികാരികൾ മാറിയിരുന്നെന്നോ, അവർ നല്ലവരായിരുന്നെന്നോ, ആ പ്രദേശത്തുള്ളവരൊക്കെ മുസ്ലിങ്ങളായി മാറുന്നു, ഒന്നും ഖുർആൻ പറയുന്നില്ല. ഖുർആൻ പറയുന്നത് ഇങ്ങനെ ഇവർ പുറത്തു പോയപ്പോഴാണ് ഇവരെ പറ്റി നാട്ടുകാർ അറിയാൻ ഇടവന്നത്, അത്ര പറയുന്നു. ബാക്കി ലിയഅലം, അവർക്കറിയാൻ വേണ്ടി, അന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, അള്ളാഹുവിന്റെ വാഗ്ദാനം സത്യമാണെന്ന്, വാനസാ, ലോകാവസാനം, ലാ റൈബ ഫിഹ, അതിൽ യാതൊരു സംശയമില്ലാന്ന്. സാ വാച്ച് എന്നൊക്കെ സമയം എന്നൊക്കെ അർത്ഥം വരുന്ന സാഹത്തിന് ലോകാവസാനം എന്നർത്ഥമുണ്ട്. അന്നസാ ലാ റൈബ ഫിഹ. ഇനി എന്താ പടച്ചോൻ ചെയ്തെന്ന് പറഞ്ഞാല്, ഈ സംഭവം പറഞ്ഞുകൊണ്ട് കിട്ടേണ്ട ഗുണപാഠം എന്താണ്, പ്രയോജനം എന്താണ്? ഈ ഗുഹാവാസികളെ ചരിത്രം, ഈ സംഭവം കൊണ്ട് എന്ത് പ്രയോജനം ലഭിച്ചു ലോകത്ത്? 2 കാര്യങ്ങളാണ്. ഒന്ന്, അള്ളാഹുവിന്റെ വാഗ്ദാനങ്ങൾ സത്യമാണെന്ന് നാട്ടുകാർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. മറ്റൊന്ന്, ലോകാവസാനം അതുണ്ടാവുമെന്ന കാര്യം ഉറപ്പാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഇത് തെളിയിക്കലേ ആവശ്യമുള്ളൂ. അതിനാ ലോകത്തിങ്ങനെ സംഭവം ഉണ്ടാക്കിയത്. ആ ആവശ്യം നടന്നു കഴിഞ്ഞിരിക്കുന്നു. ലിയഅലമു, അറിയാൻ വേണ്ടി, അന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, അള്ളാഹുവിന്റെ വാഗ്ദാനം സത്യമാണെന്ന്, വഅന്നസാ ലാ റൈബ ഫിഹ, ലോകാവസാനം അതിൽ സംശയമില്ല എന്നും. ആർക്കറിയാൻ വേണ്ടി? അവർക്കറിയാൻ വേണ്ടി ഖുർആൻ പറഞ്ഞുള്ളൂ. ആർക്കറിയാൻ വേണ്ടി? ഖുർആൻ ഇത്ര പറഞ്ഞുള്ളൂ. ഇപ്രകാരം അവരെക്കുറിച്ച് നാം അവർക്ക് അറിവ് നൽകി. ഓക്കെ, ഇവരെ കള്ളി വെളിച്ചത്തായി, രഹസ്യം വെളിച്ചത്തായി.
പിന്നെ പറയുന്നത് അള്ളാഹുവിന്റെ വാഗ്ദാനം സത്യമാണെന്ന് അവർ അറിയാൻ വേണ്ടി, ലോകാവസാനം സംഭവിക്കും സംശയമില്ല എന്നറിയാൻ വേണ്ടി. ആർക്കറിയാൻ വേണ്ടി? ഈ രണ്ടു കൂട്ടർക്കും അറിയാൻ വേണ്ടി. ആർക്ക്? ഗുഹാവാസികൾക്കും അറിഞ്ഞു, അതുപോലെ തന്നെ ആ നാട്ടുകാർക്കും അറിഞ്ഞു. അറിയാൻ വേണ്ടി എന്ന് പറയുമ്പോൾ രണ്ടു കൂട്ടരെയും കൂട്ടുക. എങ്ങനെ? ഗുഹാവാസികൾക്ക് എങ്ങനെ മനസ്സിലാവുക? അവരെടുത്ത് നോക്കൂ, ഇവരിങ്ങനെ ഇരുന്ന് പറഞ്ഞിട്ടുണ്ടാവും, നേടാ നമ്മൾ 300 കൊല്ലമായി ഉറങ്ങിയില്ലേ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ നമ്മളോട് പറഞ്ഞിരുന്ന വാഗ്ദാനമുണ്ട്. എന്താണ് ആ വാഗ്ദാനം? അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ മെനക്കെട്ടാല് അള്ളാഹുവിന്റെ രക്ഷയും സഹായവും ഈ ദുനിയാവിലും ആഖിറത്തിലും ഉണ്ടാവും. ദുനിയാവിൽ ആ രക്ഷ നമ്മൾ കണ്ടല്ലോ, ആഖിറത്തിൽ ആ രക്ഷ ഏതായിരുന്നാലും ഉണ്ടാവുമല്ലോ. അവർക്ക് ഉറപ്പായി. അന്ന വഅദുല്ലാഹി ഹഖ്ഖുൻ, റബ്ബിന്റെ വാഗ്ദാനം സത്യ. ഈ ദുനിയാവിലും കാത്തല്ലോ നമ്മളെ. ശിർക്ക് ചെയ്യുന്ന, ശിർക്കിന് നിർബന്ധിക്കുന്ന ഒരു ഭരണാധികാരിയുടെ ചുറ്റുപാടിൽ നിന്ന് റബ്ബ് നമ്മളെ കാത്തു സംരക്ഷിച്ചു. മരിച്ചിട്ടില്ലല്ലോ നമ്മൾ അള്ളാഹു രക്ഷപ്പെടുത്തി അത്ഭുതകരമായി. അപ്പൊ ഈ ദുനിയാവിൽ ആ രക്ഷ നൽകിയ റബ്ബ് ആഖിറത്തിലും ആ രക്ഷ നൽകും. അള്ളാഹിന്റെ വാഗ്ദാനം ഉറപ്പാ. ഇത്രകാലം ഉറങ്ങിക്കിടന്നിട്ട് നമുക്ക് തോന്നിയതിപ്പോ എന്താ? ഒരു ദിവസേറ്റം ഉറങ്ങിയെന്നാ തോന്നിയതില്ലേ? അക്കണക്കിന് ലോകാവസാനം ഉണ്ടാവും. പിന്നെ മനുഷ്യരെ വിളിച്ചുണർത്തും. ഉറക്കുമ്പോഴും ആളുകൾക്ക് തോന്നുക ഇന്നലെ ഉറങ്ങിയ മാതിരി ആൾക്കാർക്ക് തോന്നുള്ളൂ. അങ്ങനെയല്ലേ പറയാറ് ഖുർആൻ? ആ കാര്യം സത്യമാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. അത് ഉറപ്പല്ലേ? നമ്മളിപ്പോ അല്ലാഹു കൊണ്ട് ഉറങ്ങിയിട്ട് 300-400 കൊല്ലം കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നിട്ട് നമ്മളോട് പരലോകത്ത് മുഴുവൻ പറയണ്ട, പരാന്ന് പറഞ്ഞാൽ തന്നെ പറയും സത്യമാണ് ഉണ്ടാവും. അല്ലേ? ഉറപ്പല്ലേ? അങ്ങനെ അവർക്ക് ഉറപ്പായി. അള്ളാഹുവിന്റെ വാഗ്ദാനങ്ങൾ, സഹായത്തിന്റെ വാഗ്ദാനങ്ങൾ സത്യമാണ്, ലോകാവസാനം ഉറപ്പാണെന്ന് അവർക്ക് ഉറപ്പായി. ആ നാട്ടുകാർക്കും ഉറപ്പായി. എന്താ നാട്ടുകാർക്ക് ഉറപ്പ്? റബ്ബ് പറഞ്ഞ വാഗ്ദാനം കണ്ടില്ലേ? അന്ന് ആ കാലത്ത് രക്ഷപ്പെട്ട ആൾക്കാരാ അവരെ പടച്ചോൻ കാത്തത് കണ്ടില്ലേ? ഈ ആദ്യ മനുഷ്യന്മാരെ നമ്മളരികത്ത് നമ്മളാരുടെയും ശല്യമേൽക്കാതെ 100-300 വർഷം ഉറക്കിക്കിടത്താൻ സാധിച്ച പടച്ച തമ്പുരാന്, അതും ശരീരത്തിനൊന്നൊരു കേടും വരുത്താതെ ഉറക്കിക്കിടത്താൻ സാധിച്ച തമ്പുരാന് ആരും ഭക്ഷണം വെള്ളം കൊണ്ടേ കൊടുത്തിട്ടില്ലല്ലോ. അങ്ങനെ കിടന്ന ഈ ആളുകളെ രണ്ടാമത് ജീവനുള്ളവരാക്കി എഴുന്നേറ്റ് വരുന്നൊരു സാഹചര്യം ഉണ്ടാക്കിയല്ലോ, ആരോഗ്യമുള്ളവരാക്കിയിട്ട്. ഇതിന് സാധിക്കുന്ന റബ്ബിന് മരിച്ചുപോയ മനുഷ്യന്മാരെ ജീവിപ്പിക്കാന്ന് പറഞ്ഞ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ എന്ന് ആളുകൾക്ക് ബോധ്യപ്പെടാൻ സാധിച്ചു. അപ്പൊ ആ സംഭവം കൊണ്ട് കിട്ടിയ പ്രയോജനം അതാണ്. അതിന്റെ അലയൊലി, സ്വാധീനം, സമയം നിർത്താം, അതിന്റെ അലയൊലി കുറെ വർഷങ്ങളോളം നിലനിന്നിട്ടുണ്ടാവണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലൊക്കെ സംസാരമായി എന്ന് പറഞ്ഞല്ലോ. ഇത് നടക്കുന്നത് ജോർദാന്റെ ഭാഗത്താണ്, ഈ ഭാഗത്ത് നടക്കുന്നത്. അല്ലെങ്കിൽ തുർക്കിയുടെ ഭാഗത്ത്, എന്താ അവിടെ ജോർദാൻ, നമ്മളെ ഇബ്രാഹിം മുൻതൂക്കം പറഞ്ഞത് അവിടെയാണ്. എന്നിട്ട് അത് മക്കയിൽ നടന്നൊരു സംസാരം പോലെ ശരിക്ക് സ്വാധീനിച്ചിട്ടുണ്ട് അവരെ. അപ്പോ എവിടെങ്ങാണ്ടോ നടന്നൊരു സംഭവമാണെങ്കിലും ആളുകളിൽ അത്രക്ക് മനസ്സ് നോക്ക്, ആ ഗുഹാവാസികൾ ഉറങ്ങിക്കിടന്നൊക്കെ ഓർമ്മല്ലേ, പടച്ചോർക്കാവുന്ന ബുദ്ധിമുട്ടുള്ള കാര്യമില്ല എന്നിങ്ങനെ ശരിക്കും ആളുകളെ മനസ്സിൽ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രയോജനം ഉണ്ടായിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത്, അങ്ങനെ എങ്ങാണ്ടൊരു ഗുഹാവാസികളെ ഉറക്കിക്കിടത്തിയിട്ട് ഒരു സംഭവം പറഞ്ഞാൽ മതി. ഇപ്പോഴും അങ്ങനൊക്കെ എന്താ ആവർത്തിക്കാത്തത്, അങ്ങനെ എന്താ ഉണ്ടാവാത്തതെന്നാണ്. പരലോക വിശ്വാസം സത്യമാണെന്ന് ബോധ്യപ്പെടുത്താൻ റബ്ബിനെന്താ ഇനിയും അങ്ങനെ ചെയ്തുകൂടെ എന്നാണ് നമുക്കുണ്ടാകാവുന്ന ചിന്ത, സാഹചര്യം. അതിപ്പോ ഉണ്ടാകാവുന്നൊരു ബുദ്ധിമുട്ട് എന്താന്ന് പറഞ്ഞാല്, ഇപ്പൊ ഉണ്ടായി നോക്കാം, ഏതെങ്കിലും നാട്ടിലുണ്ടായ വാർത്ത വായിച്ചാ അതാ നാട്ടിലല്ലേ, നമ്മളെ നാട്ടിലൊന്നും ഉണ്ടായില്ലല്ലോ. നിങ്ങൾ പറയും ഇതല്ലേ നമ്മളെ അനുഭവം? എന്തെല്ലാം അത്ഭുത ദുന്യാവിലൂടെ കള്ളക്കഥകൾ വിടൂ, യഥാർത്ഥ സംഭവങ്ങൾ എന്തെല്ലാം പലയിടത്തും നടക്കുന്നുണ്ടെന്നറിയാം. ഒക്കെ നടന്ന നമ്മളെന്താ പറയാ, നമ്മളെടുത്തൊന്നും ഇനിയിപ്പോ നമ്മളെ ജില്ല വാർഡിൽ നമ്മളെ വരന്റെ അടുത്ത് വന്നാൽ തരക്കടില്ല, അല്ലെങ്കിൽ നമുക്ക് വരണോ, എന്നാ തന്നെ കഷ്ടമാണ് നമ്മളെ കാര്യം. ഇതാ ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ആ സംഭവങ്ങൾ ആവർത്തിക്കുന്നില്ല. അത് തന്നെ ആലോചിച്ച് നോക്കൂ, ശരിയല്ലെന്ന്. ഒരു സ്ഥലത്തൊന്നും ഉണ്ടായാൽ മതിയാവില്ല, ആൾക്കാരെ സമ്മതിക്കൂല. അത് വാർത്താ മാധ്യമങ്ങൾ എന്തോ കളിയാണ്, അങ്ങനെയാവില്ല ഇങ്ങനെയാവില്ല എന്ന് പറഞ്ഞ് ഒഴിയാനേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഒരു കാലത്ത് അത് ഉണ്ടാക്കിയിട്ട് ആ സംഭവം പറഞ്ഞു തരുന്നൊരു സാഹചര്യം മാത്രം കൊണ്ട് അവസാനിപ്പിക്കാൻ അള്ളാഹു ചെയ്ത് സാധ്യമാണ് എന്ന് കാണിക്കാൻ. എന്തിനാ ആളുകൾ ചോദിക്കുന്ന, അങ്ങനെ വല്ല അത്ഭുതം പടച്ചോൻ ഈ ദുന്യാവിൽ കാണിച്ചു തന്നിട്ടുണ്ടോ? ആ ഉണ്ട് കൂട്ടരെ, ഒരിക്കൽ മാത്രം. മറ്റൊരു സന്ദർഭം വേറെ പറഞ്ഞിട്ടുണ്ട്, ഇതിന് തെളിവായിട്ടൊരു സന്ദർഭം മാത്രം പറഞ്ഞിട്ടുണ്ട്. ഇനി നേരെ പോവാണ് ഖുർആൻ, വേറൊന്നും സംസാരിക്കാതെ. ഇത് ഓർമ്മിക്കുക, നിങ്ങളിത് ഓർമ്മിച്ചാൽ മതി എന്നാ പടച്ചോൻ പറഞ്ഞേ. നമ്മളത് ഓർമ്മിച്ചാൽ മതി, അതങ്ങൾ അത്ര ഓർമ്മിക്കുന്നുള്ളൂ പടച്ചോനെ. ഇത് നേരം ഓർമ്മിക്കുക. യതനാസഊന ബൈനഹും, അവർ തമ്മിൽ തർക്കിച്ചിരുന്നു. അംറഹും, അവരുടെ കാര്യത്തിൽ തർക്കിച്ചിരുന്നു. ഫഖാലു, എന്താണ് തർക്കം? അവരിൽ ചിലർ പറഞ്ഞു, ബിനു അലൈഹിം ബുന്യാന, ഫഖാലു ബിനു അലൈഹിം ബുന്യാന, ഇവർക്ക് മേലെ ഒരു കെട്ടിടം പണിയണം എന്ന് പറഞ്ഞു. റബ്ബുഹും അഅലമു ബിഹിം, ഇവരെക്കുറിച്ച് പടച്ചോർക്കല്ലേ നന്നായി അറിയാ എന്നും പറഞ്ഞു.
ഖാലല്ലദീന ഗലബു അലാ അംരിഹിം, കാര്യത്തിൽ വിജയം നേടിയവർ പറഞ്ഞു ലനത്തഖിദന്ന അലൈഹിം മസ്ജിദ, ഞങ്ങൾ ഇവർക്ക് മേലെ ഒരു പള്ളി ഉണ്ടാക്കും എന്ന് അവർ പറയുകയും ചെയ്തു. ഇത് ഓർമ്മിച്ചാൽ മതി നിങ്ങൾ. സംഭവം കഴിഞ്ഞു, വേറൊന്നും പറയുന്നില്ല. അപ്പൊ എന്തായി? ഇവർ മരിച്ചിട്ടുണ്ടാവണം പിന്നീട്, എത്ര കാലം കഴിഞ്ഞാന്നറിയില്ല. മരണപ്പെട്ടപ്പോൾ ഇവരുടെ ഓർമ്മ നിലനിർത്താൻ നമുക്കെന്ത് ചെയ്യാൻ പറ്റുമെന്നതിനെപ്പറ്റി അവർ സംസാരിച്ചപ്പോൾ അഭിപ്രായ വ്യത്യാസമുണ്ടായി. ചിലർ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും സ്മാരകമായി എന്തെങ്കിലും ബിൽഡിങ്ങുകൾ പണിയാമെന്ന് പറഞ്ഞു. ചിലർ പറഞ്ഞു എന്തിനാ ബിൽഡിംഗ് ആക്കുന്നത്, ഒരു പള്ളി തന്നെ പണിയാമല്ലോ അവർക്ക് മേലെ എന്ന അഭിപ്രായം പറഞ്ഞു. ആ അഭിപ്രായമാണ് വിജയിച്ചത് എന്നും പറയുന്നു. അല്ലതിനെ ഒലബു അലാമറിയും, തീരുമാനം വിജയിച്ചത് ഇവരുടേതാണ് എന്നും ഖുർആൻ പറഞ്ഞു. അത്ര മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ ആ കാര്യത്തിൽ. ഇതാണ് ആ കാര്യത്തിൽ പിന്നീട് ഓർമ്മിക്കാനുള്ളത്. അപ്പോ അവർ അധികകാലം ജീവിച്ചിട്ടുണ്ടാവും അറിയില്ല. സാധ്യത, അത് സാധ്യത എന്ന് പറഞ്ഞ അഭിപ്രായമാണ്. തള്ളാൻ എത്രയും പ്രാവശ്യം തള്ളാവുന്ന അഭിപ്രായം അത്രയല്ലോ. സാധ്യത അത് അധികകാലം നീണ്ടിട്ടുണ്ടാവില്ല. അതാണ് അങ്ങനെ പണ്ഡിതന്മാർ അഭിപ്രായം പറയാൻ കാരണം. എന്താണ്? ഇപ്പൊ 300 കൊല്ലം മുമ്പ് മരിച്ചുപോയ ഒരു മനുഷ്യൻ, ഒരു ഉറങ്ങിക്കിടന്നൊരു മനുഷ്യൻ ഇപ്പൊ എഴുന്നേറ്റ് വന്ന് ഈ കാലഘട്ടത്തിനോട് യോജിച്ച് ജീവിക്കാൻ കഴിയില്ല. അയാൾക്കൊന്നും പറ്റൂല ഈ നാട്ടിൽ നടക്കണമൊന്നും. നമുക്കിപ്പോ 10 or 60 വയസ്സാകുമ്പോഴേക്ക് തന്നെ നമ്മളെ മക്കളോ പേരക്കുട്ടികളോ ചെയ്യണേ നമുക്ക് ഇഷ്ടാവൂലല്ലോ. എന്താ അങ്ങനെ ഞങ്ങളൊക്കെ കാലത്ത് പറഞ്ഞിട്ട് തുടങ്ങൂലേ? ഇതാ മനുഷ്യന്റെ അവസ്ഥ. ഏത് അവനാന്റെ മക്കളും പേരക്കുട്ടികളും ചെയ്യുന്ന പണി ഒരു 50 വർഷത്തിന് ഡിഫറൻസ് ആകുമ്പോഴേക്ക് മനുഷ്യന് സഹിക്കാൻ കഴിയുന്നില്ല. ഇതാ മനുഷ്യന്റെ സ്വഭാവം. എങ്കിലും ഒരു 300 കൊല്ലം മുമ്പത്തെ മനുഷ്യൻ ഇവിടെ വന്നിട്ട് ഇപ്പൊ ഒരു 300 കൊല്ലം മുമ്പ് ഉറങ്ങിക്കിടന്ന കുറച്ച് മനുഷ്യന്മാര് നമ്മളെ നാട്ടിൽ എവിടെയൊക്കെ വന്നിട്ട് ഇങ്ങനെ ആക്കിയ എന്താണിത് ഇതല്ല അത് ഞങ്ങളെ കാലത്ത് ഞങ്ങൾ കേൾക്കുമല്ലോ, അങ്ങനെയല്ല സൈക്കൂല ഓലെ കൊണ്ട് ആകെ അടങ്ങറാവും. ഇവര് മരിച്ചു കിട്ടിയാൽ മതിയെന്ന് ഈ മനുഷ്യന്മാര് പറയും. അപ്പൊ അധികകാലം ജീവിക്കാൻ സാധ്യതയില്ല. അത് തന്നെ ആയിരിക്കണം സംഭവിച്ചിട്ടുണ്ടാവുക. അതേകാലം അവർ ബാക്കിയായിട്ടുണ്ടാവില്ല, അവർ മരിച്ചു പോയിട്ടുണ്ടാവും. ഇനി മനുഷ്യന്മാർക്കൊരു സ്വഭാവമുണ്ട്, ഇവർ ഓർമ്മിക്കാൻ എന്താണ് വഴി. അപ്പൊ അവര് പറഞ്ഞു പിന്നെ സ്മാരകം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു, പള്ളി ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. ഈ പറഞ്ഞത് ആരാ? ഒരു നല്ല പണിയായെന്നൊരു സ്വരം ഖുർആനില്ല. അവർ ചെയ്തത് എത്ര നല്ലത്, അവരെ സന്തോഷവാർത്ത അറിയിക്കുക, ആ ജാതി ഒരു അനുബന്ധവുമില്ലാതെ ഒരു പ്രസ്താവന നടത്തുക ഖുർആൻ ചെയ്തത്. അവർ തർക്കിച്ചിരുന്നു. ഇങ്ങനെ 2 തർക്കം. ജയിച്ച അഭിപ്രായം പള്ളി ഉണ്ടാക്കുക, മസ്ജിദ് എന്ന് പറഞ്ഞാൽ സുജൂദ് ചെയ്യാവുന്ന സ്ഥലം എന്നുള്ളതാണ്, അത് ഉണ്ടാക്കുക എന്നത് മാത്രമാണ്. ആ അഭിപ്രായമാണ് വിജയിച്ചത് മാത്രമേ പറഞ്ഞുള്ളൂ. ഈ പറഞ്ഞത് വിശ്വാസികളായിരുന്നുവോ ഈ പള്ളി ഉണ്ടാക്കുക എന്ന് പറഞ്ഞത്? ആ ആളുകളെ കൂട്ടത്തിൽ മുശ്രിക്കുകളാണോ? ഖുർആൻ വ്യാഖ്യാതകൾ നല്ലൊരു ശതമാനം പണ്ഡിതന്മാർ പറയുന്നത് എന്താണെന്നറിയോ? ഈ അഭിപ്രായം പറഞ്ഞ ആ കൂട്ടത്തിൽ മുശ്രിക്കുകളാണ്. ഒരു അനുബന്ധവുമില്ലാതെ ഒരു പ്രസ്താവന നടത്തുക ഖുർആൻ ചെയ്തത്. അവർ തർക്കിച്ചിരുന്നു. ഇങ്ങനെ 2 തർക്കം. ജയിച്ച അഭിപ്രായം പള്ളി ഉണ്ടാക്കുക, മസ്ജിദ് എന്ന് പറഞ്ഞാൽ സുജൂദ് ചെയ്യാവുന്ന സ്ഥലം എന്നുള്ളതാണ്, അത് ഉണ്ടാക്കുക എന്നത് മാത്രമാണ്. ആ അഭിപ്രായമാണ് വിജയിച്ചത് മാത്രമേ പറഞ്ഞുള്ളൂ. ഈ പറഞ്ഞത് വിശ്വാസികളായിരുന്നുവോ ഈ പള്ളി ഉണ്ടാക്കുക എന്ന് പറഞ്ഞത്? ആ ആളുകളെ കൂട്ടത്തിൽ മുശ്രിക്കുകളാണോ? ഖുർആൻ വ്യാഖ്യാതകൾ നല്ലൊരു ശതമാനം പണ്ഡിതന്മാർ പറയുന്നത് എന്താണെന്നറിയോ? ഈ അഭിപ്രായം പറഞ്ഞ ആ കൂട്ടത്തിൽ മുശ്രിക്കുകളാണ്. ഓൽക്കാണ് അന്ന് ശക്തി ഓല വിജയിച്ചത്. ആ കൂട്ടത്തിൽ അന്ന് ശക്തിയുള്ളത് മുശ്രിക്കുകളായ ആളുകൾക്കാണ്. അവരാണ് ജയിച്ചത്. അവസാനം അവർ പറഞ്ഞ് തട്ടിപ്പെടുത്തുന്നതോട് അവർ മസ്ജിദ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് ആ കോലത്തിൽ ശ്രമിച്ചത് മുശ്രിക്കുകളായ ആളുകളായിരുന്നു. സുജൂദ് ചെയ്യാവുന്ന സ്ഥലം നേരത്തുള്ളൂ, പള്ളി നമ്മൾ എളുപ്പത്തിൽ പരിഭാഷപ്പെടുത്തുന്നതാണ്. അപ്പൊ അവരായിരുന്നു. ഏതായിരുന്നാലും ശരി, ഈ ചെയ്തത് ഒരു നല്ല പണി. ഇപ്പൊ നമ്മുടെ പ്രശ്നം എന്താ പറഞ്ഞാല്, മരണപ്പെട്ടുപോയ മഹാന്മാരുടെ കബറിന്റെ മേലെ അതിനോടനുബന്ധിച്ചോ പള്ളികൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ കബറുകൾ പള്ളിന്റെ അടുത്തുകൊണ്ട് കബറുണ്ടാക്കുക, ഇത് നടക്കുന്ന ഒരു നാട്ടിൽ ഈ ആയത്ത് സാധാരണ തെളിവായി പറയാറുണ്ട്. കണ്ടില്ലേ, ഗുഹാവാസികൾ അവസാനം കണ്ടുപിടിക്കപ്പെട്ടപ്പോൾ അവരെ മേലെ പള്ളി ഉണ്ടാക്കിയതല്ലേ ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് മരണപ്പെട്ടുപോയ മഹാന്മാരെ കബറിന്റെ മേലെ പള്ളി ഉണ്ടാക്കല് പൂരിച്ചപ്പെട്ടതാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് അത് പറഞ്ഞു നിർത്തുകയാണ്. എന്റെ വാക്ക് എനിക്ക് പറഞ്ഞുള്ളൂ. അപ്പോ അത് സാധാരണ പറയാനുണ്ട്. വസ്തുപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കണമെങ്കിൽ ഖുർആൻ വളരെ ഫ്രീ ആയിട്ട് വായിച്ചു പോകും നിങ്ങൾ. ഖുർആൻ ഒരിക്കലും പ്രശംസിച്ചും ശ്ലാഘിച്ചും പറഞ്ഞിട്ടില്ല അവിടെ ഒന്നും. അവർ തർക്കിച്ചിരുന്നു. ചിലർ പറഞ്ഞു പള്ളി ഉണ്ടാക്കാം, ചിലർ പറഞ്ഞു ജയിച്ച അഭിപ്രായം പള്ളി ഉണ്ടാക്കാന്നുള്ളതാണ്. അത്രേ പറഞ്ഞുള്ളൂ ഖുർആൻ. അത് നന്നായി എന്നോ, ആ നാട്ടുകാരത്ത് വിശ്വാസികളായിരുന്നു എന്നോ, ആ തീരുമാനമെടുത്തവർ വഹീദുകളായിരുന്നുവെന്നോ, നിങ്ങൾക്കിതിൽ മാതൃകയുണ്ടെന്നോ ഒന്നും പറയാൻ പോയിട്ടില്ല ഖുർആൻ. അപ്പൊ അതുകൊണ്ട് അത് തെളിവിന് കൊള്ളുന്ന ഒരു ഒരു കാര്യമേ എല്ലാം മനസ്സിലാക്കുക. ഈ സംഭവം നമ്മളെ സംബന്ധിച്ച് ഒരു നിയമവും കണ്ടെത്താൻ പറ്റുന്ന ഒരു തെളിവേയല്ല. ഏതുപോലെ
ഗുഹാവാസികളെ കൂടെ ഒരു നായ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ പള്ളിക്കൊക്കെ പോകുമ്പോൾ നായയൊക്കെ പോകുക എന്നൊക്കെ പറഞ്ഞാൽ അത് എത്രമാത്രം വിഡിത്താണോ അതുപോലെ വിഡിത്താണ് ഈ അഭിപ്രായം വെച്ചിട്ട് പള്ളി ഉണ്ടാക്കാൻ മെനക്കെട്ടാൽ കബറിന്റെ മേലെ. അതെനിക്ക് മനസ്സിലാവുമല്ലോ. ഗുഹാവാസികളെ കൂടെ നായ ഉണ്ടായിരുന്നല്ലോ, അപ്പൊ ഞാൻ അജ്ജിന് പോകുമ്പോഴൊരു നായ, പള്ളിക്ക് പോകുമ്പോഴൊരു നായ എന്നൊരുത്തം പറഞ്ഞാൽ വിവരക്കെടല്ലത് അല്ലേ? എന്നാ അതുപോലെ ഖുർആൻ പറഞ്ഞുള്ളൂ. ഇവരിതാ ഗുഹാവാസികൾ പറയുമ്പോൾ മെച്ചപ്പെട്ട മനുഷ്യന്മാരാ, എന്നിട്ടും ആ നായ നമുക്ക് കൊണ്ടെടുക്കാൻ പറ്റില്ലല്ലോ. കാരണം എന്താ? ഇവരുടെ കാലത്ത് നായ കൊണ്ടെടുക്കൽ എന്താ വിധി നമുക്കറിയില്ല. നമ്മളെ സംബന്ധിച്ച് വിലക്കപ്പെട്ടതാണ്. പ്രത്യേക ആവശ്യങ്ങൾക്കല്ലാതെ നായനെ ഫാഷന് വേണ്ടി കൊണ്ടുനടക്കാൻ പാടില്ലാത്തവരാണ് നമ്മൾ. നമുക്കത് വിലക്കപ്പെട്ടിരിക്കുന്നു എങ്കിൽ അതേ മാനദണ്ഡം വെക്കും. ഇവരുടെ കാലഘട്ടത്തിലെ തീരുമാനം എന്തായിരുന്നാലും ശരി, നമ്മളോടത് വിലക്കിയിരിക്കുന്നു. പള്ളി ഉണ്ടാക്കുന്നത് അല്ലെ ആരാധനത്തിലുണ്ടാക്കുന്നത്, അതുകൊണ്ട് വിലക്കപ്പെട്ടതാണ്. ഇനിയും ഇതിന്റെ കാര്യങ്ങളുണ്ട്, ഇത്രയും കൂടി ഓർമ്മിക്കാം. ചിലപ്പോ ഈ കേട്ട് മാത്രമാകുന്ന വിഷമുണ്ടാവരുമല്ലോ. ഒന്ന്, ഖുർആനിൽ മുൻ നബിമാരുടെ അലൈഹിസ്സലാത്തു വസ്സലാം നിയമങ്ങൾ പറയുന്നുണ്ട്, ശരീഅത്തുകൾ. ആ ശരീഅത്തുകൾ നമുക്ക് ബാധകമാണോ അല്ലേ ഓർക്ക് എക്കാലത്തേക്കും വേണ്ടിയിട്ട് ഇതൊരു ചർച്ചയാണ്. ഇസ്ലാമിലെ അടിസ്ഥാനപരമായ ഒരു ചർച്ചയാണ്. ഖുർആനിൽ മുൻ പ്രവാചകന്മാരുടെ ശരീഅത്തുകളെ പറ്റി വിവരണങ്ങളുണ്ടാവും. ആ ശരീഅത്ത് മൻ ഖബലന നമുക്ക് തെളിവാണോ അല്ലേ? അല്ല എന്നതാണ് മുസ്ലിം ലോകത്തെ ഉസൂലി നിദാന ശാസ്ത്രത്തിന്റെ പണ്ഡിതന്മാരുടെ ഏകകണ്ഠമായ അഭിപ്രായം. അല്ല. പൂർവ്വ കാലഘട്ടത്തിൽ അങ്ങനെ വല്ലതും സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അത് അവിടെ വായിച്ച് അവസാനിക്കല്ലാതെ നമുക്കത് തെളിവായി വരില്ല. നിയമങ്ങൾ, ശരീഅത്തുകൾ ആണല്ലോ, ശരീഅത്തുകൾ നമുക്ക് തെളിവല്ല. ഇനി അഥവാ നമുക്കത് തെളിവായി വരണമെങ്കിൽ തന്നെ നമ്മളോടത് വിലക്കപ്പെട്ടതായിരിക്കുകയും ചെയ്യരുത്. ആരെങ്കിലും അത് നമുക്ക് തെളിവാന്ന് പറഞ്ഞാൽ തന്നെ നമുക്കത് വിലക്കപ്പെട്ടതായിരിക്കാൻ പാടില്ല. ശരീഅത്ത് മൻ ഖബലന, നമ്മുടെ മുമ്പുള്ളവരുടെ ശരീഅത്ത് നമുക്ക് തെളിവാണോ? മൂസാ നബി അലൈഹി ഇസ്ലാം ഇങ്ങനെ കൽപ്പിച്ചു, ഈസാ നബി അലൈഹി ഇസ്ലാം ഇങ്ങനെ കൽപ്പിച്ചു എന്ന് ഖുർആനിൽ വന്നാൽ അത് നമുക്ക് അതുകൊണ്ട് മാത്രം നമ്മൾ ചെയ്യേണ്ടതുണ്ടോ? ഇല്ല. അങ്ങനെ ചെയ്യണമെന്ന് നമ്മളോട് പ്രത്യേകം പറഞ്ഞെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇതാണ് ഇതിന്റെ തീരുമാനം. അപ്പൊ ആ അർത്ഥത്തിൽ ഇനി ഈ കാലഘട്ടത്തിൽ ആളുകൾ പള്ളി ഉണ്ടാക്കിയത് അവരെ ശരീരത്തിൽ അത് അനുവദിക്കപ്പെട്ടതാണെന്ന് അനുവദിക്കപ്പെട്ടതാണെന്ന് സങ്കല്പിച്ചാൽ തന്നെ നമ്മളെ സംബന്ധിച്ചത് വിലക്കപ്പെട്ടായിരിക്കുമ്പോൾ നമുക്കത് ചെയ്യാൻ നിവൃത്തിയില്ല. ഉദാഹരണം വേണമെങ്കിൽ പറഞ്ഞുതരാം. ആദം അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ സഹോദരനും സഹോദരിയും തമ്മിൽ വിവാഹം നടക്കുക നിർബന്ധമാണ്. അത് നിർബന്ധമാണ്. ആ ശരീരത്തിന് നിയമം എടുത്തു വെച്ചിട്ട് അത് അള്ളാന്റെ ശരീരത്തിനല്ലേ അതും ഞാൻ സഹോദരനെയും സഹോദരിയും കല്യാണം കഴിക്കട്ടെ എന്നൊരാൾ പറഞ്ഞാൽ വിവരക്കെടാണ്, ശിക്ഷയാണെന്ന്, കുറ്റമാണത്. അത് ശരീഅത്ത് വേറെ, ഇത് ശരീഅത്ത് വേറെ. അതുപോലെ ഈ ശരീഅത്തിൽ ഈ കാലഘട്ടത്തിൽ അങ്ങനെ പള്ളി ഉണ്ടാക്കാൻ അള്ളാഹു അനുവാദം കൊടുത്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ സങ്കല്പിക്കുക, അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമ്മളെ സംബന്ധിച്ചത് വിലക്കപ്പെട്ട കാര്യമായതുകൊണ്ട് ഒരു കാരണവശാലും നമുക്കത് ചെയ്യാവുന്നില്ല. അറിയാം, ഇപ്പൊ മഹാന്മാരായ ആളുകളോ മറ്റുള്ളവരുടെയോ ഖബറുകൾക്ക് മേലെ എന്തെങ്കിലും നിലക്കുള്ള ബില്യങ്ങൾ കെട്ടിയുണ്ടാക്കുന്നത് തന്നെ കർക്കശമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട് എന്ന് എല്ലാവരും ഓർമ്മയിലുണ്ട്. അത്ര കർക്കശമായ നബി സംസാരിച്ച വിഷയങ്ങൾ വളരെ കുറവാണ്. ഓർമ്മിക്കുക, അത് സാധാരണ ജീവിത സമയത്ത് പറഞ്ഞു, ആരോഗ്യമുള്ള സമയത്ത് പറഞ്ഞു, പിന്നീട് മരിക്കാറായ അടുത്ത ദിവസങ്ങളിൽ പറഞ്ഞു. അതൊരു ഭംഗിവാക്കിന് വർണ്ണനക്ക് പറയുന്ന വാക്കുകളല്ല. ക്ഷീണിച്ചിട്ട് പിന്നെ സംസാരിക്കാൻ വേണ്ടത്ര ക്ഷീണിച്ച വർത്തമാനം പറഞ്ഞ ആ രംഗം മനസ്സുകൊണ്ടൊന്ന് കണ്ടുനോക്കും നിങ്ങൾ. കിടക്കപ്പായ കിടക്കുന്ന രംഗം. ആ സമയത്ത് ആ പ്രവാചകന്റെ വാക്കുകൾ ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ, ജൂത ക്രിസ്ത്യാനികൾക്ക് റബ്ബിന്റെ ശാപമുണ്ടാവട്ടെ, ഇത്തഖദു ഖുബൂറ അംബിയാഹിം മസാജിദ, അവരുടെ പ്രവാചകന്മാരുടെയൊക്കെ ഖബറുകളെ അവർ പള്ളികളാക്കി മാറ്റിയില്ലേ എന്ന് പറഞ്ഞു. ആളുകൾ ഇങ്ങനെ അത്ഭുതപ്പെട്ടു, എന്താ പ്രവാചകൻ ഈ സമയത്ത് പറയുന്നത് ചുണ്ടനക്കുന്നതെന്ന് ഓർത്തിരിക്കുമ്പോ ശ്രദ്ധിക്കുമ്പോ നബിയുടെ വാക്കുകളിതാ, ജൂത ക്രിസ്ത്യാനികളെ റബ്ബ് ശപിക്കട്ടെ, അവരെ കൂട്ടത്തിലെ നബിമാര് മരിച്ചു പോകുമ്പോ ആ നബിമാരെ മറമാടിയിട്ട് അവിടെ പള്ളിണ്ടാക്കിയവര്, ആ ജാതി കുരുത്തക്കേട് ചെയ്തവരാണ് അവര് എന്ന് പറഞ്ഞിട്ട് ഇത് ഉദ്ധരിക്കുന്ന സഹാബികൾ പറയാം, നബി ഞങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയായിരുന്നു, ഇത് ചെയ്യരുത്, എന്റെ കബറിടത്തിൽ കെട്ടിപ്പൊക്കരുത് മുന്നറിയിപ്പ് നൽകിയായിരുന്നു. ആ പ്രവാചകൻ മരിക്കാൻ നേരത്തുള്ള ഭയം, തന്റെ അനുയായികളെപ്പറ്റി വിശ്വാസമുണ്ടെങ്കിലും മനുഷ്യന്റെ മനസ്സാണല്ലോ, എന്നോടുള്ള സ്നേഹം ഈ ആളുകൾ എനിക്കൊരു സ്മാരകം പണിയാനുള്ള പ്രേരണയാക്കി കളയുമോ എന്ന് പേടിക്കുകയാണ് മനുഷ്യൻ. എന്നിട്ട് പ്രാർത്ഥിക്കാണ്, പടച്ചവനെ നാട്ടി നിർത്തപ്പെടുന്ന ഒരു വിഗ്രഹമായി മാറരുതേ ഞാൻ. ഈസാ നബി അലൈഹി ഇസ്ലാമിനൊക്കെ സംഭവിച്ച പോലത്തെ ഒരു നിർഭാഗ്യകരമായൊരവസ്ഥ, വല്ലാത്തൊരവസ്ഥയാണുള്ളത്. അദ്ദേഹത്തിന്റെ ചിത്രം അതല്ല, ഒരു ഉറപ്പാണ്. അല്ലെങ്കിൽ ആ ഒരു കോലത്തിൽ പ്രവാചകന്റെ ചിത്രം ലോകത്ത് ബാക്കിയാവാൻ ആഗ്രഹിക്കൂല. അല്ലാത്തൊരവസ്ഥയല്ല നിൽക്കുന്ന ചിത്രം. അപ്പൊ ആ ഒരു ഗതി തനിക്ക് വന്നുകൂടാ, നാട്ടി നിർത്തപ്പെട്ട ഒരു വിഗ്രഹമായി താൻ ഒരിക്കലും മാറ്റപ്പെട്ടുകൂടാ എന്നാ പ്രവാചകൻ പ്രാർത്ഥിച്ചത്. റബ്ബ പ്രാർത്ഥന സ്വീകരിച്ചല്ലോ, എവിടെയില്ലല്ലോ.
1400 കൊല്ലമായിട്ടുള്ള കാത്തിട്ടുണ്ട്. ഇനി അത് അപ്പോ കർക്കശമായി അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ വഹീന്റെ അടിസ്ഥാനത്തിൽ വിലക്കിയതാണെന്ന് നമുക്കറിയാം. അപ്പോ ആ കബറിന്റെ മുകളില് പള്ളി ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ കെട്ടി ഉയർത്തുകയോ ആ ജാതി ഒരു പണികളും ചെയ്യാൻ നമുക്ക് പാടില്ല. ഈ ആയത്തിൽ നിന്ന് അങ്ങനെ ഒരു ആശയം കണ്ടെത്താനും പാടില്ല. അങ്ങനെ മുൻകഴിഞ്ഞ പണ്ഡിതന്മാരാരും ഖുർആൻ വ്യാഖ്യാതാക്കൾ ആരും കണ്ടെത്തിയിട്ടുമില്ല. ആരും ഒരു ഖുർആൻ വ്യാഖ്യാതാവും കണ്ടെത്തിയിട്ടില്ല. നമ്മളെ നാട്ടിലെ ചില ആളുകൾ ചിലപ്പോഴ് ഈ വാക്കുകൾ എടുത്ത് പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ആലോചിക്കുന്നത് എന്തിനാണ്, പിന്നെന്തിനാ റബ്ബ് ഇത് പറഞ്ഞത് എന്നാണ്. അത് നബിക്ക് ഈ വിവരങ്ങൾ അറിയുന്നത് റബ്ബിന്റെ വഹി കൊണ്ടാണെന്ന് മനസ്സിലാക്കാനും ആളുകളുടെ ഒരു ശീലമാണിത് എന്ന് ബോധ്യപ്പെടാനും വേണ്ടിയിട്ട് മാത്രമാണ്. ഇനി ഒരു ചിന്തയുണ്ട് മുസ്ലിം ലോകത്ത്. അങ്ങനെ മുസ്ലിം ലോകത്ത് എന്ന് പറയുമ്പോൾ പണ്ഡിതന്മാർ അംഗീകരിച്ച അഭിപ്രായം എന്ന അർത്ഥത്തിനല്ല. ഒരു സംസാരം നിങ്ങൾ പിന്നീട് കേൾക്കാനിടണ്ട്. എന്താണെന്നറിയോ? കള്ളമാണ്, അടിസ്ഥാനമില്ല, ഹദീസല്ല, ഒന്നുമില്ല. എന്ത്? ഗുഹാവാസികൾ മരണപ്പെട്ടിട്ടില്ലാന്നും മരിച്ചു പോയിട്ടില്ലാന്നും അവര് വീണ്ടും ഗുഹയിൽ ഉറങ്ങിക്കിടക്കുകയാണ് എന്നും അവസാന കാലഘട്ടത്തിൽ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെയൊക്കെ വരവോടനുബന്ധിച്ചൊരു കാലഘട്ടത്തിൽ ഇവർ വീണ്ടും ഉണർന്നു വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുക എന്നുമുള്ള ഒരു അഭിപ്രായം ചിലർ പ്രചരിപ്പിക്കാറുണ്ട്. ഇപ്പോഴും ഗുഹാവാസികൾ അവിടെ ഉറങ്ങിക്കിടക്കുന്നതാണ്. നിങ്ങൾക്ക് നോക്കാൻ കഴിയില്ല, പേടിച്ചു പോകുന്നൊക്കെ പറഞ്ഞല്ലോ. ആ ആയത്തും കൂട്ടി വായിച്ചിട്ട് ആർക്കും കാണാൻ കഴിയില്ല, അള്ളാഹ് മറപ്പിച്ചു നിർത്തിയിരിക്കുകയാണ്. ഇനി ലോകാവസാനം അടുത്ത നാൾ അവർ എഴുന്നേറ്റ് വരും എന്നെല്ലാം കൂടി പറയുന്നു. ആ വിഷയകമായി അവർ ഉദ്ധരിക്കുന്ന ഒരൊറ്റ ഹദീസും സഹിയല്ല. സഹി പോയിട്ട് ഒരു ഹദീസ് എന്ന് വിളിക്കാൻ പറ്റുന്ന പരമ്പര പോലും ഇല്ലാത്ത വാക്കുകൾ മാത്രമാണ്. ആരോ പറഞ്ഞുണ്ടാക്കിയ ഒരു കഥ പ്രചരിച്ചതാണ്. എന്തിനാ നിങ്ങളോട് പറഞ്ഞെന്ന് ചോദിച്ചാൽ, ഇതെല്ലാം കഴിഞ്ഞ് പിന്നെപ്പോഴെങ്കിലും ഗുഹാവാസികൾ ഉറങ്ങിക്കിടക്കാണ് ഇപ്പോഴും, ഇനി ഖിയാമത്ത് മുമ്പ് എഴുന്നേറ്റ് വരുന്ന ഒരു വർത്താനം ആരെങ്കിലും പറയുന്നു കേട്ടാ അങ്ങനെ ഉണ്ടോ എന്ന് സംശയിക്കാൻ നിൽക്കണ്ട. അങ്ങനല്ല, കള്ളമാണത്. നബിയുടെ വാക്കുകൾ ആ വിഷയത്തിൽ യാതൊന്നുമില്ല, വെറും കള്ളപ്രചരണം മാത്രമാണ്. സയഖൂലൂന, അവർ പറയും, സലാസത്തുൻ, മൂന്നാണ്, റാബിയുഹും, അതിലെ നാലാമത്തേത് കൽബുഹും, അവരുടെ നായയാണ് എന്ന് പറയും. വയഖൂലൂൻ, അവർ പറയുന്നു, ഹംസത്തുൻ, 5 പേരാണ്, സാദിസവും, ആറാമത്തേത് കൽബുഹും, അവരുടെ നായയാണെന്ന് പറയുന്നു. റജ്മൻ, ഊഹിച്ചു പറയുകയാണ്, ബിൽ ഒയ്ബി, അദൃശ്യകാര്യത്തിൽ. ഒയ്ബായ കാര്യം, മറഞ്ഞ കാര്യത്തില് റജ്മൻ ബിൽ ഒയ്ബ് എന്ന് പറയും അറബിയില്. അറിയാത്തൊരു കാര്യം ഊഹിച്ചു പറയാ, അതിന് റജ്മൻ ബിൽ ഒയ്ബ് എന്നാ പറയാ. റജ്മൻ ബിൽ ഒയ്ബ് എന്ന് പറഞ്ഞാല് അറിയാത്തൊരു കാര്യം, മറഞ്ഞു കിടക്കുന്ന ഒരു കാര്യം, അതിങ്ങനെ ഊഹിച്ചു പറയുന്നതിന് അറബിയിൽ പറയുന്ന പ്രയോഗമാണ് റജ്മൻ ബിൽ ഒയ്ബ്. വയഖൂലൂൻ, അവർ പറയുന്നു, സബഅത്തുൻ, 7ആണ്, സാമിനും, ഇപ്പൊ സാമിനും, അതിൽ 8ാമത്തേത് കൽബും, നായയാണ് എന്നവർ പറയുന്നു. ഖുൽ, നീ പറയുക, റബ്ബി ആലം, എന്റെ രക്ഷിതാവിനറിയാം, ബിഇദ്ദതിഹിം, അവരുടെ എണ്ണം എത്രയാണ്. മാ യഅലമുഹും, അവരെക്കുറിച്ച് അറിയില്ല, ഇല്ല ഖലീൽ, അല്പം പേർക്കല്ലാതെ അറിയില്ല. റബ്ബിനറിയാം, പിന്നെ ചുരുക്കം പേർക്കും അറിയാം. അതുകൊണ്ട് ഫലാ തുമാരി, നീ തർക്കിക്കരുത്, ഫീഹിം, ഇവരുടെ വിഷയത്തിൽ, ഇല്ലാ മിറാഅൻ ലാഹിറ, ഒരു ബാഹ്യമായ തർക്കമല്ലാതെ തർക്കിക്കരുത്. വലാ തസ്തഫ്തി, നീ തീരുമാനം ചോദിക്കുകയും ചെയ്യരുത്, ഫീഹിം, ഇവരുടെ വിഷയത്തിൽ, മിൻഹും, അവരോടാരോടും, ആയത, ഒരാളോടും നീ തീരുമാനം ചോദിക്കുകയും ചെയ്യേണ്ടതില്ല. എന്താന്ന് പറഞ്ഞാല്, എത്രയാണ് ഈ ഗുഹാവാസികൾ, ഫിത്തിയത്തുൻ എന്ന ആയത്തിൽ ഉപയോഗിച്ച് നേരത്തെ, ഏതാനും ചെറുപ്പക്കാരാണ്. അള്ളാഹ്ക്കറിയാം ഇത് വായിക്കുന്ന മനുഷ്യന്റെ മനസ്സ് എവിടേക്കാ പോവാന്ന്. എത്ര എണ്ണം ഉണ്ടായിരുന്നു അവര്, എത്ര ആളാ ഉണ്ടായിരുന്നത്. ആദ്യം ഖുർആൻ ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞാൽ, ആ നാട്ടിൽ നടക്കുന്ന സംസാരത്തെ വിലയിരുത്തുകയാണ്. ചിലര് പറയും 3 പിന്നെ ഓലൊരു നായും, അങ്ങനെ 4 ആളുള്ളത് എന്ന് പറയും. ചിലർ പറയും 5 അല്ല 6ാമത്തെ നായും കൂടി അങ്ങനെയാണ് ഉണ്ടായിരുന്നത് എന്നിങ്ങനെ പറയും. ഈ അഭിപ്രായങ്ങൾ ഉദ്ധരിച്ചിട്ട് ഖുർആൻ പറയുന്നത് വെറുതെ ഇങ്ങനെ പറഞ്ഞുവിടാണ്. ഒരു അടിസ്ഥാനവുമില്ല, തെളിവുമില്ല, വിവരവുമില്ലാതെ വെറുതെ പറയുകയാണ്. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, ചിലര് പറയും 7ആണ്, 8ാമത്തെ നായയായിരുന്നു, 7 മനുഷ്യന്മാരും 8ാമത്തേതായിട്ടൊരു നായയും എന്ന് പറയുന്നു എന്ന് പറഞ്ഞിട്ട് അതിനെപ്പറ്റി അള്ളാഹു ഒരു അഭിപ്രായ പ്രകടനം നടത്തിയില്ല. ഇത് മോശമാണെന്നോ വിവരക്കേടാണെന്നോ ഒന്നും പറഞ്ഞില്ല. യഖൂലൂന സബഅത്തും വസാമിനും കൽബും എന്ന അഭിപ്രായം പറഞ്ഞതിന് ശേഷം അള്ളാഹു അതൊരു തെറ്റാണെന്നോ മോശമാണെന്നോ ഒരു പരാമർശം നടത്താത്തതുകൊണ്ട് ഖുർആൻ വ്യാഖ്യാതാക്കളിൽ മിക്ക പേരും പറയുന്നത് ഇതായിരുന്നു അവരുടെ എണ്ണമെന്നാണ്. എത്ര പേര്? 7ഉം 8ാമത്തേതായിട്ട് 4.
ഒരാൾക്ക് ഇപ്പൊ ഈ ഖുർആനായത്ത് ഓതിയിട്ട് അങ്ങനെ തോന്നിയില്ലാന്ന് നോക്കുക, കുറ്റക്കാരനല്ല. ആദ്യത്തെ രണ്ട് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് ഖുർആൻ പറഞ്ഞു അത് റജ്മുൻ ബിൽ ഗൈബാണ്, വെറുതെ ഊഹത്തിൽ ഊഹിച്ചു പറയാണ്, അറിയാത്ത കാര്യമാണ്. എന്നാൽ 7ഉം 8ാമതൊരു ന്യായമാണ് എന്ന് പറഞ്ഞ അഭിപ്രായത്തെ പറ്റി ഖുർആൻ അങ്ങനത്തെ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയില്ല. അതങ്ങ് പറഞ്ഞു പോവാ ചെയ്തു. അത് തെറ്റാണെന്ന് സൂചിപ്പിക്കുന്ന ഒരു സ്വരം അള്ളാഹുവിൽ നിന്നില്ലാത്തത് കൊണ്ട് പൂർവിക പഴയ കാലഘട്ടം മുതൽക്ക് തന്നെ ഖുർആൻ വ്യാഖ്യാതാക്കളൊക്കെ യോജിച്ച് പറയാറുള്ളത് ആ ഗുഹാവാസികൾ 7 പേരായിരുന്നു, 8ാമത്തേതായിട്ട് നായയുമായിരുന്നു. മനുഷ്യരുടെ സ്വഭാവം റബ്ബിനറിയാം. ബാക്കി ആയത്ത് ശ്രദ്ധിക്കുക. അപ്പോൾ നീ പറയേണ്ടത് റബ്ബി ആലം ബിദ്ദത്തി, അവരുടെ എണ്ണം എത്രയാണെന്ന് അള്ളാഹ്ക്കറിയാം. കണിശമായി അറിയുന്നവൻ അള്ളാഹുവാണ്. മായാളമുമില്ല ഖലീൽ, അവരെ കുറച്ച് അല്പം പേർക്ക് മാത്രമേ അറിയുകയുള്ളൂ. അതാരാ? ആ കാലഘട്ടത്തിൽ ജീവിച്ച ആളുകൾക്കറിയാം, അത് കണ്ടവർക്കറിയാം. മായാളമുമില്ല ഖലീൽ എന്ന് പറഞ്ഞാല് ഗുഹാവാസികൾക്കറിയാം ഒന്ന്, അള്ളാഹ്ക്കറിയെന്ന് പറയുമ്പോൾ അറിയില്ല ഞങ്ങൾ എത്ര ആളുണ്ട്. അത് കാണാൻ യോഗം ഉണ്ടായ നാട്ടുകാർക്ക് അറിയാം അവരെത്ര ആൾക്കാരുണ്ട് എന്ന്, അവർക്കറിയാം. മായാളമുമില്ല ഖലീൽ. എന്നിട്ട് നമ്മളോടുള്ള നിർദ്ദേശം ഫലാ തുമാരി ഫീഹിം, നീ അവരുടെ കാര്യത്തിൽ തർക്കിക്കരുത്. ഇല്ല മിറാ ലാഹിറ, ഒരു ലാഹിറായ ബാഹ്യമായ വലിയ ആഴത്തിലൊന്നുമില്ലാത്ത ഒരു തർക്കം മാത്രമേ തർക്കിക്കാവൂ. ഈ വിഷയത്തിലൊന്നും ഒരു തർക്കത്തിലിരിക്കരുത്. നിങ്ങൾ ഒന്നിങ്ങനെ പറഞ്ഞു പോവുക എന്നല്ലാതെ ഗഹനമായ ആഴത്തിലുള്ള ഒരു ചർച്ച, ഗുഹാവാസികളുടെ എണ്ണം എത്ര എന്ന് തീരുമാനിക്കാൻ ഒരു സംവാദം നടക്കുന്നു, ഒരു ചർച്ച നടക്കുന്നു, അങ്ങനെ നിങ്ങൾ നേരം കൊല്ലരുത്. വലാ തസ്തഫ്തി, നീ ഫത്വ ചോദിക്കുകയും വേണ്ട, തീരുമാനം ചോദിക്കുകയും വേണ്ട. ഫീഹിം, ഇവരുടെ വിഷയത്തിൽ അഹദം മിൻഹും അഹദ, അവരിൽപ്പെട്ട ആരോടും മറ്റാരോടും ഈ തീരുമാനം നീ അന്വേഷിക്കാനും പോണ്ട. എന്നുവെച്ചാല് ഞങ്ങളെ കിതാബിൽ ഗുഹാവാസികളെ പറ്റി പറഞ്ഞിട്ട് ഞങ്ങൾക്ക് റാഹത്തായില്ല, അതുകൊണ്ട് നിങ്ങളെ കിതാബിലൊക്കെ എന്താ അതിനെപ്പറ്റി പറഞ്ഞതെന്ന് നാട്ടുകാരോട് ചോദിക്കാനും പോണ്ട കൂട്ടരെ. റബ്ബ് നമ്മളെയൊക്കെ കണ്ട് പറഞ്ഞതാന്ന് ആയത്ത് വായിക്കുമ്പോൾ മനസ്സിലാവില്ലേ? ഇതൊരിക്കലും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കുകളല്ല. അപ്പൊ പിന്നെ നമുക്കുണ്ടാകുന്ന സംശയം, തർക്കിക്കണ്ടെന്ന് നമ്മളോട് പറഞ്ഞിട്ട് പിന്നെന്തിനെ റബ്ബ് ഇത് പറഞ്ഞു വെച്ചത്? അപ്പോഴാണല്ലോ അതൊരു പരീക്ഷണമാവുക. പിന്നെ ജാലൂത്തിന്റെ താലൂത്തിന്റെയും ഒക്കെ സംഭവം പറഞ്ഞില്ലേ ഖുർആനിൽ സൂറത്തുൽ ബഖറയുടെ ഭാഗത്ത്? അന്ന് താലൂത്തും ഈ കൂട്ടരും കൂടി സിദ്ധത്തിന് പോകുന്ന സമയത്ത് ഒരു പരീക്ഷണം, ഒരു നദി കണ്ടെത്തിയിട്ട് പറഞ്ഞു ഈ നദി മുറിച്ചു കിടക്കണം, പക്ഷെ കോരി കുടിക്കരുത് വെള്ളം. വെള്ളം ഇല്ലാത്തടത്ത് കൂടി പോയാൽ ബുദ്ധിമുട്ടില്ലായിരുന്നു. പക്ഷെ ഒരു വെള്ളത്തിന്റെ അരികിലൂടെ കൊണ്ടുപോയിട്ട് ഈ സൈന്യാധിപൻ ഇവരോട് പറയാണ് നിങ്ങൾക്ക് ദാഹം ഉണ്ടാവും, പക്ഷെ ഇവിടുന്ന് കുടിക്കാൻ പാടില്ല. പിന്നെ ഒരു അതിനേക്കാളും വലിയൊരു പരീക്ഷണം കൊടുത്തു, വേണമെങ്കിൽ ഒരു കോരൽ കോരി കുടിച്ചോളൂ, അതിലപ്പുറം കുടിക്കാനും പാടില്ല. ഇത് രണ്ടാമത്തെ അതിനേക്കാളും വലിയ പരീക്ഷണമാണല്ലോ. തീരെ കുടിക്കാത്തതും കുടിക്കാതെ പോയിന്ന് വരും. ഒരു കോരല് കുടിച്ചാൽ അവിടെ നിൽക്കൂല, പിന്നെയും കുടിക്കും. ഈ കുടിച്ചോരാരെന്റെ കൂടെ കൂടണം എന്നില്ല, അല്ലാത്തൊരു മതി എന്റെ കൂടെ യുദ്ധത്തിന്. ഇതാണ് ആ പരീക്ഷണം ആ സൈന്യത്തെ കൊണ്ടുപോവുകയും ചെയ്തത്. അപ്പോഴല്ലേ അത് പരീക്ഷണമാവുള്ളൂ. അതുപോലെ ഇതൊന്നും പറയാതെ പടച്ചവനെ സംസാരിച്ചാൽ പരീക്ഷണമാവില്ല. അള്ളാന്റെ ഈ നിർദ്ദേശങ്ങൾ പാലിക്കുമെന്നാണ് റബ്ബിന് നോക്കാളേ. നിങ്ങൾ ഈ കാര്യത്തിൽ ഒരു ലാഹിറായ തർക്കം, എന്താ ഗുഹാവാസികളെ പറ്റിയൊക്കെ ഞങ്ങളെ കിതാബിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്, ഇന്ന കാര്യങ്ങളൊക്കെയാ പറഞ്ഞിരിക്കുന്നത്. അതെന്താ അങ്ങനെ? ഖുർആൻ എന്താ കാലം പറയാതിരുന്നത്? അങ്ങനെ ഉണ്ടാവോ? അങ്ങനെ സംഭവിക്കാമോ? അങ്ങനെയാണ് 300 കൊല്ലം ആൾക്കാരങ്ങനെ ഭക്ഷണമൊന്നും കഴിക്കാതെ അങ്ങനെ കിടക്കുക. എന്താ ഈ പറയുന്നത്? അങ്ങനെ വല്ല ഗുഹയും കണ്ടു കിട്ടണതല്ലേ? ഈ ജാതി വർത്തമാൻ സാരല്ല, അങ്ങനൊക്കെ ഉണ്ട് എന്ന് കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. സംഭവ്യമാണെന്ന് എന്റെ ബുദ്ധിക്ക് തോന്നുകയും ചെയ്തു. സാധ്യത ഉണ്ട് ഈ ദുനിയാവില്, സാധിക്കാവുന്നതാണ്, സംഭവിക്കാവുന്ന ഒരു കാര്യമാണെന്ന് എന്റെ ബുദ്ധി സമ്മതിക്കുകയും ചെയ്യുന്നു. ഖുർആനിലാണ് പറഞ്ഞ് അവിടെ ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞ് ഒഴിയല്ലാതെ അതിനപ്പുറമുള്ളൊരു ആഴത്തിലേക്ക് പോകേണ്ടതില്ല. ആ തസ്തത്ത് വീമിന്നം ആധാറാൻ ഈ കാര്യത്തിൽ മറ്റാരോടും തീരുമാനം അന്വേഷിക്കാൻ പോണ്ട. വേറെ ആരോടെങ്കിലും പോയി അന്വേഷിച്ച് തീരുമാനിക്കേണ്ടതില്ല, ഈ കാര്യം നിൽക്കേണ്ടതില്ല. അപ്പോ ആ ആയത്തുകൊണ്ട് കിട്ടുന്ന പ്രയോജനം എന്താ? നേരത്തെ ആയത്തിൽ അള്ളാഹു മനുഷ്യന്റെ ഒരു സ്വഭാവം ചൂണ്ടിക്കാണിച്ചല്ലോ. എന്ത്? കാര്യപ്പെട്ടവരാരെങ്കിലും മരിച്ചാല്, ഇഷ്ടപ്പെട്ടവരാരെങ്കിലും മരിച്ചാല് എന്തെങ്കിലും ഒരു സ്മാരകം ഉണ്ടാക്കണ്ടേ എന്നൊരു ചിന്ത മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന മാതിരി ആളുകളിൽ ഈ ചരിത്ര കാര്യങ്ങളെപ്പറ്റിയും സംഭവങ്ങളെപ്പറ്റിയും ഇതുപോലെ പലതും വിളിച്ചു പറയും. ഒരു വിവരം ഉണ്ടാവില്ല. അത് സത്യല്ലേ? നമ്മൾ ചില ആളുകളൊക്കെ ചില കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുന്ന സദസ്സുകളിൽ പോയിരുന്നിട്ട് ഒരു അരമണിക്കൂർ നേരം ശ്രോതാവായിരുന്നിട്ട് അയാളോട് നിങ്ങൾ ഈ പറഞ്ഞൊക്കെ എവിടുന്ന് കിട്ടിയതാ, അങ്ങനൊക്കെ ആവുന്ന എനിക്ക് തോന്നുന്നു എന്ന് പറയാനല്ലാതെ ഇയാളെ പക്കൽ വേറെ ഒന്നും ഉണ്ടാവില്ല.
അത് ചരിത്ര കാര്യങ്ങളെപ്പറ്റി ആയാലും വർത്തമാനകാല സംഭവങ്ങളെപ്പറ്റി ആയാലും ഒക്കെ സംസാരിക്കുന്ന സംസാരം കണ്ടാൽ ഒരു പിടിപാടുണ്ടാവില്ല ഇയാളെ മക്കൾ. പക്ഷെ പറയുന്നത് കണ്ടാൽ തോന്നും ഇയാൾ ഇതിന്റെ ഫുൾ അതോറിറ്റി ആയിട്ടാണ് അറിഞ്ഞിട്ടാണ് പറയുന്നത്. അത് വളരെ വ്യക്തമാവുന്ന ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഖുർആനെ പറ്റി വിമർശിക്കുന്ന ആളുകളെ പറ്റി പരിശോധിച്ചാൽ മതി. ഖുർആനെ പറ്റി വിമർശിക്കുന്ന 2 മണിക്കൂർ നേരമൊക്കെ ഖുർആനെ വിമർശിച്ച് സംസാരിക്കുന്ന ആൾക്കാർ നിങ്ങളൊന്ന് വായിച്ചോണമെന്ന് ചോദിച്ചു നോക്കി. ഞാൻ വായിച്ചിട്ടൊന്നുമില്ല. കഴിഞ്ഞില്ലേ? ഖുർആൻ വായിക്കാത്തവരാ ഖുർആനെ വിമർശിക്കുന്നത്. നല്ലൊരു ശതമാനം ആളുകളുടെ അവസ്ഥ ഇതാ. ഏത് കാലഘട്ടത്തിലും നിങ്ങൾ മറ്റുള്ളവർ പറഞ്ഞു നോക്കൂ, ഖുർആൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്ന ആളുകളോട് നിങ്ങൾ ഇതൊന്ന് വായിച്ചു നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ എതിർക്കുന്നതിന് മുമ്പ്, വിമർശിക്കുന്നതിന് മുമ്പ് ഒരു തവണ വായിക്കണല്ലേ എന്താണ് കേടാന്ന് പറയണമെങ്കിൽ. ഞാൻ വായിച്ചിട്ടൊന്നുമില്ല, പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഖുർആൻ അങ്ങനെയൊക്കെയാണെന്ന് ഞാനും പറയാണ്. ഇതാ പലപ്പോഴുള്ള അവസ്ഥ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് വിലക്കി എന്ന് പറഞ്ഞ് ഉപദേശിച്ച കൂട്ടത്തിൽ പറഞ്ഞാണ് കസറത്ത് സുആൽ, കണ്ടമാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിക്കരുതെന്ന് പറഞ്ഞത്. സംഭവിക്കുമ്പോൾ അന്വേഷിച്ചോളൂ, സംഭവിക്കാൻ സാധ്യത ഉണ്ട് എന്ന് കണ്ട് അന്വേഷിക്കേണ്ടയില്ല എന്ന് പറഞ്ഞ് വിലക്കിയിരുന്നു. കസറത്ത് സുആൽ വഖീൽ വഖാൽ, ആരാണ്ടോ പറഞ്ഞിരിക്കുന്നു, ഇവൻ പറഞ്ഞിരിക്കുന്നു എന്നെല്ലാം കൂടി പറയുന്ന വാക്കുകൾ പെരുപ്പിക്കരുത് എന്നാണ്. അല്ലാതെ വെറുതെ കാലാ കീല എന്നെല്ലാം കൂടി പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ആ സ്വഭാവത്തെയാണ് ഇവിടെ ഖുർആൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഒരടിസ്ഥാനവുമില്ല, ഒരു വിവരമില്ലാതെ ഈ തരം കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുന്ന ശീലം ആളുകളിൽ കാണാം. അതുണ്ടാകരുത്. ഇനി ഈ തരം വിഷയങ്ങളില് ഖുർആൻ ആ പറഞ്ഞു അന്ന് അവിടെ നിൽക്കുകയല്ലാതെ അതിന്റെ അപ്പുറമുള്ള ഭാഗത്തേക്ക് പോവേണ്ടതില്ല എന്നാണ് വഹയിലൂടെ സഹാബികൾക്ക് കിട്ടിയ പാഠം നമുക്ക് ലഭിച്ചതുപോലെ. 100% ആളുകൾ അത് പാലിച്ചു. ആരും നബിയെ ശല്യപ്പെടുത്തിയില്ല ഒരിക്കൽ പോലും. ഇത്ര തവണ ഓതി ഖുർആൻ നബിയുടെ കാലത്ത് ഒരിക്കൽ പോലും നബിയെ പോലെ അവർ ശല്യപ്പെടുത്താനോട്ട് പോയിട്ടില്ല. അവര് ആ പറഞ്ഞ മതി, ഇത്ര പറഞ്ഞ് ഞങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹ് ഉദ്ദേശിച്ചെങ്കിൽ അത് മതി എന്ന് വിചാരിച്ച് തീരുമാനിക്കുകയും ചെയ്തു. അവിടെ നിർത്താം. ബാക്കി വലാ തഖൂലന്ന, നീ പറയരുത് ലിശൈഇൻ, ഒരു കാര്യത്തെപ്പറ്റി ഇന്നി ഫായിലുൻ ദാലിക ഗദാ എന്ന് നീ പറയരുത്. തീർച്ചയായും ഞാൻ നാളെ അത് ചെയ്യും എന്ന് നീ പറയരുത്. ഇന്നി ഫായിലുൻ, തീർച്ചയായും ഞാൻ ചെയ്യും, ദാലിക അത്, ഗദാ നാളെ എന്ന് നീ പറയരുത്. ഇല്ലാ യശാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ എന്നേ പറയാൻ പാടുള്ളൂ. വ്യക്തമാണ്, എല്ലാവരും ഏകോപിച്ച് പറഞ്ഞ അഭിപ്രായമാണ്. നാളെ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെപ്പറ്റി പറയുമ്പോൾ ഇൻഷാ അല്ലാഹ്, അള്ളാഹുവിന്റെ ഉദ്ദേശം ഉണ്ടെങ്കിൽ, അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ എന്നല്ലാതെ പറയാൻ പാടില്ല. വദ്കുർ റബ്ബക ഇദാ നസീത, മറന്നുപോയാൽ റബ്ബിനെ ഓർമ്മിക്കണം. വദ്കുർ, നീ ഓർക്കണം, റബ്ബക, നിന്റെ രക്ഷിതാവിനെ, ഇദാ നസീത, നീ മറന്നുപോയാൽ. വഖുൽ, നീ പറയണം, അസാ യഹ്ദിനി റബ്ബി, എന്റെ റബ്ബ് എനിക്ക് മാർഗം കാണിച്ചു തന്നേക്കാം. ലി അഖറബ മിൻ ഹാദാ റഷദ, ഇതിനേക്കാൾ സന്മാർഗത്തോടടുത്ത കാര്യത്തിലേക്ക് റബ്ബ് എനിക്ക് മാർഗം കാണിച്ചു തന്നേക്കാം എന്ന് നീ പറയുകയും വേണം. അസാ അൻ യഹ്ദിയനി, എന്റെ റബ്ബ് എനിക്ക് ഹിദായത്ത് നൽകിയേക്കാം, വഴി കാണിച്ചു തന്നേക്കാം. എവിടേക്ക്? ലി അഖറബ മിൻ ഹാദാ, ഇതിനേക്കാൾ അടുത്തതിലേക്ക്. എന്തിനോട്? റഷദ, സന്മാർഗത്തോട്. ഇതിനേക്കാൾ നല്ല സന്മാർഗത്തോട് ഇതിനേക്കാൾ അടുത്ത വല്ല കാര്യങ്ങൾക്കും റബ്ബ് എനിക്ക് തൗഫീഖ് നൽകിയേക്കാം എന്ന് നീ പറയുകയും ചെയ്യാ. മറന്നുപോയാൽ പിന്നീട് റബ്ബിനെ ഓർമ്മിക്കുകയും ചെയ്യാം. അടുത്ത ആയത്ത്, വലബിസൂ ഫീ കഹ്ഫിഹിം, അവരവരുടെ ഗുഹയിൽ കഴിച്ചുകൂട്ടി, സലാസമിയത്തിൻ സിനീൻ, പിന്നെ 300 വർഷം, വസ്ദാദു, അവർ അധികരിപ്പിച്ചു, തിസ്അ, ഒരു 9 വർഷം അധികരിപ്പിക്കുകയും ചെയ്തു എന്നാണ്. അപ്പൊ ഗുഹാവാസികളെ സംഭവം പറഞ്ഞില്ല, കഴിഞ്ഞില്ല, തീർന്നിട്ടില്ല. അത് അടുത്ത ആയത്ത് പറയുന്നുണ്ട്. അതിനൊക്കെ അടക്കാണ് റബ്ബ് എന്ത് പറയുന്നത്? നാളെ എന്തായിരുന്നാലും ഒരു കാര്യം ഞാൻ ചെയ്യുമെന്ന് ഉറപ്പിച്ച് പറയരുത്. ഇൻഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ എന്ന് കൂട്ടിയിട്ടല്ലാതെ, ഇത് കൂട്ടി പറഞ്ഞിട്ടല്ലാതെ പറയാൻ പാടില്ല. അപ്പൊ സ്വാഭാവികമാണ് ഈ ആയത്ത് കേൾക്കുന്ന ഏതൊരുത്തനെ സംബന്ധിച്ചുണ്ടാകും ഒരു ചിന്ത, എന്റെ ഈ വിഷയം ഇതിനിടയിൽ കൊണ്ടുവന്ന് പറയാൻ. അതന്നെയാണ് റബ്ബിന്റെ ആവശ്യം. ഈ സൂറത്ത് അവതരിക്കാനുള്ള കാരണമായി ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട് വരുന്നത് ഒരു സംഭവമുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല നേരത്തെ, ഈ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ല, മറ്റേതോ സമയങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന പ്രവർത്തനം ഇങ്ങനെ വന്നപ്പോൾ ഇത് സത്യമാണോ അതോ അല്ലയോ എന്ന് സംശയിക്കുന്ന ഒരു പറ്റം ആളുകൾ ഏതായിരുന്നാലും അവിടെ ഉണ്ടായിരുന്നല്ലോ.
സത്യമാണെന്ന് അറിഞ്ഞിട്ട് നിഷേധിക്കുന്ന ആളുകളുണ്ടായിരുന്നു. പക്ഷെ ആത്മാർത്ഥമായിട്ടത് സത്യമാണോ അല്ലേ എന്നൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടായിരുന്നു. അവരിൽപ്പെട്ട ഒരു കൂട്ടം ആളുകൾ മദീനയിൽ വന്നു, യസ്രിബിൽ വന്നിട്ട് യഹൂദികളോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്താണ്? ഏതാണ്ട് 10, 12, 13 കൊല്ലത്തോടായിപ്പോ മക്കയില് മുഹമ്മദ് വന്നു തുടങ്ങിയിട്ട് ഇപ്പൊ ഏതാണ്ടുള്ള അവസ്ഥയില് ഞങ്ങളെ സംശയം എപ്പോഴും തീരുന്നില്ല. അത് സത്യസന്ധനാണോ അല്ലേ? ഞങ്ങൾക്കാണ് ഈ പൂർവിക ഗ്രന്ഥങ്ങളെ പറ്റി യാതൊരു വിവരമില്ലാത്തൊരു വർഗ്ഗമാണ് ഞങ്ങൾ. നിങ്ങൾക്ക് വേദം അറിയാലോ, അതുകൊണ്ട് ഈ ഇദ്ദേഹം സത്യസന്ധനാണോ അല്ലേ നിങ്ങൾക്ക് തിരിച്ചറിയണം. അതിന് ഞങ്ങൾക്ക് അയാളോട് ചോദിക്കാൻ പറ്റിയ 2 or 3 ചോദ്യങ്ങൾ നിങ്ങൾ പറഞ്ഞതാണ്. ആ ചോദ്യങ്ങൾ ഞങ്ങൾ പോയിട്ട് ചോദിക്കട്ടെ, എന്നാ അറിയാലോ ഇയാൾ സത്യവാനാണോ അല്ലേ. പാവങ്ങളാണ് ഒരർത്ഥത്തില്, കാര്യം അറിയാൻ വേണ്ടി ശ്രമമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യസന്ധനാണോ അല്ലേ എന്നറിയാൻ നബിയോട് 2 or 3 ചോദ്യങ്ങൾ ചോദിക്കാം. അതിന്റെ ഉത്തരം പറയാൻ കഴിയില്ലെങ്കിൽ പിന്നെ കളവാണ് പറഞ്ഞ് ഉറപ്പിക്കാലോ. അങ്ങനെ 2, 3 ചോദ്യങ്ങൾ പറഞ്ഞുതരാൻ വേണ്ടി പറഞ്ഞപ്പോഴേ ഇവർ പറഞ്ഞു കൊടുത്തു. എന്താണ്? ഒരു പറ്റം ചെറുപ്പക്കാരുടെ കഥയില്ലേ, ഗുഹാവാസികളുടെ കഥ, ഉറങ്ങിയ അവരെ പറ്റി ചോദിച്ചു നോക്കി, എന്താ പറയാന്നറിയാലോ. പിന്നെ മനുഷ്യന് റൂഹില്ല, ജീവൻ, ആത്മാവ്, അതിനെപ്പറ്റി ചോദിച്ചു നോക്കി, എന്താ മറുപടി പറയാന്നറിയാലോ. പിന്നെ കിഴക്ക് ദിക്കിലേക്കും പടിഞ്ഞാറ് ദിക്കിലേക്കും ദീർഘയാത്ര ചെയ്ത ഒരു പഴയ ചക്രവർത്തിയുണ്ട്, അയാളെപ്പറ്റി വല്ല വിവരങ്ങൾ അറിയാൻ ചോദിച്ചു. ശരിക്കും നബിയാണ് എന്ന അയാൾക്ക് ഇതിന് ഉത്തരം പറയാൻ കഴിയും. നബി അല്ലാത്തവർക്ക് ഇതിനെപ്പറ്റി ഒന്നും പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ചൊല്ലിയച്ചു. ഇത്ര കൂടി പറഞ്ഞു എന്നാണ് ചില റിവായത്തുകളിൽ കാണുന്നത്. ഇതിൽ 2 കാര്യങ്ങളെപ്പറ്റി അയാൾ വ്യക്തമായി മറുപടി നൽകും, ഒരു കാര്യത്തെപ്പറ്റി അയാൾ വ്യക്തമായി മറുപടി നൽകൂല. എന്നുവെച്ചാൽ ആത്മാവിനെ പറ്റി ചോദിച്ചാൽ വിശദീകരണങ്ങൾ ഉണ്ടാവില്ല, ബാക്കി 2 സംഭവങ്ങൾ വിശദീകരിച്ച് പറയുകയും ചെയ്യും, ഒരു നബിയാണെങ്കിൽ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മക്കയിൽ വന്ന സംഭവത്തെപ്പറ്റി ഹദീസുകൾ കാണുന്നത് വളരെ ആഹ്ലാദത്തോടെയാണ്. നബിയെ തോൽപ്പിക്കാൻ പറ്റുന്ന നിലക്കുള്ള ചില കാര്യങ്ങൾ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. ഈ ചോദ്യം ചോദിച്ചിട്ട് നബിയെ ഉത്തരം മുട്ടിക്കാവുന്നതാണ്. ഇവൻ ഈ നബിയുടെ അവരുടെ വാക്കുകളിൽ പ്രകാരമുള്ള കള്ളത്തരം ഇപ്പോൾ നമുക്ക് വെളിവാക്കാന്നൊക്കെ പറഞ്ഞ് അവർ വന്നിട്ട് നബിയോട് ഈ 3 ചോദ്യങ്ങൾ ചോദിച്ചു. സ്വാഭാവികമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നാളെ മറുപടി പറയാം, ഞാൻ നാളെ ഇതിന് വിശദീകരണം നൽകാം. നബിയുടെ പ്രതീക്ഷ അള്ളാന്റെ വഹി വരും എന്നതാണ്. പക്ഷേ ആ നാളേക്ക് ശേഷം വഹി 10-15 ദിവസത്തോളം താമസിച്ചു, വഹി വന്നില്ല. അപ്പൊ ഉണ്ടാകാവുന്ന സാഹചര്യം പിന്നെ മനസ്സുകൊണ്ട് സങ്കല്പിക്കാവുന്ന ആള് എന്താ ഉണ്ടാവുക. ഞങ്ങളൊരു 3 ചോദ്യം ചോദിച്ച ദിവസങ്ങൾ കുറയായി, യാതൊരു മറുപടിയില്ല എന്ന ബഹളങ്ങൾ നടക്കുന്ന സമയത്താണ് സൂറത്തുൽ കഹ്ഫിൽ ആയത്തിറങ്ങിയിട്ട് ആ ഗുഹാവാസികളെ പറ്റി പൂർണ്ണമായ വർണ്ണന നൽകി. മറ്റു 2 കാര്യങ്ങളെപ്പറ്റി സൂറത്തിന് താഴെ ഭാഗത്ത് വരികയും ചെയ്തു. അപ്പോ അതിൽ ഒന്നാമത്തെ വിഷയം ഗുഹാവാസികളെ പറ്റി ആയതുകൊണ്ട് അതിന്റെ മറുപടി പ്രവാചകൻ ഇറക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നിടക്ക് ഖുർആൻ പറഞ്ഞു, പിന്നെ ഒരു കാര്യം നാളെ ഞാൻ എന്തായാലും ചെയ്യുമെന്ന് ഉറപ്പിച്ച് പറയരുത്, അള്ളാന്റെ മശിയത്ത് കൂടെ വേണം, അത് കൂട്ടി പറയണം. ഓർത്തോളണം എക്കാലത്തേക്കും, താങ്കൾ ഓർമ്മിക്കുക, ഈ സമുദായവും എക്കാലം ഈ കാര്യം ഓർമ്മിക്കാൻ. ഒരിക്കലും പ്രവാചകൻ ഇത് മറക്കൂലല്ലോ, പിന്നെ സഹാബികൾ ഇത് മറക്കൂലല്ലോ, സമൂഹത്തിനും മറക്കാൻ കഴിയില്ല. ഗുഹാവാസികളെ കാര്യം പറഞ്ഞിട്ട് നബി എന്നെ നാളെ എന്ന് പറഞ്ഞിട്ട് 15 ദിവസം താമസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നാളെ ഉറപ്പിച്ചു നടക്കുമെന്ന് പറയാൻ ഞാനില്ല. ഇൻഷാ അല്ലാഹ് റബ്ബിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നാളെ, അത്രേ പറയാൻ പാടുള്ളൂ. ഒരു വലിയ ശാശ്വതമായ ഒരു പാഠം നൽകി. അതാണ് സാഹചര്യം. ഈ ഹദീസുകളെ പറ്റി, ഈ കാരണത്തെപ്പറ്റി എല്ലാ പണ്ഡിതന്മാരും ഏകാഭിപ്രായക്കാരല്ല. ആ ഹദീസിന്റെ വിശ്വാസ്യതയെ പറ്റി ചില സംസാരങ്ങളുണ്ട്. ഏതായിരുന്നാലും ശരി, പൊതുവെ അത് സ്വീകരിക്കപ്പെട്ട് വരുന്നത് കൊണ്ടാണ് ആ കാര്യത്തെപ്പറ്റി അറിയിച്ചത്, ഈ ആയത്തിറങ്ങാനുള്ള കാരണമായിട്ട്. അതുകൊണ്ടാണ് ആ വിഷയത്തിലേക്കാണ് ഈ ആയത്ത് സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. ഇനി ഇല്ല, അങ്ങനെ ഒരു സന്ദർഭമൊന്നും ഇല്ല എന്ന് നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല, അങ്ങനത്തെ സാഹചര്യമൊന്നും ഇല്ല എന്ന് സങ്കല്പിക്കൂ. എന്നാലും ഈ ആയത്തിന് പ്രസക്തി ഉണ്ട്. എന്താ കാരണം? ഈ ഗുഹാവാസികളെ നാളേക്ക് എത്ര കൊല്ലം കഴിഞ്ഞു? ഗുഹാവാസികൾ ഉറങ്ങാൻ കടന്നിട്ട് പിറ്റേന്ന് നാളെ ഉണ്ടല്ലോ അല്ലെ, പുലർച്ച, അത് എത്ര ദിവസം കഴിഞ്ഞിട്ടാ? 300 വർഷം കഴിഞ്ഞിട്ടാ. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. ഇതാണ് ഈ ചരിത്ര പറഞ്ഞത്. ഇവർ ഇന്നലെ ഉറങ്ങാൻ കടന്നതാ, പിന്നെ ഉണർന്നത് പിറ്റേന്നല്ല, പിന്നെ 300 കൊല്ലം കഴിഞ്ഞിട്ടാ ഉണർന്നത്. ഇതാണ് മനുഷ്യന്റെ വിധിയെങ്കിൽ ഈ മനുഷ്യൻ എന്തടിസ്ഥാനത്തിലാ നാളെ ഞാൻ ഉറപ്പായും ചെയ്യുമെന്ന് പറയാ? നിങ്ങൾക്കൊരു ചാൻസുമില്ലല്ലോ അങ്ങനെ പറയാൻ. ഓർമ്മിച്ചോളൂ ഈ ചരിത്രത്തിലത്.
ഞാൻ പറഞ്ഞു ആയത്തിന് ഇറങ്ങാനുള്ള കാരണമുണ്ട് എന്നുള്ളത്. ഇനി അങ്ങനെ ഒരു കാരണവുമായി ബന്ധിപ്പിക്കാതെ വളരെ സ്വതന്ത്രമായി ഈ ആയത്തെടുത്താൽ തന്നെ ആ പറയുന്ന ആയത്തിന് വിലയുണ്ട്. ഗുഹാഭാഷകളുടെ സംഭവം കണ്ടില്ലേ? അവർ ഇന്നലെ ഉറങ്ങാൻ കിടന്നതാ, എഴുന്നേറ്റത് 300 കൊല്ലം കഴിഞ്ഞിട്ടാ. ഇതാടോ മനുഷ്യന്റെ അവസ്ഥ? എന്താ നിങ്ങൾ ഉണരുമെന്ന് ഉറപ്പ്? എന്താ നിങ്ങൾ നാളെ ചെയ്യുമെന്ന് ഉറപ്പ്? എന്തായിരുന്നാലും റബ്ബിന്റെ മശിയത്ത് വേണ്ടേ കൂടെ? അതുകൊണ്ട് എന്ത് ചെയ്യുമ്പോഴും എന്ത് പറഞ്ഞേക്കുക? ഇൻഷാ അള്ളാ നാളെ ഞാൻ ചെയ്യും, പിന്നീട് ചെയ്യുമെന്ന് പറയുന്ന കാര്യങ്ങളെപ്പറ്റി ഇൻഷാ അള്ളാ എന്ന് കൂട്ടി പറഞ്ഞേക്കുക. നമ്മളെ ചിന്തയിലുണ്ടാകുന്ന ഒരു കാര്യമുണ്ട്, അതിപ്പോ എത്ര മെനക്കെട്ട് പറയണ അല്ല ഒരു ഇൻഷാ അള്ളാ പറയാന്നല്ലേ? ഒരു ഇൻഷാ അള്ളാ പറയാൻ നിസർദാസിനെ ഏൽപ്പിച്ചാ പോരെ? തുമ്മിയാൽ അൽഹംദുലില്ലാ എന്നൊക്കെ പറയാൻ പഠിപ്പിച്ച പോലെ അല്ലേ? ഇൻഷാ അള്ളാ എന്ന് പറയപ്പോ അല്ല എത്ര മെനക്കെട്ട് ഒരു ആയത്തൊക്കെ മെനക്കെട്ട് പറയണം. എന്താന്നറിയോ? തുമ്മിയാൽ ഒരു അൽഹംദുലില്ലാ പറയുന്ന മാതിരിയല്ല ഇൻഷാ അള്ളാ എന്ന് പറയുന്ന വാക്ക്. ആ ഇൻഷാ അള്ളാ എന്ന് പറയുന്ന വാക്ക് മനുഷ്യന്റെ വിശ്വാസമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യമാണ്. എപ്പോഴാ ഒരു മനുഷ്യൻ ഇൻഷാ അള്ളാ പറയാന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് നാട്ടുനടപ്പാണ്. ചെയ്യാൻ സാധ്യതയില്ലാത്ത സമയത്ത് പറയുന്ന ഒരു വാക്കായിട്ട് നാട്ടുനടപ്പിൽ എത്തിപ്പെട്ട് കാണും. അതിന് ദീൻ കുറ്റക്കാരനല്ലല്ലോ. പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അതല്ല സൂചിപ്പിക്കുന്നത്. ഒരു മനുഷ്യൻ എപ്പോഴാ ഇൻഷാ അള്ളാ പറയാൻ പറയുന്നത്? ആ മനുഷ്യന്റെ വിശ്വാസം ആ കാര്യം ചെയ്യണമെന്നും നടക്കണം അയാൾക്ക് ഉണ്ടാവുക. റബ്ബിന്റെ തൗഫീഖ് അതിന് ലഭിക്കാതെ പോകോ എന്ന് ഇയാൾക്ക് ഭയപ്പാടുണ്ടാവുമ്പോ അയാൾ പറയും ഇൻഷാ അള്ളാ എന്ന് വെച്ചാൽ അതൊരർത്ഥത്തിൽ വ്യംഗ്യമായൊരു പ്രാർത്ഥനയാണ്, ഒരു ദുആയാണത്. റബ്ബെ ഈ കാര്യം ചെയ്യാൻ നിന്റെ തൗഫീഖ് എനിക്കുണ്ടാവണേ. അല്ലേ? ആലോചിച്ച് നോക്കൂ നിങ്ങൾ. കുട്ടിന്റെ കല്യാണം നിശ്ചയിച്ചിട്ട് നമുക്ക് അടുത്ത മാസം നടത്താം, അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇൻഷാ അള്ളാ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അപകടം ബുദ്ധിമുട്ടൊന്നും കൂടാതെ ആ കാര്യം നടക്കാൻ റബ്ബെ ഈ തൗഫീഖ് ചെയ്യണേ എന്ന മനസ്സിന്റെ തേട്ടമാണ് ഈ ഇൻഷാ അള്ളായിട്ട് പുറത്തു വരണേ. അപ്പൊ അത് യഥാർത്ഥത്തിൽ ഈ മനുഷ്യൻ വളരെ മുവഹ്ഹിദാണ്. അള്ളാഹുവിന്റെ സഹായത്തിൽ മാത്രം ഉറപ്പിച്ചു നിർത്തിയിട്ട് റബ്ബിനോട് ദ്വാരക്കണം മനുഷ്യൻ ആ വാക്കുണ്ട്. അതോടൊപ്പം അള്ളാന്റെ വിധിയുണ്ടല്ലോ ഖദറിൽ അയാളെ വിശ്വാസം പോയിട്ട് തറച്ചു നിൽക്കുക. ഞങ്ങളൊക്കെ എന്ത് തീരുമാനിച്ചാലും റബ്ബിന്റെ ഒരു ഖദർ ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ എന്ന് അയാൾക്ക് ഉറപ്പിക്കുകയും ചെയ്യാം. ഈ വിശ്വാസവുമായി ഇതിന് ബന്ധമുള്ളതുകൊണ്ടാ പടച്ചോൻ അതിന് ആയത്തിറക്കിയത്. അല്ല ഒരു സാധാരണ മര്യാദ ഒരു അദബ് മാത്രമാണെങ്കിൽ അത് പഠിപ്പിക്കാൻ അള്ളാഹു ആയത്തിറക്കാൻ കൂടാൻ അർത്ഥത്തിനല്ല ഇത്ര പ്രാധാന്യം കൽപ്പിക്കപ്പെടേണ്ടതില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കുകൾ കൊണ്ട് പഠിപ്പിക്കപ്പെട്ടാൽ മതിയായിരുന്നു. എന്തിനാ ഇങ്ങനെ വിശദീകരിച്ചത്? ഞാൻ ഇൻഷാ അല്ലാഹ് നമ്മൾ ആ അർത്ഥത്തിൽ മനസ്സിൽ കാണണം. ഇൻഷാ അല്ലാഹ് എന്ന് പറയുന്നത് എപ്പോഴാന്ന് പറഞ്ഞാൽ അതൊരു പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ. അതെല്ലാരും അങ്ങനെ പറയാൻ നിന്നാല്, എല്ലാരും ആ അർത്ഥത്തിൽ പറയാൻ നിന്നാല് വേറുള്ളവരെ ചിന്തക്കോന്റെ മനസ്സിന്ന് പോകും. ഇൻഷാ അല്ലാതെ ഇൻഷാ അള്ളാന്റെ സ്ഥാനത്ത് വേറെ ആരും മനുഷ്യന്മാര് പറയില്ലല്ലോ. ഏതെങ്കിലും ഷെയ്ഖിന്റെ വലിയന്റെ പേര് കൂട്ടി പറയാറുണ്ടോ? അള്ളാനെ മാത്രമല്ലേ മനുഷ്യൻ പറയാറുള്ളൂ. എന്തേ കാരണം? ഈ കാര്യത്തിന് തൗഫീഖ്, മശീഅത്ത്, തീരുമാനം റബ്ബിന്റേത് മാത്രമാണെന്ന് ഉറപ്പിക്കുമ്പോഴത് പറയാ. ഈ അർത്ഥത്തോടെ പറഞ്ഞവരൊക്കെ ഇൻഷാ അല്ലാഹ് പറയുമ്പോ ആ ധ്വനിയുണ്ട്, അതിനെനിക്ക് ഗൗരവമുണ്ട്. നേരെ മറിച്ച് ഇൻഷാ അല്ലാഹ് ഒരു ചടങ്ങും വിശ്വാസം വേറെ സ്ഥലത്തിലായപ്പോ ആ വാക്കിന് വിലയില്ലാതായി. അതുകൊണ്ട് തന്നെയാണ് പാലിക്കണം എന്ന് ആൾക്കാർക്ക് വല്ലാതെ തോന്നാതായത്. മനസ്സിലായല്ലോ? അപ്പോ ഇൻഷാ അല്ലാഹ് അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ എന്ന് പറയും ഈ മനുഷ്യന്റെ മനസ്സ് പോയി തറച്ചു നിൽക്കുക. ഇത് നടക്കണോ നടക്കണ്ടേ തീരുമാനിക്കുന്നത് അന്തിമമായിട്ട് റബ്ബുൽ ആലമീനായ തമ്പുരാൻ മാത്രം, വേറെ ആർക്കും അതിൽ പങ്കില്ല ആ തീരുമാനത്തില് എന്ന് ഉറപ്പിക്കുക ചെയ്യുന്നത്. അതാ പറഞ്ഞ വാക്കിന്റെ അർത്ഥം. വലാ തഖൂലന്ന പറയരുത് നിങ്ങൾ ലിശൈഇൻ ഒരു കാര്യത്തെപ്പറ്റി ഇന്നി ഫാഇലു ദാലിക വദ ഞാൻ തീർച്ചയായും നാളെ അത് ചെയ്യും എന്ന് ഉറപ്പിച്ച് പറയരുത്. ഇങ്ങനെയല്ലാതെ ഇല്ല അൻ യശാ അല്ലാഹ് എന്ന് കൂടിയിട്ടല്ലാതെ അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്ന് പറഞ്ഞുകൊണ്ടല്ലാതെ. എന്നിട്ട് അതിന്റെ ബാക്കി എന്താണെന്നറിയോ? വദ്കുർ റബ്ബക ഇദാ നസീത, അഥവാ എപ്പോഴെങ്കിലും അങ്ങനെ പറയാൻ മറന്നുപോയാൽ ഓർമ്മ വരുമ്പോൾ നീ പറയണം, പടച്ചോനെ ഞാനിങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചിരുന്നു, അത് നിന്റെ തീരുമാനം ഉണ്ടെങ്കിലേ നടക്കുള്ളൂ റബ്ബേ, നിന്റെ മശീഅത്തുണ്ടെങ്കിലേ നടക്കുള്ളൂ എന്ന് പറയണം. വഖുൽ നീ പറയണം, നീ അറിയണം, മനസ്സിലാക്കണം. എന്താണ്? അസായി യഹ്ദീനി റബ്ബി ലി അഖ്റബ മിൻ ഹാദാ റശദ, ഇതിനേക്കാൾ മെച്ചപ്പെട്ടതിലേക്ക് എന്റെ റബ്ബ് എനിക്ക് വഴി കാണിച്ചു തന്നുകൂടായികയില്ല എന്ന് നീ പറയുകയും വേണം. അതെന്താണത്? ഈ തീരുമാനിച്ച കാര്യം അല്ല നടക്കുന്നതെങ്കിൽ
അത് നടക്കാതെ പോവുകയാണെങ്കിൽ അതിന്റെ പേരിലാകെ തളർന്നെല്ലാം കൂടി ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു കാര്യം റബ്ബ് എനിക്ക് തൗഫീക്ക് ചെയ്തു കൂടായികയില്ല എന്ന് നീ പറയുകയും വേണം. മനസ്സിലായില്ല? ഖുൽ അസാ അൻ യഹ്ദിയനി റബ്ബി ലിഅഖറബ മിൻ ഹാദാ റശദ എന്ന് പറയേണ്ടത് എപ്പോഴാണെന്നറിയോ? നടക്കാതെ പോലെ എളുപ്പം ഈ കാര്യം. അപ്പോഴാളുകൾ എന്താ പറയാ, എത്ര മെനക്കെട്ടുണ്ടാക്കി കല്യാണം പഠിച്ചു തമ്പുരാനെ, അത് നടന്നില്ല. കല്യാണം ഞാൻ ഉദാഹരണം പറഞ്ഞ് വേഗം ആളുകളെ മനസ്സിൽ തട്ടുന്നൊരു കാര്യമാണ്, ഒരു പിതാവിന്റെ ഒക്കെ. അപ്പൊ അങ്ങനെ പറഞ്ഞിരിക്കേണ്ടയില്ല. സാറില്ല, നടന്നില്ല അല്ലേ. അസാ യഹ്ദിനി റബ്ബി ലിഅഖറബ മിൻ ഹാദാ റശദ, ഇതിനേക്കാൾ മെച്ചപ്പെട്ട എന്തെങ്കിലും നല്ല കാര്യങ്ങൾ വന്നുകൂടായികയില്ലല്ലോ, ഇതിനേക്കാളും നല്ല കാര്യങ്ങൾ വന്നുകൂടായികയില്ലല്ലോ എന്ന പ്രതീക്ഷ ബാക്കി നിർത്തുകയും ചെയ്യാം. എന്നിട്ട് ഈ ആയത്തിന്റെ ഭാഗത്ത് ഒരു സൂചനയുണ്ട് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. ഖുർആൻ വ്യാഖ്യാന തഫ്സീറുകൾ കാണും. എന്താണെന്നറിയോ? പ്രവാചകരെ, താങ്കളുടെ അവസ്ഥ പറയാലോ, അബൂതാലിബ് മരണപ്പെട്ടു, ഖദീജയും മരണപ്പെട്ടിട്ട് ആ കൂടി സ്വന്തം നിലനിൽപ്പ് പോലും പ്രയാസമായി നിൽക്കുന്ന ഒരു സാഹചര്യമില്ലേ? അസാ യഹ്ദിനി റബ്ബി ലിഅഖറബ മിൻ ഹാദാ റശദ പറഞ്ഞോളൂ. കുറച്ചുകൂടി മെച്ചപ്പെട്ട എന്തെങ്കിലും മാർഗങ്ങൾ റബ്ബ് കാണിച്ചു തരാതിരിക്കില്ല എന്ന് താങ്കളും പറഞ്ഞോളൂ എന്ന് പറയുമ്പോൾ ചിത്രത്തിൽ എവിടെയും ഒരു ഹിജ്റയോ പാലായനമോ മദീനയോ ഒന്നുമില്ല. അപ്പൊ ആ ഹിജ്റയിലേക്കും അതിനുശേഷമുള്ള ഇസ്ലാമിന്റെ വളർച്ചയിലേക്കും നബിക്ക് കിട്ടിയ സൗകര്യങ്ങളിലേക്കുമുള്ള സൂചനയാണ് അസാ അൻ യഹ്ദിയനി റബ്ബി ലിഅഖറബ മിൻ ഹാദാ റശദ എന്ന ആയത്തിലൂടെയുള്ളത് എന്നുകൂടി ഖുർആൻ വ്യാഖ്യാതാക്കൾ വിശദീകരിക്കുന്നു. അത് ആയത്തും ആ കാലഘട്ടവുമായി ബന്ധിപ്പിച്ച് പറഞ്ഞതാണ്. അപ്പോ അള്ളാഹു ആയത്തിലൂടെ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, ഈ ആയത്ത് അവതരിക്കാനുള്ള കാരണം എന്താണെന്ന് അന്വേഷിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി തീർത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ചോദിച്ചൊരു സന്ദർഭത്തെക്കുറിച്ച് നമ്മളെ പഠിക്കാൻ പ്രേരിപ്പിച്ചു. കൂട്ടത്തിൽ ഒരു മര്യാദ പഠിപ്പിക്കുകയും ചെയ്തു. നാളെ നടക്കാൻ പോകുന്ന, ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി എന്തായാലും ഉറപ്പായിരുന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ റബ്ബിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ എന്ന് കൂട്ടി പറഞ്ഞേക്കുകയാണ്. ഇനി ആ ചരിത്രം തുടരാണ്. ലബിസു, അവർ താമസിച്ചു, ഫീ കഹ്ഫിഹിം, അവരുടെ ഗുഹയിൽ, 300 സിനീൻ, 90 വർഷം, 300 വർഷം, 300 സിനീൻ, വസ്ദാദു 9 അവർ കൂട്ടുകയും ചെയ്തു. അപ്പൊ 300 അല്ലെങ്കിൽ 309 എന്നാണ്. ഇത് പഴയകാല തഫ്സീറുകൾ മുതൽക്കേ അവർ പറഞ്ഞു കാണുന്നു. ചന്ദ്രവർഷവും സൂര്യവർഷവും തമ്മിലുള്ള കണക്കുകൾ തമ്മിലുള്ള വ്യത്യാസമാണ് ഈ പറയുന്നത്. സൂര്യവർഷ കണക്കിലെടുത്താൽ 300 വർഷവും ചന്ദ്രവർഷ കണക്കിലെടുത്താൽ 11 ദിവസത്തിന് വ്യത്യാസം ഉണ്ടാവുമല്ലോ ഓരോ വർഷവും. അപ്പൊ ആ നിലക്ക് കണക്ക് കൂട്ടിയാല് 300 വർഷം സൂര്യവർഷം കഴിയുമ്പോൾ ചന്ദ്രവർഷ കണക്ക് കൂട്ടിയാൽ 309 വർഷമായിട്ടുണ്ടാവും. അതാണ് നേർക്കുനേരെ 309 എന്ന് പഠിച്ചോണ്ട് ഒരു ആയത്തിറക്കാലോ. അത് പറയാതെ അവര് 300 കല്ല കഴിച്ചു കൂട്ടിയത്, പിന്നെ ഒരു 9 കൂടി കൂട്ടുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ വേറൊരു കണക്ക് പ്രകാരം കണക്ക് കൂട്ടിയാൽ 309 കണക്കാക്കുകയും ചെയ്തോളൂ എന്ന്. ഇത് ആധുനിക കാലഘട്ടത്തിലെ തഫ്സീറുകളൊന്നും അല്ലേ, പഴയ കാലഘട്ടത്തിലെ തഫ്സീറുകൾ തന്നെ ഈ വ്യത്യാസമാണ് സൂചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു കാണുന്നുണ്ട്. അല്ലാഹു അലം. ഏതായിരുന്നാലും ശരി, ആ കാലഘട്ടത്തിൽ ഇവരെത്ര കാലം കഴിച്ചുകൂട്ടി എന്നതിനെപ്പറ്റി തർക്കം നടക്കുന്നുണ്ടാവണം. പലരും പല കൊല്ലങ്ങൾ പറയുന്നുണ്ടാവും. ആ സമയത്താണ് റബ്ബിന്റെ തീരുമാനം പറയുന്നത് 300 വർഷമാണ് അവർ ഉറങ്ങിയത്. ശരിക്കും നമ്മളൊക്കെ കഥ പറയുകയാണെങ്കിൽ ഇത് ആദ്യം പറയണമെന്നാ തോന്നുക, 300 കൊല്ലം എന്നുള്ളത്. പക്ഷെ പടച്ചോനെ സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമില്ല. അത് ആ ചരിത്രത്തിന്റെ അവസാനം കൊണ്ടുപോയിട്ട് പറഞ്ഞു. എന്നിട്ട് അത് 300ഉം പിന്നെ ഒരു 9ഉം കൂടി കൂട്ടി എന്നൊക്കെ പറയാൻ കണക്ക് പഠിച്ച ഒരാളൊന്നുമല്ലല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചന്ദ്രവർഷ കണക്കും സൂര്യവർഷ കണക്കും നമ്മൾ കണക്ക് കൂട്ടുമ്പോ 300 സൂര്യവർഷം കഴിയുമ്പോൾ ചന്ദ്രവർഷ കണക്കൂട്ടിയാൽ ഒരു 9ന്റെ വ്യത്യാസം വരും എന്ന് പഠിക്കാനുള്ള വിധിയൊന്നും ഉണ്ടായില്ല. ആ വാക്കുകള് ഇത് പടച്ചോന്റെ വാക്കാണെന്ന് തെളിവാണ്. കണിശമാണ് ആ പ്രയോഗം. സൂര്യവർഷത്തിൽ 300ഉം ചന്ദ്രവർഷത്തിൽ 309 വർഷവും അവർ താമസിച്ചു കഴിച്ചുകൂട്ടിയെന്ന്. കൊൽ എന്നിട്ട് നീ പറയാം, അല്ലാഹു ആലം ബിമാ ലബിസു, റബ്ബിനെ അറിയാ അവർ എത്ര കാലാ കഴിച്ചുകൂട്ടിയത്. അപ്പൊ 309 അല്ലേ? 309 അല്ലേ? വേറെണ്ടോ? അല്ല, 309 തന്നെ. 300 അല്ലെങ്കിൽ 309 വർഷം തന്നെ. പിന്നെ എന്താ ഈ പറയുന്നത്? നാട്ടിൽ നിങ്ങളൊക്കെ പറഞ്ഞു നടക്കുന്ന പോലെ എല്ലാ കൂട്ടുകാരെയും തന്നെ ശരി, റബ്ബിനാണത് ശരിക്കറിയാം. ലഹു ഗൈബുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളിലെ മറഞ്ഞ കാര്യങ്ങളൊക്കെ അവനറിയാം. അബ്സിർ ബിഹി വസ്മി, എന്തുമാത്രം കാണുന്നവനവന്, എന്തുമാത്രം കേൾക്കുന്നവനാണവന്.
ആശ്ചര്യത്തിന് ഉപയോഗിക്കുന്ന പ്രയോഗങ്ങളാണ് അറബിയിൽ അബ്സിർ ബി, അസ്മിൽ ബി എന്നൊക്കെ പറയുന്ന വാക്ക്. തഅജ്ജുബിന്റെ സിയ എന്ന് പറയും, അറബി അറിയുന്നതിൽ പലർക്കും. തഅജ്ജുബിന്റെ നമ്മൾ മലയാളത്തിൽ എന്തൊരു എന്നൊക്കെ പറയുന്ന ആ ഒരു ശൈലിയിൽ അറബിയിൽ പറയാ അഹ്സൻ ബിഹാദൽ വലദ്, എന്തോ ഒരു നല്ല കുട്ടി. അജ്മൽ ബിഹാദൽ സർ, എന്തോ ഒരു രസമുള്ള പൂവ്, ഭംഗിയുള്ള പൂവ്, എന്തൊരു ഭംഗി എന്ന അർത്ഥത്തിന് ഈ സിയാണ് ഉപയോഗിക്കാം, ഈ രീതി ഉപയോഗിക്കാം. അപ്പൊ അബ്സിർ ബിഹി വാസ്മ്യ, റബ്ബിന്റെ കാഴ്ചയും കേൾവിയും ഒക്കെ എന്തുമാത്രം ശക്തിമത്താണ്, പൂർണ്ണമാണ്. വല്ലാതെ കാണുന്നവൻ, വല്ലാതെ കേൾക്കുന്നവൻ. മാലഹു, നിങ്ങൾക്കില്ല, മിൻ ദൂനിഹി, അവനെ കൂടാതെ, മിൻ വലിയൻ, യാതൊരു വലിയുമില്ല, ഒരു രക്ഷകർത്താവുമില്ല. വലാ യുശ്രികു, അവൻ പങ്കു ചേർക്കാറില്ല, ഫീ ഹുക്കുമിഹി, അവന്റെ ഹുക്കുമിൽ, അവന്റെ തീരുമാനങ്ങളിൽ, അഹദ, മറ്റാരെയും പങ്കു ചേർക്കാറുമില്ല. ഇത് കഥയല്ലല്ലോ, ആളുകളെ മോഹിപ്പിക്കാനും മരണം ഭരിക്കാനും വേണ്ടി പറഞ്ഞൊരു മോഹത്തിന്റെ വാക്കല്ല, യഥാർത്ഥത്തിന്റെ വാക്കാണ്. അപ്പൊ ആ അനുഗ്രഹം കൂടി അവർക്ക് കിട്ടട്ടെ എന്നാ. അതുകൊണ്ട് ഉമർ റളിയല്ലാഹു കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഷഹീദായി എന്ന് പറയുമ്പോൾ നമുക്കൊരു വിഷമവും തോന്നില്ല എന്ന് ചിന്ത. എന്നുവെച്ചാൽ നമ്മ മരണത്തോട് അൽഹംദുലില്ലാഹ് പറയല്ല, ആ പുണ്യം കൂടി അവർക്ക് കിട്ടട്ടെ എന്ന് അള്ളാഹു തീരുമാനിച്ചതാണ്. അങ്ങനെയൊന്ന് ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ പോകാൻ മെനക്കെട്ട് നോക്കി. ഇപ്പോൾ എന്നോട് ചോദിക്കും ഞാൻ എവിടേക്ക് എത്തിയോ? ഇല്ല, നമ്മളെല്ലാവരും കൂടി തന്നെ ആ നിലക്കൊന്ന് ചിന്തിക്കാൻ വേണ്ടി മെനക്കെട്ട് നോക്കി. മനസ്സ് പരസ്പരം പാകപ്പെടുത്തുക. നിങ്ങൾ എന്താ അങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത്? ഇത് ജീവിതമല്ലേ. നമ്മളൊക്കെ മറ്റുള്ളവർ ചിന്തിക്കണമാതിരി ചിന്തിക്കാൻ പാടില്ല. സ്വന്റെ വിധി ഉണ്ടാവുന്നു. അല്ല, ഈ ജീവിതത്തിന്റെ ഭക്ഷണവും ആഹാരവും സുഖസൗകര്യങ്ങളും ഒക്കെ നമ്മളൊക്കെ തീരുമാനിച്ചതാ അല്ലോ. അതെത്ര കാലം ഹൈറ് വേണം, എത്ര കാലം ബുദ്ധിമുട്ട്, എത്ര കാലം നന്മ എന്നൊക്കെയുള്ളത് അള്ളാഹുവിന്റെ വിധി അനുസരിച്ച് വരും. പക്ഷെ അള്ളാഹിനെ പറ്റി നല്ല വിചാരം വെക്കൂ, കുഴക്കൂല, കഷ്ടപ്പെടുത്തൂല. ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ മറ്റൊരു സുഖം ഉണ്ടാവും. ഇന്ന മാൽ യുസ്രി യുസ്ര, ഇന്ന മാൽ യുസ്രി യുസ്ര നമുക്കറിയുന്ന അതല്ലേ. പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ട്, തീർച്ചയായും പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ട്. 2 തവണയാണ് ആ കാര്യം പറഞ്ഞത്. പ്രയാസമുണ്ടോ, എളുപ്പമുണ്ട്. ഇന്നമാൽ യുസ്രി യുസ്ര, വീണ്ടും അതേ വാക്കിനെ പറഞ്ഞു. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുമോ, എളുപ്പത്തിന് കഷ്ടം വരും. നിങ്ങൾ പിന്നിക്കൊന്ന് തിരിഞ്ഞു നോക്കി, നമ്മുടെ ജീവിതത്തിലൊക്കെ അങ്ങനെയല്ല ഉണ്ടായത്. ചിലപ്പോൾ ഭയങ്കര ടൈറ്റും ബുദ്ധിമുട്ടും വിഷമവും പ്രത്യേകിച്ചൊന്നുമില്ല. അവിടുന്ന് പ്രശ്നം, ഇവിടുന്ന് പ്രശ്നം, അത് വന്ന് ഇത് വന്നെല്ലാം കൂടി കിട്ടിയ ശമ്പളവും കടം വാങ്ങിയിട്ടും കഴിയാതെ ഇടങ്ങറയി കുറെ മാസം അങ്ങനെ പോയപ്പോ പിന്നെ കുറെ മാസം ഒരു ആശ്വാസത്തിന്റെ മാസം. പ്രത്യേകിച്ച് രോഗമില്ല, വലിയ ആവശ്യമില്ല, 4 പൈസ കീശയിൽ ബാക്കി ശമ്പളമൊക്കെ കിട്ടിയിട്ട് അങ്ങനെയല്ലേ കൂടി പറയാം. ഇതങ്ങനെ പോണതിന്റെ ഇടയിൽ കാണാം അവിടുത്തെ ഇവിടുത്തെ കൂടി ഇങ്ങോട്ട് വരിഞ്ഞ് കൂട്ടിയിട്ട് കാണാം പൈസ കിട്ടിയാൽ തികയാതെ ചോദിച്ചിട്ട് കിട്ടണില്ല. അങ്ങനെയല്ലേ നമ്മൾ ഇതുവരെ ജീവിച്ചോണ്ട് ഒക്കെ ഉദാഹരണം പറയാൻ പറ്റില്ലേ. ഇതന്നെ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു, പിന്നാലെ ബുദ്ധിമുട്ടുകളും കടന്നു വന്നിരുന്നു. പിന്നെ എളുപ്പവും കടന്നു വന്നിരുന്നു, ബുദ്ധിമുട്ടുകൾ കടന്നു വന്നിരുന്നു, പിന്നാലെ സുഖത്തിന്റെ കാലഘട്ടം വന്നിരുന്നു. ഇങ്ങനെയൊക്കെ കൂടി മനസ്സാ ഖുർആനോട് അങ്ങ് ബന്ധിപ്പിച്ചങ്ങ് നിർത്തി നോക്കൂ. ചിരിച്ചോണ്ട് സന്തോഷിച്ചുകൊണ്ട് അള്ളാന്റെ വിധിയെ സ്വീകരിച്ചുകൊണ്ടൊരു മറ്റൊരങ്ങ് നടന്നു പോകാൻ സാധിക്കും. ഇനി അതിന് തയ്യാറാവാത്ത ആളുകൾക്കോ, അങ്ങനെയൊന്നും അങ്ങോട്ട് ചിന്തിക്കാനോ അംഗീകരിക്കാനോ അതിന് മാത്രം വിശ്വാസം തള്ളാനോ സാധിക്കാത്ത ആളുകൾക്ക് വരാവുന്ന എന്താ, നിഷേധിക്കുന്ന ആളുകൾക്ക്, പൂർവികന്മാരായ ആളുകൾക്ക് വന്ന പോലെ വ്യക്തിപരമായും സാമൂഹ്യമായും ഒക്കെ ശിക്ഷകൾ വരും. പിന്നെ അവർക്ക് അള്ളാഹുവിന് ശിക്ഷ വളരെ പെട്ടെന്ന് അവർക്ക് പിടികൂടിയെന്നും വരാം. ഇതിനകത്ത് നമ്മളെ കയ്യിൽ ഉണ്ടാവണം അത്ര രംഗങ്ങൾ. ആ തായിഫിലേക്ക് പോയാലും സഹായം ചോദിച്ചു. ഞാൻ തന്നെ മാതിരി അവർ ആട്ടി ഓടിച്ച് എറിഞ്ഞെല്ലാം കൂടി ആയിട്ട് പിന്നെ മുന്തിരിത്തോട്ടത്തിന്റെ സമീപത്ത് അങ്ങനെ ഇരിക്കുമ്പോ ഒരു പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന, ആ പ്രാർത്ഥന എന്നിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് ഭക്ഷണം എത്തിച്ചു കൊടുക്കും, ഇലാമൻ തെക്കിലിനി എന്നെല്ലാം കൂടി ഇങ്ങനെ ചോദിച്ചു വന്നിട്ട് പിന്നെ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞ വാക്കുണ്ട്. അല്ല, നിനക്ക് എന്നോട് ദേഷ്യമില്ലെങ്കിൽ കോപമില്ലെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു പ്രശ്നമല്ല. രക്തൊലിക്കുന്നുണ്ട് മേത്തുനിന്ന്. ഒരു നാട്ടിൽ ചെന്നൊരു മനുഷ്യനെ ഭ്രാന്തെന്ന് പറഞ്ഞ് കല്ലെടുത്തെറിഞ്ഞ് ഓടിച്ച് കൂക്കി വിളിച്ച് പിള്ളേരെല്ലാരും കൂടി പിന്നാലെ വന്ന് ഏതൊരു നാട്ടൊന്നും കിട്ടാത്ത പ്രതികരണമാണ് താഴത്തെ ആൾക്കാർക്ക് ലഭിച്ചു കിട്ടിയത്. സംഭവം ഈ ആയത്ത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. എല്ലാം കേൾക്കുന്നവനാണല്ല, എല്ലാം കാണുന്നവനാണല്ല, അള്ളാഹുവിനെ കൂടാതെ മറ്റൊരു രക്ഷാധികാരി നിങ്ങൾക്ക് മനുഷ്യർക്കാർക്കുമില്ല. അള്ളാഹുവിന്റെ തീരുമാനങ്ങളിൽ, ഹുക്കുമുകളിൽ അള്ളാഹു മറ്റാരെയും പങ്കു ചേർക്കാറില്ല. അഥവാ അള്ളാന്റെ തീരുമാനം മാത്രമാണ് ഇവിടെയൊക്കെ നടക്കുന്നത്. ഇതിപ്പോ ഈ ചരിത്രം കൊണ്ട് വ്യക്തമാണല്ലോ. ഗുഹാവാസികൾ ആ കാലത്ത് എത്ര കാലം കഴിച്ചുകൂട്ടണം തീരുമാനിച്ചതും അവരെ ഉറക്കിക്കിടത്തിയതൊന്നും ഒരു മശായിഖന്മാർക്കും പങ്കിട്ടെന്ന് ആരും പറയില്ല. എന്തൊക്കെ ന്യായം പറഞ്ഞാലും അത് പറയാൻ പോകൂല. അത് വിവരക്കെടാന്ന് ഈ പറഞ്ഞവർക്കൊക്കെ അറിയാം. അതൊക്കെ റബ്ബിന്റെ തീരുമാനം മാത്രമാണ്. ആ തരം റബ്ബിന്റെ തീരുമാനങ്ങളിൽ റബ്ബ് മറ്റാരെയും പങ്കെടുപ്പിക്കാറില്ല. എന്നിട്ട് വസുലു, ഇത് നിങ്ങൾ പൂട്ടി വെക്കാനുള്ളതല്ല.
ഓതിക്കൊടുക്ക്, ചൊല്ലിക്കൊടുക്ക്. മാ ഊഹിയയിലേക്ക് നിനക്ക് വഹിയായി ലഭിക്കപ്പെടുന്നതൊക്കെ നീ ചൊല്ലിക്കൊടുക്ക്. മിൻ കിതാബി റബ്ബിക് നിന്റെ രക്ഷിതാവിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് നിനക്ക് വഹിയായി ലഭിക്കുന്ന ഈ വചനങ്ങൾ നീ ഓതിക്കൊടുക്കണം. ലാ മുബദ്ദിലി കലിമാതിഹി അവന്റെ വചനങ്ങൾ മാറ്റിമറിക്കാൻ ആർക്കും കഴിയില്ല. ലാ മുബദ്ദിൽ ബദലാക്കുന്നവൻ ആരുമില്ല, മാറ്റുന്നവൻ ആരുമില്ല. ലി കലിമാതിഹി അള്ളാഹുവിന്റെ വചനങ്ങളെ. അള്ളാഹുവിന്റെ വചനങ്ങൾ എന്നോട് ഉദ്ദേശിക്കുന്നത് ഒന്നുകിൽ ഖുർആന്റെ വചനങ്ങളാണ്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ വിധികളാണ്, തീരുമാനങ്ങൾ. രണ്ടായാലും ആയത്തിന്റെ അർത്ഥം ശരിയാണ്. അള്ളാന്റെ വചനങ്ങൾ, അള്ളാന്റെ വിധി, തീരുമാനം, അത് മാറ്റാൻ ആർക്കും കഴിയില്ല. അല്ലെങ്കിൽ ഖുർആന്റെ ഈ ആയത്തുകൾ, ഇത് മാറ്റാൻ ആർക്കും കഴിയില്ല. ബന്ധം ഈ രണ്ടാമത് പറഞ്ഞതിനാണ്. അള്ളാന്റെ ആയത്തുകൾ എന്ന് പറഞ്ഞാൽ ഖുർആന്റെ കലിമത്ത് എന്നാൽ ഖുർആന്റെ ആയത്തുകൾ. വലൻ തജിദ നിനക്ക് കാണാനും കഴിയില്ല മിൻ ദൂനി അവന് പുറമെ മുൽത്തഹദ ഒരു രക്ഷാകേന്ദ്രവും നിനക്ക് കാണാനും കഴിയില്ല, ഒരവലംബവും നിനക്ക് കാണാൻ. മുൽത്തഹദ് രക്ഷപ്പെടാവുന്ന ഒരു സ്ഥലം, രക്ഷ കിട്ടുന്നൊരു സ്ഥലം, ആശ്രയിക്കാവുന്ന ഒരു സ്ഥലം എന്നൊക്കെയാണ് മുൽത്തഹദ്. ഇവിടെ ആ സംഭവം അവസാനിക്കുകയാണ്. ഏത്? ഗുഹാവാസികളുടെ ആ ചരിത്രത്തെ പറ്റിയുള്ള സംസാരം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമ്മളൊരു കാര്യം ചെയ്യണം, മറക്കാതിരിക്കുക. എന്ത്? സൂറത്തുൽ കഹ്ഫിലെ ഈ ആയത്തുകളിൽ മാത്രമാണ് ഗുഹാവാസികളെ പറ്റി ഖുർആന് പരാമർശമുള്ളൂ, വേറെ എവിടെ ഇതിനെപ്പറ്റി യാതൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന്റെ വിശദീകരണമായി യാതൊന്നും പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ ഖുർആൻ ആയത്തുകൾ പിൽക്കാലത്ത് വിശദീകരിച്ച മുഫസ്സിറുകളിൽ പലരും ക്രിസ്ത്യാനികൾക്കിടയിലോ യഹൂദികൾക്കിടയിലോ പ്രചാരത്തിലുണ്ടായിരുന്ന പല അഭിപ്രായങ്ങളും തഫ്സീറുകളിലെടുത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളിതൊക്കെ വിശ്വസിച്ചു കൊള്ളണം എന്ന് നിർബന്ധിക്കാനല്ല. അവർ ചെയ്തത് ഖുർആന്റെ പ്രയോഗങ്ങൾ സത്യമാണെന്ന് നിങ്ങളെ വേദഗ്രന്ഥം നോക്കിയാലും മനസ്സിലാവുന്നുണ്ടല്ലോ എന്ന് മറ്റുള്ളവർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ വേണ്ടി ചെയ്തതാണ്. ഞങ്ങളെ കിതാബ് പറഞ്ഞ കാര്യം നിങ്ങളെ കിതാബിലുണ്ടല്ലോ, ഇത് സത്യമാണല്ലോ എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ചെയ്തതാണ്. നമ്മൾ ചെയ്യേണ്ടത്, ഖുർആൻ പറഞ്ഞൊരു വാക്കുണ്ട്, വലാ തസ്തഫ്തിഫീം പിന്നും മഹദ. ഈ പറഞ്ഞൊന്ന് സ്വീകരിക്കാന്നല്ലാതെ ഇതിന്റെ തീരുമാനം അന്വേഷിച്ച് വേറെ ആരോടും ചോദിക്കാൻ പോണ്ട. ഞങ്ങളെ കിതാബിൽ ഇത് പറഞ്ഞിട്ട് ഞങ്ങൾക്കൊരു കഥ രസിക്കുന്ന ഒരു സ്റ്റോർക്ക് കിട്ടിയില്ല, ഒരു റാഹത്തായില്ല എന്നും പറഞ്ഞിട്ട് വേറെ മറ്റു മതക്കാരുടെ വേദഗ്രന്ഥത്തിൽ എന്താ പറഞ്ഞതെന്ന് അന്വേഷിച്ച് നടക്കുന്ന ഒരു ശീലം ഉണ്ടാവരുത്. ഏത് കാലഘട്ടമാണെന്ന് അറിയാൻ പഠിച്ചവൻ ഉദ്ദേശിച്ചിട്ടില്ല നമ്മൾ ഏത് കാലഘട്ടത്തിലുള്ള ആണ് ഈ സംഭവം നടന്നത്. അവർ പോയ കാലഘട്ടത്തിലെ രാജാവാരാണ്, തിരിച്ചു വരുമ്പോഴുള്ള രാജാവാരാണ്, ഒന്നും ഖുർആൻ പറഞ്ഞു തന്നിട്ടില്ല. അത് അന്വേഷിക്കാനോട്ട് നമ്മളോട് പറഞ്ഞിട്ടുമില്ല. ആ നിലക്ക് ആ കാര്യം വിട്ടേക്കുക. ഖുർആൻ പറഞ്ഞു തന്ന അവിടെ മാത്രം ഒതുങ്ങിയിട്ട് മറ്റു ഭാഗത്തേക്ക് ആ വിഷയം കൊണ്ടുപോവാതിരിക്കുക. ഇതാണ് നമ്മൾ ആ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ശ്രദ്ധ. എന്നിട്ട് ഞാൻ പറഞ്ഞു, പക്ഷേ ഒരു അന്വേഷണത്തിന് ഖുർആൻ വിലക്കല്ല. ഏതൊരു അന്വേഷണത്തിന്? ഏതർത്ഥത്തില്? ഖുർആനിൽ പരാമർശിക്കപ്പെട്ട പൂർവ്വകാല ചരിത്ര സംഭവങ്ങൾ, ആദിന്റെയോ സമൂദിന്റെയോ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കപ്പലിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ, അത് ലോകത്തിന്റെ മുന്നിൽ സത്യമാണെന്ന് സ്ഥാപിക്കാൻ വല്ല തെളിവുകളും അന്വേഷിക്കുക, അത് കുറ്റകരമായ ഒരു കാര്യമൊന്നുമല്ല. ആ നിലക്കാണ് ജോർദാനിലെ അമ്മാന്റെ ഭാഗത്ത് കുഴിച്ചു നോക്കിയപ്പോൾ റജീബ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഗ്രാമത്തിന്റെ സമീപത്തിൽ ഗ്രാമത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടുകിട്ടുകയും ഗുഹയുടെ അവശിഷ്ടങ്ങൾ കണ്ടുകിട്ടുകയും മറ്റുമൊക്കെ ചെയ്തതായിട്ട് മുസ്ലിം പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിച്ചത്. അപ്പൊ ആ നിലക്കൊരു ഖുർആനിൽ പറഞ്ഞതിനോട് സാമ്യമുള്ള ഒരു ഗുഹയായിട്ട് അത് കാണപ്പെടുന്നു. അതായിരിക്കാം ഒരു പക്ഷേ. ഏതായിരുന്നാലും ശരി, മനുഷ്യൻ കുഴിച്ചു നോക്കിയിട്ട് ഈ ജാതി ഗുഹകൾ ചില സ്ഥലത്തുമൊക്കെ കിട്ടിയിട്ടുണ്ട്, കണ്ടെത്തിയിട്ടുണ്ട്. ഖുർആൻ അത്ര ആവശ്യമുള്ളൂ. ഇങ്ങനെ മനുഷ്യന്മാര് മുമ്പൊക്കെ ഗുഹകളിൽ പോയി താമസിക്കാറുണ്ട്, അഭയം തേടാറുണ്ടായിരുന്നു. അതൊക്കെ മനുഷ്യന് മുമ്പത്തെ രീതിയാണ് എന്ന് നിങ്ങൾ കുഴിച്ചു നോക്കിയപ്പോൾ ബോധ്യപ്പെട്ടില്ലേ? ഖുർആൻ അങ്ങനെ ഒരു സംഭവം പറഞ്ഞ് കണക്കാക്കിയാൽ മതി. നിങ്ങൾ അത് സാധ്യതയുണ്ട് എന്ന് ബോധ്യപ്പെടാൻ അത്ര മതി. അത്ര ആ കാര്യത്തിൽ. അതായത് അമ്മാനിൽ തന്നെയാണെന്ന് ഉറപ്പിച്ച് ഈമാൻ കൊണ്ടിങ്ങനെ നടക്കണമെന്നില്ല. ഇപ്പോൾ ഏറെക്കുറെ കണ്ടെത്തിയത് അതിനോട് സാദൃശ്യമുണ്ട് എന്ന് മനസ്സിലാക്കുക. ബാക്കി കഥകൾ ആ വിഷയത്തിലുള്ളത് ഒഴിവാക്കുകയും ചെയ്തേക്കുക. പ്രത്യേകിച്ച് നായന്റെ വർക്കത്തോ ബാക്കി കാര്യങ്ങളോ തുടങ്ങിയ വിഷയങ്ങളുണ്ടല്ലോ, അത് ഖുർആനോട് യാതൊരു നിലക്ക് യോജിക്കാത്ത ചിന്തകളാണ് ആ പ്രചരിപ്പിക്കപ്പെടുന്നത് മനസ്സിലാക്കിയിട്ട് അത് വിട്ടു നിൽക്കുകയും ഇതാണ് ചെയ്യാനുള്ളത്. വേറെന്താ നമുക്ക് ചെയ്യാനുള്ളത്? അടുത്ത ഭാഗത്ത് ഞാൻ പോകുന്നില്ല, നിർത്താണ്. വേറെന്താ നമുക്ക് ചെയ്യാനുള്ളത്? വേറെ ചെയ്യാനുള്ളത്, നമ്മൾ ആ ചരിത്ര ഈ ആയത്തൊന്നും എടുത്ത് വായിച്ചു നോക്കൂ. കംപ്ലീറ്റ് ഒന്നും ഇങ്ങനെ വായിച്ചു നോക്കൂ. ഖുർആൻ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു അത് മാത്രം മാർക്ക് ചെയ്തോളൂ. നിങ്ങൾ തലയിൽ നേരത്തെ സ്റ്റോർ ചെയ്ത കഥയില്
ഖുർആൻ പറഞ്ഞത് മാത്രം ഇങ്ങനെ മാർക്ക് ചെയ്ത് നോക്കൂ, അത് മാത്രം അവിടെ വെച്ച് ബാക്കിയൊക്കെ ഒഴിവാക്കിക്കളി. ഇത്രയേ ഉള്ളൂ ഖുർആൻ പറഞ്ഞിട്ടുള്ളൂ. അത്ര വാക്യം വെച്ചാൽ മതി നമ്മള്. പിന്നെ നമ്മളിങ്ങനെ അതിന്റെ പിന്നാലെ നടക്കാൻ മെനക്കെടണ്ട. വലിയ ഗതികേട് നോക്കൂ നിങ്ങൾ. ഇവർ രണ്ടാമത് ഉണർന്ന് എഴുന്നേറ്റ് വന്നപ്പോ ആ നാട്ടിലെ ആളുകൾ വിശ്വാസികളായിരുന്നു എന്നൊരു അബദ്ധം ആദ്യം പറഞ്ഞു വെക്കുന്നുകൊണ്ടാണ് ഈ പള്ളി ഉണ്ടാക്കുന്നതിന് പിന്നാലെ ആൾക്കാർ പോയത്.